यो अन्तःप्रविश्य मम वाचमिमां प्रसुपतां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो ഭഗവതേ പുരുഷായ തുഭ്യം. സ്വയംഭൂമനുവിൻ്റെ കഥയാണ് വർണ്ണിച്ചു വരുന്നത്. ശതരൂപയെ വിവാഹം കഴിച്ചു. 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. ആൺകുട്ടികളുടെ പേര് പ്രിയവ്രതൻ, ഉത്താനപാദൻ. പെൺകുട്ടികളുടെ പേര് ആകൂതി, ദേവഭൂതി, പ്രസൂതി. ആദ്യം നമുക്ക് പെൺകുട്ടികളുടെ കഥ പറയാം എന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ കഥ. അതിൽ ആകൂതി രുചി പ്രജാപതിയെ വിവാഹം കഴിച്ചു. അതിൽ ഭഗവാൻ യജ്ഞം എന്നുള്ള പേരിൽ അവതരിച്ചു. പിന്നെ അതിലങ്ങനെ വലിയ സംഭവ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാത്തതുകൊണ്ട് അത് അങ്ങനെ വിസ്തരിച്ചിട്ടില്ല. രണ്ടാമത്തെ കുട്ടിയാണ് ദേവഹൂതി. ദേവഹൂതിയെ വിവാഹം കഴിച്ചത് കർദമ പ്രജാപതിയാണ്. കർദമ പ്രജാപതി ആരാ ചോദിച്ചാൽ ബ്രഹ്മദേവൻ്റെ മകനാണ്. ബ്രഹ്മദേവൻ ചളിയിലേക്ക് നോക്കിയ സമയത്ത് ഉണ്ടായിന്നാ പറയുക. ചളിക്ക് സംസ്കൃതത്തിൽ കർദമം എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്തായി? കർദമൻ എന്ന പേര്. ചളിക്ക് നോക്കി അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ നമ്മളാച്ച ചോദിക്കില്ല, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചോദിക്കും, അങ്ങനെ ചളിക്ക് തിരുമേനി എന്ത് വെട്ടിത്തായി പറയണം എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം എന്താ വെച്ചാൽ, ഇവിടെ പുരാണമാകുമ്പം ചില കഥകൾ പറയുമ്പം അതിൻ്റെ താത്വികമായിട്ടുള്ള വശം എന്താ ചോദിച്ചാൽ നിഴലിൽ നിന്നുണ്ടായവനാണ്. ചളിയേക്ക് നോക്കിയപ്പോൾ നിഴൽ കണ്ടു, നിഴലിൽ നിന്നുണ്ടായവൻ. അങ്ങനെയൊക്കെ പറയുമ്പോഴും അർത്ഥം എടുക്കേണ്ടത് ആചാര്യന്മാർ പറയും അച്ഛനെ നിഴൽ പോലെ പിന്തുടരുന്നവൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കുന്നവൻ. അതിൽ പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല. അതാണ് കർദമം എന്നുള്ളതിൻ്റെ ആ താല്പര്യം. പിന്നെ ദമം ആണ്. ദമം എന്നുള്ളത് നല്ലൊരു ഗുണമാണ്. സാധകന് വേണ്ട ഗുണമായിട്ട് പറയും ദമം. ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ. വേദാന്തം പഠിക്കാൻ വേണ്ട ഗുണങ്ങളാണ് എന്ത്? ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ. അതിലെ ദമം ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇതിനെ അടക്കാൻ സാധിക്കുക. ഈ കഴിവുള്ളവനാണ് ആര്? കർദമൻ. അതാണ് ആ പേരിൽ ദമം എന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ അർത്ഥമുണ്ട്. ഏതായാലും ഈ കർദമനാണ് ദേവഭൂതിയെ വിവാഹം കഴിക്കുന്നത്. എന്താ ഉണ്ടായി? അതാണ് ചോദ്യം. പറഞ്ഞു, കർദമനോട് അച്ഛനായ ബ്രഹ്മാവ് പറഞ്ഞു നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നേരെ തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പണ്ടത്തെ രീതി ഇങ്ങനെയാണ്, വിവാഹം കഴിക്കാൻ എന്ത് പറഞ്ഞാലും തപസ്സിലൂടെയാണ്. വിവാഹം കഴിക്കാൻ തപസ്സിലൂടെ, കുട്ടികളുണ്ടാവുക തപസ്സിലൂടെ, വീട് വയ്ക്കുക തപസ്സിലൂടെ. ഒക്കെ പ്രധാനം തപസ്സാണ്. ഒക്കെ ഭഗവാനോട് അനുവാദം വാങ്ങിയിട്ടേ ചെയ്യുള്ളൂ. എപ്പോഴും ഈശ്വര എന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് എന്തും അനുഷ്ഠിക്കുക. ആ ഒരു സമ്പ്രദായം അതിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അങ്ങനെയാണ് വേണ്ടതെന്ന് പറയുകയാണ്. പക്ഷെ ഇന്നലെ നമ്മളൊരു ദാമ്പത്യം കണ്ടു. എങ്ങനെയാ? ഈശ്വരാന്നുണ്ടായോ? കശ്യപനുണ്ടായോ? ദിതിക്കുണ്ടായോ? അങ്ങനെ തപസ്സിലൂടെ അല്ലായിരുന്നു സൃഷ്ടി. അതുകൊണ്ടുണ്ടായ മക്കൾ മോശക്കാരായിട്ട് മാറി. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഏതായാലും ഇവിടെ തപസ് ചെയ്യാനായിട്ട് അദ്ദേഹം പുറപ്പെട്ടു. ഭഗവാനെ തപസ് ചെയ്തു. അനവധി വർഷക്കാലം തപസ് ചെയ്തു. അതിൻ്റെ ഫലമായി ഇദ്ദേഹത്തിൻ്റെ നിർവ്യാജമായ ഭക്തി കണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ കണ്ണിന്ന് 2 തുള്ളി കണ്ണീര് വീണു അദ്ദേഹത്തിൻ്റെ ഭക്തി കണ്ടിട്ടേ. ആ ഭഗവാനെ കണ്ട സമയത്ത് കർദമന് വലിയ സന്തോഷമായി. അദ്ദേഹം സ്തുതിച്ചു, ഭഗവാനെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ 2 കണ്ണ് എന്തിനാന്നുള്ളത്. ഇത്രയും കാലം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ 2 കണ്ണ് ഞാൻ ഉപയോഗിക്കാറില്ല. അദ്ദേഹം അധികം കണ്ണടക്കുകയാണ് ചെയ്യുക. എപ്പോഴും കണ്ണടച്ച് ധ്യാനിക്കുന്ന ആൾക്ക് എന്തിനിപ്പോൾ ഈ 2 കണ്ണുകൾ? പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി. എന്ത്? അങ്ങയെ കണ്ടപ്പോൾ ഇത് കാണാനാ. അങ്ങയെ കാണുമ്പോഴാണ് കണ്ണ് കണ്ണാവണത്. ഇപ്പം അങ്ങയെ കാണാൻ സാധിച്ചു, വലിയ ഭാഗ്യം. ഇനി ഞാൻ എന്തിനാണ് തപസ് ചെയ്തത് ചോദിച്ചാൽ, ഭഗവാനെ എനിക്കറിയാം തുച്ഛങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടാനായിട്ട് അങ്ങയെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമാണെന്നുള്ളത് എനിക്കറിയാം. അത് 2ാം തര. ഭഗവാനെ കണ്ടാൽ ഭഗവാനെ വേണമെന്നേ പറയാവൂ. അതല്ലാതെ ഭഗവാന്റെ കയ്യിലുള്ളത് വേണമെന്ന് പറയരുത്. പക്ഷെ ലോകത്തുള്ള അധികം പേരും അങ്ങനെയാണ്. ഭഗവാനെ വേണമെന്ന് അധികം പറയാറില്ല. ഭഗവാന്റെ കയ്യിലുള്ള സ്വർണ്ണവളയാണെങ്കിൽ വേണം, അങ്ങനെ കഴുത്തിലുള്ളത് കൗസ്തുഭം തന്നെയാണെങ്കിൽ വേണം, അതിനിപ്പോൾ നല്ല വില ഉണ്ടെങ്കിൽ വേണം, ഇങ്ങനെയേ പറയുള്ളൂ. ഭഗവാനെ വേണമെന്ന് ആരും അങ്ങനെ ആവശ്യപ്പെടാറില്ല. അപ്പോൾ അങ്ങനെ ഭജിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത്ര നല്ലതല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്തു ചെയ്യാം? ഇപ്പം ഞാനും അങ്ങയെ ഭജിച്ചത് ലൗകികമായ അല്ലെങ്കിൽ തുച്ഛങ്ങളായ ചില ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഈ ഭജനം കാണുമ്പോൾ അങ്ങ് വിചാരിക്കും അസ്സല് ഭക്തൻ. അങ്ങനെ വിചാരിക്കേണ്ട, ഞാൻ അത്ര നല്ലൊരു ഭക്തനൊന്നുമല്ല എന്നാണ് ആര് പറയണത്? കർദമൻ. നമ്മളത് തിരിച്ചാൽ പറയാം, ഭഗവാനെ അങ്ങക്ക് എന്നെ കാണുമ്പോൾ നല്ല ഭക്തനായിട്ടൊന്നും തോന്നില്ല, പക്ഷെ ഞാൻ അസ്സല്. അദ്ദേഹം തിരിച്ചാ, അങ്ങക്ക് എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല ഭക്തനാന്നൊക്കെ തോന്നിയേക്കാം. ഞാൻ അങ്ങനെയല്ല, അത്ര നല്ല ഭക്തനല്ല. എനിക്കറിയാം അങ്ങയെ ഭജിക്കുകയാണ്, അങ്ങയെ ആശ്രയിക്കുക വേണ്ടതെന്ന്. പക്ഷെ എന്തു ചെയ്യാം, എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയണത് എന്താ വെച്ചാൽ, ഭഗവാനെ എനിക്കൊരാഗ്രഹമില്ല, അങ്ങയെ വേണമെന്നേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇതൊക്കെ പറയണത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിക്കണമെന്ന്. അത് കേട്ടല്ലേ പറ്റൂ. ഉള്ളിലെന്താ പറയണത്? എനിക്ക് അങ്ങയെ മതി. നാവെന്താ പറയണത്? കല്യാണം കഴിക്കണം. ഹൃദയം എന്താ പറയണത്? ഒന്നും ആഗ്രഹമില്ല, അങ്ങയെ മതി.
നമ്മൾ തിരിച്ചാണ്. നമ്മൾ പുറമേക്ക് പറയാം ഒന്നും ആഗ്രഹമില്ല ഗുരുവായൂരപ്പ അങ്ങ് മതി. ഉള്ളിലോ ജോലിയുടെ കാര്യം അങ്ങ് മറക്കണ്ട, മക്കളെ കാര്യം ഒക്കെ ശ്രദ്ധിക്കണേ. മനസ്സിലതാണ്. പുറമെ ആളുകൾക്ക് ഭഗവാനെ മതിക്ക് വേറെ ഒന്നും വേണ്ട എന്നൊക്കെ പറയും, പക്ഷെ ഉള്ളിലതല്ല. ഭഗവാൻ നോക്കുക ഉള്ളാണ്, ഹൃദയം നോക്കി ഭഗവാൻ. അയാൾക്ക് എന്നെ മാത്രമേ വേണ്ടൂ. ശരി, എന്നാലും പുറമേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് നടത്തി കൊടുക്കാം. താൻ ഇനി അധികമൊന്നും പറയണ്ട. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി. എൻ്റെ ഭക്തന്മാർ ഒന്നും ആവശ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സമയത്ത് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അങ്ങ് ഭജനം തുടർന്നോളൂ, സമാധാനമായിട്ട് ഇവിടെ ഇരുന്നോളൂ. അങ്ങക്ക് വിവാഹം കഴിക്കല്ലേ വേണ്ടത്, പറ്റിയ കുട്ടിയെ ഞാനിവിടെ എത്തിക്കാം. സ്വതവേ പെണ്ണ് കാണാൻ അങ്ങോട്ട് പോവുക ചെയ്യുക. ഇതങ്ങോട്ട് പോയില്ല. അദ്ദേഹം അവിടെ കാട്ടിൽ തപസ് ചെയ്യുന്നു. വിവാഹം കഴിക്കേണ്ട ആൾ കുട്ടി ഇങ്ങോട്ട് വരികയാണ്. കുട്ടിയെയും കൊണ്ട് ആര് വരുന്നു? സ്വയംഭൂ മനു. നാരദ മഹർഷി വന്ന് സ്വയംഭൂ മനുവിനോട് പറഞ്ഞു, അങ്ങയുടെ രണ്ടാമത്തെ കുട്ടി ദേവഹൂതി വിവാഹം കഴിക്കേണ്ടത് ഈ കർദമ പ്രജാപതിയാണ്, നല്ല ആളാണ്. അതുകൊണ്ട് അങ്ങ് ആ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മകളെയും കൂട്ടി അങ്ങോട്ടെത്തി ആശ്രമത്തിലേക്ക് വരികയാണ്, ഈ കാട്ടിലേക്ക് വരികയാണ്. തൻ്റെ ആ പട്ടുവസ്ത്രമൊക്കെ അഴിച്ചു വെച്ചു, വൽക്കലം എടുത്തുകൊണ്ട് അദ്ദേഹം ആ കാട്ടിലേക്ക് പ്രവേശിച്ചു. രാജാവിനെ കണ്ട കർദമ പ്രജാപതി ചോദിച്ചു, അങ്ങെന്താ ഈ കാട്ടിലേക്ക് എഴുന്നള്ളാൻ? രാജാവ് ഇങ്ങനെ, അതും മകളെയൊക്കെ കൂട്ടി എഴുന്നള്ളത് എന്താ? നായാട്ടിന് വരാൻ വെച്ചാൽ മകളെ കൂട്ടില്ലല്ലോ. അപ്പോൾ എന്താ അപ്പം അങ്ങ് ഇങ്ങനെ വന്നത് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയായിട്ടല്ല, എന്നാലും അറിയാത്തതുപോലെ ചോദിച്ചു. അത് കേട്ട സമയത്ത് തൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം പറയാനൊരു മടി. എന്താ മടി ചോദിച്ചാൽ അങ്ങനെ മടിയുള്ള ആളൊന്നുമല്ല അദ്ദേഹം. പക്ഷേ ഇവിടുത്തെ ഈ കർദമനെ കണ്ട് കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാവം, തേജസ്, കണ്ണങ്ങനെ തിളങ്ങുന്നത് കണ്ട സമയത്ത് താൻ ഈ ലൗകികമായ വിഷയം എങ്ങനെയാ പറയുക? ഇയാളോടിപ്പം ഈ ഒരു വിഷയം അത്ര കേമായിട്ടുള്ള വിഷയം തോന്നുന്നില്ല. അതാണ് വിഷയം. അപ്പം കല്യാണം കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം നിരസിക്കുമോ? അദ്ദേഹത്തിന് കല്യാണം താല്പര്യമല്ലേ? ഇങ്ങനൊരു സന്യാസിയെ പോലെ കഴിയുന്ന അദ്ദേഹത്തോട് താൻ എൻ്റെ മകളെ വിവാഹം കഴിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കും? ഒരു മടി. അതുകൊണ്ട് മുഖവുരിയായിട്ട് ചിലത് പറഞ്ഞു. സവ്രീഡ ഇവതം സമ്രാട് ഉപാരതമുവാഹ ഉവാചഹ. കുറച്ച് മുഖവുര പറഞ്ഞു. ലജ്ജിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? രാജാവേ, മഹർഷേ, ഞാൻ രാജാവാണ്, ഞാൻ ക്ഷത്രിയനാണ്, എനിക്ക് രജോഗുണമാണ് കൂടി നിൽക്കുക. ഈ രജോഗുണം കൂടുന്നവർക്ക് ശക്തി കൂടുന്ന പറയാം. അങ്ങേക്കോ അങ്ങ് ബ്രാഹ്മണനായതുകൊണ്ട് അങ്ങേക്ക് സത്വഗുണമാണ് കൂടി നിൽക്കുക. സത്വഗുണം കൂടുതലുള്ളവർക്ക് ബുദ്ധി കൂടുന്ന പറയാം. ബുദ്ധി കൂടി കരുതിയിട്ട് ശക്തി ഉണ്ടായിക്കോളുന്നില്ല, ശക്തി കൂടി കരുതി ബുദ്ധി ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശക്തിയും ബുദ്ധിയും ചേർന്ന് നിൽക്കുക വേണ്ടത്. അങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ലാഭം. എന്ത് വേണം? ബുദ്ധിയും വേണം, ശക്തിയും വേണം. അങ്ങനെയൊക്കെ ബുദ്ധിയുണ്ട്, എനിക്ക് ശക്തിയുണ്ട്. നമ്മൾ തമ്മിലങ്ങോട്ട് ചേർന്നാൽ ലോകത്തിനത് വലിയ ഉപകാരമാവില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലൊരു ബന്ധം വേണ്ടതാണ്. എങ്ങനെയാണ് ബന്ധം വേണ്ടത്? എൻ്റെ മകളെ അങ്ങോട്ട് വിവാഹം കഴിച്ചാൽ അങ്ങൻ്റെ മരുമകനായില്ലേ, നമ്മൾ തമ്മിൽ എന്തായി ബന്ധമായില്ലേ? അപ്പം അതാണ് വിഷയം. അപ്പോൾ വളച്ച് പറഞ്ഞതാണ് അങ്ങൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന്. അപ്പം അദ്ദേഹം കാര്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ മകളെ വിവാഹം കഴിക്കാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ വിഷയം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് കൂടി എന്നെ ഇഷ്ടമാവണം. അതിഷ്ടാവൂ. ഞാൻ കേട്ടിട്ടുണ്ട് അവളുടെ മഹത്വം. വലിയ സുന്ദരിയാണ് ആര്? ഈ ദേവഹൂതി. പണ്ട് ഈ ദേവഹൂതിയുടെ സൗന്ദര്യം കണ്ട് വിശ്വാവസു എന്ന പേരായിട്ടുള്ള ഗന്ധർവൻ വിമാനത്തിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ മട്ടപ്പാവിൽ ഇവൾ പന്ത് കളിക്കുക. ആര്? ദേവഹൂതി. ആ ദേവഹൂതിയുടെ സൗന്ദര്യം കണ്ട് അദ്ദേഹം വിമാനം വളയ്ക്കാൻ മറന്നുപോയി. അതങ്ങനെ പോയി ഒരു പനയുടെ മുകളിൽ കുത്തി, പനയും മറഞ്ഞു, ഇയാളുടെ വിമാനവും മറഞ്ഞു. അങ്ങനെ ഈ വാർത്ത ഞാൻ പണ്ട് ചാനലിൽ കണ്ടിട്ടുണ്ട്, ന്യൂസ് ചാനലിൽ. വിശ്വാവസു വീണു. ആരെ കണ്ടിട്ട്? ഇവളെ കണ്ടിട്ട്, ദേവഭൂതി എന്ന് പറഞ്ഞ മനുഷ്യ സ്ത്രീയെ കണ്ടിട്ട്. വിശ്വാവസു പറഞ്ഞ ഗന്ധർവന, മനുഷ്യനല്ല. ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കാണാത്ത ആളല്ല. ധാരാളം സ്ത്രീകളെ, അതും അപ്സര സ്ത്രീകളെ, സുന്ദരിമാരെ കണ്ട ആൾ ഈ മനുഷ്യ സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിക്കണമെങ്കിൽ എത്ര കണ്ട് സൗന്ദര്യം ഈ ദേവഭൂതിക്ക് ഉണ്ടാവും. അതുകൊണ്ട് അത്രയും സൗന്ദര്യമുള്ള ദേവഭൂതിക്ക് വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത എന്നെ അവൾക്ക് ഇഷ്ടാവൂ. അങ്ങ് നിർബന്ധിച്ച് അവളെ അവിടെ അങ്ങോട്ട് ആക്കി പോയിട്ട് കാര്യമില്ല എന്നർത്ഥം. അവൾക്ക് കൂടി ഇഷ്ടമാണെങ്കിലേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. സാധാരണ പറയുക, കുട്ടി നോക്കുക എപ്പോഴും സൗന്ദര്യം എന്നാണ്. കല്യാണം കഴിക്കുന്ന കുട്ടി എന്തേ നോക്കുള്ളൂ? സംസ്കാരം നോക്കൂ, പഠിപ്പ് നോക്കൂ. ഒന്നുമില്ല, അവർ ആ ഷർട്ടും പാൻറ്റും മുടിയും അങ്ങനെയൊക്കെ ആക്കിയാൽ വലിയ സന്തോഷമായി എങ്കിലും നോക്കുള്ളൂ. കാണാൻ എങ്ങനെയുണ്ട്, ഷോക്കേസിൽ വയ്ക്കാൻ പറ്റുമെന്ന് ആരും നോക്കുള്ളൂ. രൂപമിച്ഛന്തി കന്യക. കുട്ടി നോക്കുക കാണാൻ എങ്ങനെയുണ്ടെന്നാണ്. കുട്ടിയുടെ അച്ഛൻ നോക്കുക പഠിപ്പുണ്ടോ എന്നാണ്. സ്വതം ഇച്ഛന്തി പിതരഹ. വകതിരിവുണ്ടോ? കാണാനുള്ള സൗന്ദര്യമൊന്നും കുട്ടിയുടെ അച്ഛൻ നോക്കില്ല. മകളെ കൊണ്ടുപോയാൽ നോക്കുമോ? വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സംരക്ഷിക്കുമോ എന്നേ അച്ഛൻ നോക്കുള്ളൂ. അമ്മ നോക്കുന്നതല്ല. വിത്തമിച്ഛന്തി മാതരഹ. കാശുണ്ടോ എന്ന് നോക്കുക, പറമ്പുണ്ടോ, കാശുണ്ടോ. സ്വഭാവം അമ്മ ശ്രദ്ധിക്കില്ല.
അച്ഛൻ സ്വഭാവം നോക്കുക, എന്നാൽ കുട്ടി നോക്കുക സൗന്ദര്യം ഉണ്ടോയെന്നാണ്. ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇവിടെ കുട്ടിക്ക് സൗന്ദര്യം നോക്കുകയാണെങ്കിൽ തനിക്ക് വലിയ സൗന്ദര്യമൊന്നും ഇല്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് മതി. അവർക്ക് ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കാം. പിന്നെ മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാം. അത് മാത്രമല്ല, കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ ഒപ്പം ആഗ്രഹം എന്തൊക്കെ അറിയില്ലല്ലോ. വിവാഹം കഴിഞ്ഞ് പല ദിക്കിലും പോകണമെന്നും അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. പാർക്ക് പോവുക, ബീച്ചിൽ പോവുക, സിനിമ കാണുക, അങ്ങനെയൊക്കെ ആഗ്രഹമൊക്കെ ചിലപ്പോൾ അവൾക്കുണ്ടാവും. എനിക്കെന്താ വെച്ചാൽ അതൊന്നും നടന്നോളന്നില്ല. ആദ്യം പറയാം, ഞാൻ വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പോവുമായിരിക്കും, പക്ഷേ സ്ഥിരമായിട്ടൊന്നും അങ്ങനെയുള്ള ഏർപ്പാടുണ്ടാവില്ല. കുളി, ജപം, ദേവാരം, മറ്റ് പല കാര്യങ്ങളുമായിരിക്കും. അതുകൊണ്ട് അതും അവളോടൊന്ന് പറയണം, അതൊക്കെ പറ്റുമെങ്കിൽ. എന്ന് മാത്രമല്ല, ഒരു ഉണ്ണി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉണ്ണിക്ക് അത്യാവശ്യം വാരി തിന്നാറായാൽ ഞാൻ ഉപേക്ഷിക്കും. ആരെ? കുട്ടിയെയും അമ്മയെയും എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കും. എൻ്റെ ലക്ഷ്യം സന്യാസമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞു വിവാഹം കഴിക്കണമെന്ന്, സൽസന്താനങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ സന്താനങ്ങളൊക്കെ ആയി അത്യാവശ്യം അതിനൊക്കെ പ്രാപ്തിയായാൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ വീട് ഉപേക്ഷിക്കും, അവളെ ഉപേക്ഷിക്കും. തയ്യാറാണെങ്കിൽ മാത്രം മതി എന്ന് തൻ്റെ കണ്ടീഷനൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് വലിയ കാര്യമാണ്. ചിലതൊന്നും പറയില്ല, ഒക്കെ കഴിഞ്ഞിട്ടാവും പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒക്കെ ആദ്യം പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ മതിയേ. അങ്ങനെ ആദ്യം പറഞ്ഞു. ആ സമയത്ത് സ്വയംഭൂമനു ചോദിച്ചു, എന്താ ദേവഹൂതി നിൻ്റെ അഭിപ്രായം? അവൾ പറഞ്ഞു, കുറച്ച് കാലാച്ചാ കുറച്ച് കാലച്ചാ ഈ മഹാത്മാവിനെ സേവിക്കാൻ പറ്റുക പറഞ്ഞ ഭാഗ്യമല്ലേ. അങ്ങനെയാണ് അവൾ കണക്കാക്കിയത്. കുറച്ച് കാലേ പറ്റുള്ളൂ, മതി. ആ കുറച്ച് കാലം അദ്ദേഹത്തിനെ സേവിക്കാൻ സാധിക്കല്ലോ എന്ന് കണക്കാക്കി അവൾ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നു. സഹധർമ്മശ്ചര്യതാം കൈപിടിച്ച് പ്രദക്ഷിണം വെച്ചു, ഹോമകുണ്ടത്തിന്. അങ്ങനെ ആ വിവാഹം അവിടെ ഭംഗിയിൽ കഴിഞ്ഞു. ആദ്യത്തെ വിവാഹമാണ്. അധികം പേരൊന്നും ഉണ്ടായില്ല. രാജാവിൻ്റെ മകളുടെ കല്യാണം. പക്ഷെ എന്തുണ്ടായില്ല? കാരണം അത് പവിത്രമായൊരു ചടങ്ങാണ്. അത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അത്യാവശ്യം വേണ്ട ആളുകൾ വെച്ച് ഗൗരവത്തിലാണ് ആ ചടങ്ങ് നടത്തിയത്. പക്ഷെ ഇന്നിപ്പോൾ എങ്ങനെയാണ് വിവാഹം എന്നുള്ളതൊക്കെ നമുക്കറിയാലോ. അത് ഡൈവേഴ്സും അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് ആവണമുണ്ട്. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഗൗരവമൊന്നും ഇതിന് കൊടുക്കണില്ല. അനവധി പേരെ വിളിച്ച് എന്തൊക്കെയോ കാണിച്ചു. അങ്ങനെ അത് ഇരുന്ന് കഴിക്കാൻ നേരമില്ല. പാത്രം എടുത്ത് അങ്ങോട്ട് പോകും, ലേശെടുത്ത് കഴിക്കും, പിന്നെ എടുക്കാൻ മടിച്ച് പിന്നെ കഴിക്കൂല്ല. അങ്ങനെയൊക്കെ പണ്ടങ്ങനെയല്ല, ഇരുത്തി അങ്ങോട്ട് ഭക്ഷണം വിളമ്പി കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു കഥ. എന്താവട്ടെ, അത് വേറെ വിഷയം. പവിത്രമായ ചടങ്ങാണെന്ന് അർത്ഥം. ധർമ്മം അനുഷ്ഠിക്കുക. സഹധർമ്മിണി എന്നാണ് പത്നിയെ കണക്കാക്കുക. ഭാര്യാവൊന്നുമല്ല, തന്നെ ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൾ, ഒരുമിച്ച് ധർമ്മം ചെയ്യുന്നവൾ എന്നൊക്കെയാണ് താല്പര്യം. ഏതായാലും വിവാഹം ഭംഗിയിൽ കഴിഞ്ഞു. സ്വയംഭൂമനു തിരിച്ചുപോയി. സ്വയംഭൂമനും ഈശ്വരാരാധനയായി കൊണ്ട് കഴിഞ്ഞു. ഒരു ചെറിയൊരു സമയം പോലും അദ്ദേഹത്തിന് ഇത് വെറുതെ പോയില്ല. ആരുടെ? സ്വയംഭൂമനുവിൻ്റെ. വലിയ രാജാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൊട്ടാരത്തിലാണ് അദ്ദേഹം കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല. അയാതയാമാഹ തസ്യാസൻ യാമാഹ സ്വാന്തരയാപനാഹ ശൃണ്വതോ ധ്യായതോ വിഷ്ണോഹോ കുർവതോ ബ്രുവത കഥാഹ. ശൃണ്വതോ ഈശ്വര കഥകൾ കേട്ടും കൊണ്ടും ധ്യായതോ ഭഗവാനെ ധ്യാനിച്ചും കൊണ്ടും അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. ആര്? സ്വയംഭൂമനു. അങ്ങനെ ഒരു സമയം പോലും പാഴാക്കാതെ കഴിഞ്ഞു. നമുക്കുള്ള പാഠം സപ്താഹം കേൾക്കുന്നതാണ്. സമയം പാഴാക്കാതെ കഴിയൽ. ബാക്കിയുള്ളതൊക്കെ വെറുതെ പോവല, അതറിയുന്നില്ല. നമ്മൾ തിരിച്ചാണ് വിചാരിക്കണത്. 7 ദിവസം അവിടെ ഇരുന്ന് കേട്ടാൽ 7 ദിവസം വെറുതെ പോയില്ലേ, ആ സമയം കൊണ്ട് നമുക്ക് എത്ര കാശുണ്ടാക്കാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത്. കാശിപ്പോൾ കുറേയൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇല്ലേ? കുറച്ചൊക്കെ ഉണ്ടാവും ഇല്ലേ? ഞാനങ്ങോട്ട് തരാം കുറച്ച്. അത്ര കഷ്ടമാണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാക്കിയില്ലേ? അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത്രേ വേണ്ടൂ. ഇതിപ്പോൾ എന്താ ഇത്ര ആവശ്യം? വേറെ വന്ന് 100 വയസ്സോടെ ജീവിക്കുന്നത് നമുക്കിപ്പോൾ എന്ത് മതി? എത്ര ഉറുപ്പ്യ വേണം? അതൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ടാവും. അത്യാവശ്യം പറമ്പുണ്ട്, ഒക്കെ ഉണ്ട്. പോരെ, കുറേ ഉണ്ടാക്കി വെച്ചതൊരു ഭ്രമം പോലെ എങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ ഒരു ദിവസം ഒക്കെ പോവുകയും ചെയ്യും. ഇല്ലേ മക്കൾ ദൂർത്തടിക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ പിശുക്കി ഇങ്ങനെ കഴിയും. അവർ നല്ലവണ്ണം അങ്ങനെ ദിവസം ഒരു 16 ഉറുപ്പ്യ വെച്ച് ചിലവാക്കും. നമ്മൾ 100 ഉറുപ്പ്യ എടുക്കാൻ മടിച്ചാൽ എന്ന് പറഞ്ഞ അർത്ഥം വലിയൊരു പ്രാധാന്യമൊന്നും അങ്ങനെ കാശിന് കൊടുക്കണ്ട. അത്യാവശ്യം വേണം, വേണ്ടാന്നല്ല. സമാധാനമായിട്ടിരിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം സമയം വേണ്ടതുപോലെ ചിലവഴിക്കുക പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കുക അതാണ് മുഖ്യം. ഓരോ സമയവും സമാധാനമായിട്ടാണ്. കഴിഞ്ഞൊരു മിനിറ്റ് ഞാൻ ദുഃഖിച്ചില്ല, ഈ സമയം ദുഃഖിക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞാൽ വേണ്ടതുപോലെയായി. അതല്ലാതെ കുറേ അത്യധ്വാനിച്ച് എന്തൊക്കെയോ കുറേ നേടി കുറേ കാശ് വാങ്ങി പിന്നെ ആരോഗ്യ പ്രശ്നം, ആസ്പത്രിയിൽ പോയി, ഇതിൻ്റെ ഇരട്ടി കാശ് അവിടെ. എന്തേപ്പം നേടി? ഇപ്പം നോക്ക്, 7 ദിവസം ഒന്നുമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ, BP നോർമൽ, കണ്ടില്ല? എന്തെന്ത് സുഖം, ഒരു മരുന്നും കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മനസ്സങ്ങനെ സമാധാനമായിട്ടിരുന്നാൽ തന്നെ അധികം പ്രശ്നങ്ങളൊന്നും വരില്ല, ഒന്നും ബാധിക്കില്ല. ഏതായാലും അങ്ങനെ കഴിഞ്ഞു. ഇവിടെ കർദമ പ്രജാപതിയുടെ കഥ എന്താ?
വിവാഹം കഴിഞ്ഞെങ്കിലും വിവാഹം കഴിഞ്ഞ കാര്യം മറന്നുകൊണ്ടാണ് ജീവിക്കണം. ഇയാൾ മറന്നുപോയി. പഴയ പോലെ തന്നെ രാവിലെ എണീക്കും, 3:15 എണീറ്റു, കുളി, ജപം, ഹോമം, അങ്ങനെ കഴിയുകയാണ്. അദ്ദേഹം മറന്നുപോയി എന്ത് വിവാഹം കഴിഞ്ഞ കാര്യം. ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അവൾക്ക് പരാതി ഉണ്ടോ? തന്നെ ശ്രദ്ധിക്കുന്നില്ലാനുള്ള പരാതി. ഇന്നാണ് എന്താ കഥ? ഇന്ന് കല്യാണം കഴിഞ്ഞ് 2 ദിവസം എന്തോ കറണ്ട് പോയതാണ്, മോട്ടോർ ഓണാവണില്ല, അതിൻ്റെ പേര് ഡൈവേഴ്സ് പോയി. നോക്കണേ, ഇന്ന കാരണമൊന്നുമില്ല, എന്തെങ്കിലും നിസ്സാര കാര്യം മതി എന്നൊക്കെ. ഇന്നിപ്പോൾ ഈ അടുത്തൊരു കോടതി പോയിട്ട് ഒരാൾ ചോദിച്ചു, അതെ ഈ ഡൈവേഴ്സ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടോ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു, ആ അത് മതി. വേറെ കാരണം കല്യാണം കഴിഞ്ഞാൽ അല്ല, കല്യാണം കഴിയാണ്ട് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും ആവശ്യമില്ല. ഇന്നിപ്പോൾ കല്യാണം കഴിച്ച് കൊടുക്കുമ്പം തന്നെ പറയണത് അങ്ങനെയാണ്, മോളെ കഴിച്ചോളൂ, പിന്നെ വേണ്ടാച്ച നമുക്ക് ഒഴിവാക്കി പോരാലോ. എത്ര ലക്ഷമാണ് ഈ കല്യാണത്തിന് ചിലവാക്കണം, അതൊന്നൊരു വിഷയമേ അല്ല. അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അവൻ അവിടെ പിടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങോട്ട് പോരും എന്നൊക്കെ അത് തന്നെ പറയുന്നുണ്ട്. കുറേയൊക്കെ ശരി തന്നെയാണ്, അല്ലാന്നല്ല. അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പരിധിയൊക്കെ ഉണ്ട്. അതിൽ കൂടുതലൊന്നും അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലും കുറച്ചൊക്കെ വേണ്ടേ, കുറച്ചൊക്കെ കുറച്ച് വേണം. എന്നാണ് ഒരാൾ പറഞ്ഞു, ബിസ്ക്കറ്റ് ചായയിൽ മുക്കുന്നത് പോലെയാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. ഒന്ന് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് മുക്കി വെച്ചാൽ പിന്നെ എടുക്കാണ്ടാവില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഒരു കണക്കുണ്ട്, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അധികം അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഇത് കിട്ടില്ല, അങ്ങോട്ട് പോയി ഉണ്ടാവും ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം ലേശെങ്കിലൊക്കെ വേണ്ടേ. ഇവളാണെന്ന് വെച്ചാൽ 1 വർഷക്കാലം അദ്ദേഹം തന്നെ ശ്രദ്ധിച്ചില്ല, ഒരു പരാതിയില്ല. അങ്ങനെ അദ്ദേഹത്തെ പരിചരിച്ചു. രാവിലെ മാല കെട്ടിക്കൊടുക്കും, ചന്ദന അരച്ചു കൊടുക്കും, ഇങ്ങനെ പൂ നന്നാക്കി കൊടുക്കും. ഇങ്ങനെ അദ്ദേഹത്തിന് കൈങ്കര്യം ചെയ്തുകൊണ്ട് അവൾ കഴിഞ്ഞു. അവളുടെ ശരീരമൊക്കെ ശോഷിച്ചു, പണ്ടത്തെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. ക്ഷാമാം കർഷിതാം വ്രതചര്യയാ പ്രേമഗദ്ഗതയാ വാച പീഡിതകൃപയാ ബ്രവീത്. ഇന്നിപ്പം വിശ്വാവസു എന്ന് പറഞ്ഞാൽ ഗന്ധർവൻ കണ്ടാൽ ബോധം കെടും. ഇവളെ കണ്ടാൽ അന്ന് ബോധം കിട്ടില്ലേ, അയാൾ ഇന്ന് കണ്ടാൽ ബോധം കെടും. എങ്ങനെ ആ സുന്ദരിക്കുട്ടി ഇങ്ങനെ ആയില്ലേ എന്ന് ആലോചിച്ച് ബോധം കെടും. അത്രയ്ക്ക് വികൃതമായി ഇവളുടെ രൂപം, ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. ഒരിക്കൽ തൻ്റെ ആ തേവാരൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി, ആരെ? തൻ്റെ പത്നിയെ. വിവാഹത്തിന് ശേഷം ഇപ്പോഴാണ് നല്ലോണം നോക്കണത്. തുഷ്ടോഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സന്തോഷമായി ദേവഹൂതി, തുഷ്ടോഹമദ്യ തവ മാനവിമാനദായാ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്തിയാ. നിൻ്റെ ഈ ശുശ്രൂഷ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കൊല്ലക്കാലം നിന്നോട് ഞാൻ മിണ്ടാണ്ടിരുന്നത് എന്താ ചോദിച്ചാൽ നിന്നോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല കേട്ടോ. പിന്നെയോ നീ എന്നെ ഒഴിവാക്കി പോവാഞ്ച പോയിക്കോട്ടെ കരുതിയിട്ടാ. എന്താണ് പോവാഞ്ച പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹം അങ്ങനെ പരീക്ഷിച്ചതാണ്. നീ എന്നിട്ടും ഇത്രയും കാലം ഞാൻ നിന്നെ ശ്രദ്ധിക്കാനായിട്ട് നീ എന്നെ ഇത്ര നന്നായി പരിചരിച്ചില്ലേ. തുഷ്ടോഹം. ഞാൻ വ്രതം അനുഷ്ഠിക്കേണ്ടത് ശരി തന്നെ, പക്ഷെ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴേ ആ കുട്ടി മിടുക്കനാവണമെങ്കിൽ എൻ്റെ വ്രതം കൊണ്ട് മാത്രം കാര്യമില്ല, നീയും തപസ് ചെയ്യണം. നിന്നെ കൊണ്ടിപ്പോൾ 1 കൊല്ലം ഞാൻ എന്ത് ചെയ്താണ്, തപസ് ചെയ്യിച്ചതാണ്. അതാണിപ്പോൾ ഉണ്ടായത്. ഇന്നലെ നമ്മളൊരു സൃഷ്ടി കണ്ടു, തപസ്സിലൂടെയായിരുന്നു കശ്യപൻ്റെ നിധിയുടെയും അല്ല. എന്നാൽ ഇവിടെയോ കർദമ പ്രജാപതിയുടെ തപസ്. ഇപ്പോൾ ദേവഭൂതി 1 കൊല്ലക്കാലം എന്ത് ചെയ്തു, തപസ് അനുഷ്ഠിച്ചു. തുഷ്ടോഹം. അതുകൊണ്ട് ദേവഭൂതി, നിനക്ക് എന്താ ആഗ്രഹിച്ചാൽ പറഞ്ഞോളൂ, നിൻ്റെ പരിചരണമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, വെയിലും മഴയും കൊള്ളാണ്ടിരിക്കാൻ ഒരു വീടുണ്ടെങ്കിൽ തിരക്കടില്ല. പണ്ട് ആ കൊട്ടാരത്ത് താമസിച്ച സ്ത്രീയാണ്, നല്ല AC നല്ല സൗകര്യമൊക്കെ ഉള്ള രീതിയിൽ താമസിച്ചവൾ ഇവിടെ വെയിലും മഴയും കൊണ്ട് കാട്ട് താമസിക്കുകയാണ്. അതുകൊണ്ട് തിരക്കടില്ലാത്ത, അത്ര കേമായിട്ട് വേണമെന്നൊന്നും പറയണില്ല, തിരക്കടില്ലാത്തൊരു വീട്. പിന്നെ അങ്ങനെപ്പോലെ തേജസ്സിലൊരു ഉണ്ണി ഉണ്ടായ തിരക്കടില്ല. ഏതൊരമ്മയും ആഗ്രഹിക്കില്ല അങ്ങനെ, അത്രേ ആഗ്രഹമുള്ളൂ. ശരി. പ്രിയായാഹ പ്രിയമന്വിച്ഛൻ. തൻ്റെ പത്നിയുടെ ആഗ്രഹം മനസ്സിലാക്കി അദ്ദേഹം ഒന്ന് കണ്ണടച്ച് ശ്വാസം വലിച്ചപ്പോഴേക്ക് അവിടേക്ക് വിമാനം കാമകം, ഒരു വിമാനം അങ്ങോട്ട് പറന്നു വന്നു. അദ്ദേഹത്തിന് അത്രയും വേണ്ടു, തപശക്തി കൊണ്ടൊരു വിമാനത്തെ അവിടെ എത്തിച്ചു. അത് പറക്കുമ്പം വിമാനമാണെങ്കിൽ താഴത്തെത്തിയാൽ കൊട്ടാരാണ്, ഫ്ലൈയിങ് പാലസ്. ആ കൊട്ടാരം അങ്ങോട്ട് തുറന്നു, ധാരാളം സ്ത്രീകൾ ഇറങ്ങി വന്നു. ഇവളെ കൂട്ടിക്കൊണ്ടുപോയി സരസിൽ മുക്കി കുളിപ്പിച്ചു, കേമായിട്ടുള്ള ആസവങ്ങളൊക്കെ കൊടുത്തു. ഇപ്പോൾ സുന്ദരിയായിട്ട് മാറി ദേവഭൂതി, പഴയതിനേക്കാൾ സൗന്ദര്യം. കർദമ പ്രജാപതി, അദ്ദേഹം സുന്ദരനായി മാറി. 2 പേരും കൂടി ആ വിമാനത്തിലെ അങ്ങോട്ട് പ്രവേശിച്ചു. ആ വിമാനം അവിടുന്ന് അങ്ങോട്ട് പൊന്തി. അങ്ങനെ അവരെവിടൊക്കെ സഞ്ചരിച്ചു, കുളുമണാലി. നമ്മൾ കയറി അവിടെ പോകാറുള്ളൂ. ഇതങ്ങനെയല്ല, അവരങ്ങോട്ട് പോയി ചന്ദ്രനിലെത്തി. നമ്മൾ പറയാം നീൽ ആംസ്ട്രോങ് ആണ് ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയത്, അതിൻ്റെയൊക്കെ എത്രയോ മുന്നേ ഇവിടെ കാണാം. അങ്ങനെ ചന്ദ്രനിൽ പോയി പല പല ദേവോദ്യാനങ്ങൾ അവർ കണ്ടു. ഇങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴും അവരെങ്ങനെ കഴിഞ്ഞു, ഭഗവാന്റെ കഥകൾ പാടിക്കൊണ്ട് കഴിഞ്ഞു. അതിലൊന്നും ഭ്രമിച്ചില്ല. അതൊന്നും അത്ര വലിയ കേമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. നമുക്ക് അവൻ എന്ത് കാണുമ്പോഴും കേമായിട്ട് തോന്നും.
അവരെ സംബന്ധിച്ച് ഉള്ളിൽ ഈശ്വരൻ ഉള്ളതുകൊണ്ട് അതിനേക്കാൾ കേമായിട്ടൊന്നും ഒന്നും തോന്നിയില്ല. അവരൊക്കെ പോയി അനുഭവിച്ചു. കാപ്പി കുടിക്കേണ്ടത് ചായ കുടിക്കേണ്ടത് ഇല്ല എന്നല്ല, പക്ഷെ അതൊന്നും അതൊക്കെ ഭാഗവത്തിന് ഒക്കുമോ എന്നാണ്. അത്രയേ ഉള്ളൂ. ആ കുടിക്കാണ്ടിരിക്കണല്ലേ കേട്ടോ, ഉപ്പുമാവ് കഴിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, കഴിക്കാണ്ടിരിക്കുകയല്ല, പക്ഷെ അതൊന്നും ഇതിനൊക്കില്ല എന്നുള്ള മട്ടിൽ അതൊക്കെ അനുഭവിച്ചു. അപ്പോഴും ഈശ്വരനെ മറന്നില്ല. അങ്ങനെ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് അവർക്ക് 9 പെൺകുട്ടികളുണ്ടായി. 10ാമനായി ഭഗവാൻ തന്നെ കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചു. എന്തുകൊണ്ടാണെന്ന് ഇഷ്ടമുണ്ടോ? ആ വ്രതത്തിൻ്റെ ഫലം, അവർ ജപിച്ച നാമത്തിൻ്റെ ഫലം, രണ്ടുപേരും ഒരുമിച്ച് തപസ്സനുഷ്ഠിച്ചതിൻ്റെ ഫലം. ഇങ്ങനെ വേണം ദാമ്പത്യം. കല്യാണം കഴിഞ്ഞ് എങ്ങനെ കഴിയണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിച്ചത്. അത് കേൾക്കാൻ അധികം പേര് ഭാഗവതം കേൾക്കാതിരിക്കണവരെ എങ്ങനെയുള്ളവരാ? മുത്തശ്ശിമാരായിരിക്കുക. അവരോടാണ് എന്ത് പറയുന്നത്? കല്യാണം കഴിഞ്ഞ് എങ്ങനെ കഴിയണം എന്നുള്ളത് പറയണത്. അപ്പം കുഴപ്പമില്ല, മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലാതെ അപ്പം എന്താ ചെയ്യുക? ദാമ്പത്യം എങ്ങനെ അനുഷ്ഠിക്കണം എന്നാണ് ഇപ്പം ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ കേൾക്കേണ്ടത്, കുട്ടികളാ കേൾക്കേണ്ടതെന്ന് പറയാൻ കാരണം. നല്ല സന്തതികൾ എങ്ങനെ ഉണ്ടാവും അതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഭഗവാനെ പോലുള്ള മക്കളുണ്ടാവണമെങ്കിൽ, സജ്ജനങ്ങൾ ഉണ്ടാവണമെങ്കിൽ, ലോകത്തിന് ഉപകാരം കൊടുക്കുന്ന മക്കളുണ്ടാവണമെങ്കിൽ എങ്ങനെ വേണം, അതിന് ചെയ്യേണ്ട ചില ചിട്ടകളുണ്ട്. അതാണ് ഇപ്പം വർണ്ണിച്ചത്. എന്തായാലും അങ്ങനെ മക്കളൊക്കെ ഉണ്ടായി. മകൻ കപിലൻ ഉണ്ടായി. ആ കപിലിന് ഒരു 6-7 വയസ്സായി. കർദമ പ്രജാപതി കപിലനെ ചെന്ന് കണ്ട് തൊഴുത് നമസ്കരിച്ചു. ഈശ്വരനായിട്ട് കണ്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും കാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ നിൻ്റെ അമ്മയോട് അന്ന് തന്നെ പറഞ്ഞിരുന്നു, എന്ത് വിവാഹം കഴിഞ്ഞ് ഉണ്ണിയായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എല്ലാം ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യം ഈശ്വരൻ അറിയാലോ, സന്യാസമാണ് എൻ്റെ ലക്ഷ്യം, ഞാൻ അതുകൊണ്ട് സന്യസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അച്ഛാ നന്നായി, ആയിക്കോട്ടെ, എവിടെ ഇരുന്നാലും എന്താ മനസ്സെന്നിട്ട് വെക്കല്ലേ വേണ്ടു. അച്ഛനിപ്പം കാട്ടിൽ പോയാലാണ് സമാധാനമെങ്കിൽ കാട്ടിൽ പോവുക, ഇനി ഇവിടെ ഇരുന്നാലും സമാധാനം വെച്ചാൽ ഇവിടെ ഇരിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. എന്താണ് സമാധാനമായിട്ടിരിക്കുക മുഖ്യം. അത് അമ്പലത്തിലിരുന്നാൽ കിട്ടുമെങ്കിൽ ഇവിടെ ഇരിക്കുക, വീട്ടിൽ പോയാലും സമാധാനം വെച്ചാൽ വീട്ടിൽ പോവുക, ഭാഗവതം വായിച്ചാലാ കിട്ടച്ചാൽ വായിക്കുക, ഇത് മടക്കി വെച്ചാലാ കിട്ടച്ചാൽ മടക്കി വയ്ക്കുക. എന്തേ വേണ്ടു? സമാധാനമായിട്ടിരുന്നാൽ മതി, അത്രയേ വേണ്ടു. അതിലൊന്നും ഒരു തർക്കമില്ല. ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഭഗവാനെ വിട്ടിട്ടാണ് ആര് പോണത്? കർദമ പ്രജാപതി. നമ്മൾ വിചാരിക്കും ഇയാളൊരു വിഡ്ഢിയാണല്ലോ, ഭഗവാൻ വീട്ടിൽ വന്നപ്പോൾ വീട് വിട്ട് കാട്ടിൽ പോണു ഇയാൾ. അങ്ങനെ വിഡ്ഢിയായിട്ട് കണക്കാക്കണ്ട. ഭഗവാനാണെങ്കിലും വീട്ടിലേക്ക് വന്നാൽ നമ്മൾ വേണ്ടത്ര ആദരിക്കില്ല. ആദരിക്കുമോ? വീട്ടിലേക്ക് ഭഗവാൻ വന്നാൽ നമ്മൾ TV ഓഫാക്കുമോ? പിന്നെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ വന്നു വെച്ചാൽ ദേഷ്യം വരും. അവിടെ ഒരു ഭഗവാൻ അത്ര വരാൻ കണ്ട സമയം അവിടെ ഇരുന്നോളൂ, ഇത് കഴിഞ്ഞിട്ട് നോക്കാം എന്നേ പറയുള്ളൂ. വീടിൻ്റെതായിട്ടുള്ള കുഴപ്പമുണ്ട്. ഭാഗവതം വീട്ടിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ ഇരുന്ന് വായിക്കുമോ, ഇതുപോലെ തുറന്നു വയ്ക്കുമോ, ഇത്രയ്ക്ക് ശ്രദ്ധ ഉണ്ടാവുമോ? അത് കഷ്ടിയാണ്. ഇനിയിപ്പോൾ നമുക്കുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴേക്കും വിരുന്നുകാർ വരും, വെല്ലടിക്കും, പിന്നെ ഇരിക്കും, പിന്നെ ആവശ്യമില്ലാത്ത കുറേ വർത്തമാനം പറയും, പിന്നെ മുഷിപ്പിക്കേണ്ട എല്ലാ കരുതി നമ്മളും പറയും. അങ്ങനെ ആ സമയം അങ്ങോട്ട് പോകും. നേരെ മറിച്ച് അമ്പലത്തിൽ വന്നാലോ എല്ലാവരും ആ മനസ്സോടു കൂടി വരികയാണ്. ഇവിടെ ഈശ്വര കാര്യത്തിന് മാത്രം വരികയാണ്. അതുകൊണ്ട് ആരും മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞ അർത്ഥം. വീടിൻ്റെതായിട്ടുള്ള ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് നീ ഇപ്പം വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് നിന്നെ സേവിക്കാനുള്ള മനോഭാവം വീട്ടിലിരിക്കുമ്പോൾ കിട്ടില്ല. ഒരു സാധകനെ സംബന്ധിച്ച് സ്ഥലമൊക്കെ വളരെ പ്രധാനമാണ്. സിദ്ധനെ സംബന്ധിച്ച് കുഴപ്പമില്ല കേട്ടോ. സാധകനെ സംബന്ധിച്ച്, തുടക്കക്കാരെ സംബന്ധിച്ച് സ്ഥലം വ്യത്യാസം, അതൊക്കെ വിഷയമുണ്ട്. ബഹളായാ വയ്യ, സ്ഥലം നന്നാവണം, ധ്യാനിക്കാൻ വേണ്ടി അതൊക്കെ ആദ്യം നല്ല സ്ഥലമൊക്കെ വേണ്ടി വരും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ എവിടെ ഇരുന്നിട്ടും പറ്റും. ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ടും ധ്യാനിക്കുക, കൊതുകടിച്ചുകൊണ്ടും ധ്യാനിക്കുക. ആദ്യം അത് പറ്റില്ല. ഇരിക്കാൻ വിരി വേണം, ഫാന് വേണം, അത് വേണം, ഇത് വേണം, ലേശം തണുപ്പ് വേണം. അങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ അതിനിടയ്ക്ക് കുക്കറിൻ്റെ വിസിൽ കേട്ടാൽ ദേഷ്യം വരും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ആദ്യം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നൊരു വിഷയമല്ലേണ്ടിയാവും. പക്ഷെ ആദ്യതൊക്കെ വിഷയമുണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. ഭഗവാൻ പറഞ്ഞ പോയിക്കോളച്ചാ, മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ അമ്മയുടെ കാര്യം അടച്ച് വിഷമിക്കും വേണ്ട. ചിലപ്പോൾ അതാവും അച്ഛന് വലിയ വിഷമം. എന്ത്, എൻ്റെ സഹധർമ്മിണി പത്നി, അവൾക്കൊരു അത്രയ്ക്ക് അങ്ങോട്ട് ഈ കാര്യം ബോധ്യമായില്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അവൾ ജീവൻ മുക്തയായിട്ടില്ലല്ലോ, എനിക്ക് ഈ വിഷയങ്ങളോടുള്ള അത്ര ശ്രദ്ധ എൻ്റെ പത്നിക്ക് ഉണ്ടായില്ലല്ലോ എന്നൊരു വിഷമം ചിലർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ ഭാഗത്തൊക്കെ കേൾക്കുന്നവർക്കും ഉണ്ടാവാറുണ്ട്. ചില അമ്മമാരൊക്കെ നമ്മളോട് പറയാറുണ്ട്, ഇത്രയൊന്നും ശ്രദ്ധ മൂപ്പർക്കില്ലല്ലോ ഒക്കെ പറയാറുണ്ട്. പുള്ളിക്കാരന് അത്ര ശ്രദ്ധ ഇല്ല എന്നല്ല, അത്രയ്ക്കൊരു ഇതില്ല ആണ്. ആയിക്കോട്ടെ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. ഈ ആധ്യാത്മിക വിദ്യയോട് അത്രയ്ക്ക് താല്പര്യം അവൾക്കില്ലല്ലോ, അത് ആയാൽ മാത്രമേ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്ത കാട്ടിലിരുന്നിട്ട് വേണ്ട, അച്ഛനത് വിട്ടേക്കും, അമ്മയ്ക്ക് ഞാൻ കൊടുത്തോളൂ. മാത്ര ആധ്യാത്മികം വിദ്യാം, അമ്മയ്ക്ക് സമയമാകുമ്പം ആധ്യാത്മിക വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അച്ഛൻ കാട്ടിൽ പോയിട്ട് ആ കാര്യം ചിന്തിക്കേണ്ട. അത് ചിന്തിച്ചാൽ അച്ഛൻ എന്നെ കിട്ടാൻ വൈകും. അതുകൊണ്ട് എന്നെ മാത്രം ചിന്തിച്ചാൽ മതി, അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഞാൻ പടം വിട്ട് പോവുള്ളൂ, പോരെ.
അമ്മയ്ക്ക് ഇപ്പം ഞാൻ ഉപദേശിക്കില്ല, കാരണം അമ്മയ്ക്ക് ഇപ്പം വേണമെന്നില്ല. എന്താണ് വേണമെന്നുള്ളവർക്കല്ലേ ഉപദേശം കൊടുക്കണ്ടു. വേണം തോന്നണം. വേണമെന്നില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പണ്ടൊരു സന്യാസി കയ്യിൽ ഭാഗവതം ഗീതയൊക്കെ ഉണ്ടേ. അപ്പം അദ്ദേഹം അതായിട്ട് അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ചെറുപ്പക്കാർ കുറേ പേര് ഓടി വന്നു അടുത്തേക്ക്. അപ്പം അദ്ദേഹം വിചാരിച്ചു ഭാഗവതം കണ്ടിട്ട് വന്നാവും, ഗീത ചോദിക്കാൻ വേണ്ടി വന്നാവും, സംശയങ്ങളെ പ്രഭാഷണത്തിലെ വിഷയങ്ങളൊക്കെ സംശയമായിട്ട് വന്നാവും എന്ന് വിചാരിച്ചു. അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, ഈ ജുബ്ബ എവിടുന്നാണ് വാങ്ങിയതെന്ന് ചോദിച്ചു. എന്താണ് അത് കണ്ടു വന്നതാ? അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ശരിയാണ്, അവർ ജുബ്ബ ചോദിച്ചാൽ ഞാനത് പറഞ്ഞാൽ മതിയല്ലോ, പോരെ പോരെ. അവർക്ക് ജുബ്ബ വാങ്ങിയത് എവിടുന്നെന്ന് അറിയണം വെച്ചാൽ അത് പറയാം. ഭാഗവത്തെ പറ്റി ചോദിച്ചു വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ചോദിക്കാണ്ട പറയണോ? അത് വേണ്ട. ചോദിക്കാണ്ട പറഞ്ഞാൽ വില ഉണ്ടാവില്ല. ചോദിച്ചു വെച്ചാൽ തന്നെ വില ഉണ്ടായിക്കോണമെന്നില്ല കേട്ടോ. ചോദിച്ചാൽ എങ്ങനെ ചോദിച്ചോളൂ നോക്കണം. അറിയാൻ വേണ്ടി ചോദിച്ചതാണോ, അറിയിക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്നൊക്കെ നോക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണ്ടൂ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവൂ. ഇപ്പം അമ്മയ്ക്ക് ഒട്ടും ഈ വക വിഷയങ്ങൾ വേണമെന്നില്ല. അമ്മ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുക, എത്രയോ സീരിയലുണ്ട്, അതൊന്നും ഇപ്പോഴും അമ്മയ്ക്ക് മതിയായിട്ടില്ല. ഇപ്പോഴും അമ്മ അങ്ങനെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും ഓരോ പലഹാരം. ഇപ്പോഴും അമ്മയ്ക്ക് അതൊന്നും മതിയായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, അമ്മയ്ക്ക് അതൊക്കെ അങ്ങോട്ട് മാറ്റിക്കട്ടെ. ഇതുകൊണ്ടൊന്നും സമാധാനമാവില്ല എന്ന് തിരിച്ചറിയട്ടെ. അപ്പം ഞാൻ എന്ത് ചെയ്യാം? തത്വം ഉപദേശിച്ചോളാം, അത് വരിഞ്ഞ് ഇവിടെ ഇരിക്കാം എന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ ആദ്യമൊന്നും ഉപദേശിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പം ഇവൾ ശ്രദ്ധിച്ചു. ആരെ ശ്രദ്ധിച്ചു? ദേവഭൂതി ഈ മകനെ ശ്രദ്ധിച്ചു. നിർവിണ്ണാനിതരാം ഭൂമൻ അസതിന്ദ്രിയതർഷണാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. വലിയ കൊട്ടാരം. അവൾ ചിന്തിക്കുകയാണ്, വലിയ കൊട്ടാരമാണെന്ന് എനിക്ക്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, താനാണെങ്കിൽ അതിസുന്ദരി, നല്ല ആരോഗ്യം എല്ലാം ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, തൃപ്തിയില്ല, സന്തോഷമില്ല. തൻ്റെ ഭർത്താവിന് നല്ല സന്തോഷം, നല്ല ശാന്തി ഒക്കെ ഉണ്ടായിരുന്നു. തനിക്കെന്താ അത് കിട്ടാത്തത്? പറയുമ്പം ഇത്രയധികം ഭോഗം അനുഭവിച്ച ഒരാൾ വേറെ ലോകത്തുണ്ടാവില്ല. എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചു, എത്ര സ്ഥലങ്ങൾ കണ്ടു, ഇനി വല്ലതും കാണാനും കേൾക്കാനും ബാക്കിയുണ്ടോ? ഒന്നുമില്ല. അത്രയൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും തൃപ്തി വന്നിട്ടില്ല. നമ്മളെ കഥ നോക്കൂ, എന്തൊക്കെ നമ്മൾ കണ്ടു, എന്തൊക്കെ നമ്മൾ അനുഭവിച്ചു, നമുക്ക് തൃപ്തി വന്നു? എത്ര കാപ്പി നമ്മൾ കുടിച്ചു, എത്ര ചായ നമ്മൾ കുടിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ എത്ര വയസ്സായി നോക്കുക, എന്നിട്ട് ഓരോ ദിവസം എത്ര ചായ വെച്ച് കുടിക്കേണ്ടതെന്ന് കണക്കെടുത്ത് നോക്കൂ. കാൽക്കുലേറ്റർ വേണം. അല്ല, വെറുതെ നോക്കി നോക്കൂ, എത്ര ചായ നമ്മൾ കുടിച്ച ചായ മതി പാലക്കാട് മുങ്ങാൻ, വെള്ളപ്പൊക്കം ഉണ്ടാവാൻ. നമ്മൾ കുടിച്ച ചായ മതി. എന്നിട്ടിപ്പോൾ ചായ മതിയായോ? ഇപ്പോൾ ഒരു ചായ കിട്ടിയാൽ, അല്ലേ, ഇപ്പോൾ ഒന്ന് കിട്ടിയാൽ 10:30 ഒരു ചായ കിട്ടിയാൽ മതിയാവലായിട്ടില്ല. പിന്നെ വിവരമുള്ളവൻ എന്ത് ചെയ്യും വെച്ചാൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിർത്തും. മതി, ഇത്ര കാലം ഇത് മതി, ഇനി സീരിയലൊക്കെ കാണും, നിർത്തും. ഇത് കഴിയലായിട്ടൊന്നും ഉണ്ടാവില്ല. അവർക്ക് തന്നെ നിശ്ചയം ഇതിൻ്റെ കഥ എന്താണ്, തട്ടിക്കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. നമ്മൾ പൊട്ടന്മാരെ കാണാനുള്ളത് കൊണ്ട് അവർ ഇങ്ങനെ വലിച്ച് നീട്ടി അതും ഇതും ചെയ്ത് ഇത് കാണാൻ കുറേ കുട്ടികൾ. അതിനൊരു അവസാനമില്ല. നമ്മൾ തീർന്നാൽ ഇത് തീരില്ല. നമ്മളങ്ങോട്ട് പോകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോഴും അവിടെ ആ പെണ്ണ് പ്രസവിച്ചില്ല, അവിടെ അങ്ങനെ തന്നെ നിൽക്കുക. 32 കൊല്ലമായി അങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കഥ. ഇത് മതിയാവലായിട്ടൊന്നുമില്ല. കണ്ടു മതിയായോ, കേട്ട് മതിയായോ? എന്ത് മതിയാവുക? സ്ഥലങ്ങൾ കണ്ടു മതിയായോ? മതിയാവലല്ല. പിന്നെ നമ്മളെ പ്രായം ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കുക, പ്രായം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഏറെക്കുറെ അത്രയ്ക്ക് ആയില്ലേ പ്രായം? എപ്പോൾ തുടങ്ങിയതാ അപ്പോൾ ഈ വക വിഷയങ്ങളോടുള്ള ഭ്രമം? എന്നിട്ട് ഇപ്പോഴും ഇതൊന്നും അങ്ങനെ അങ്ങോട്ട് മതിയായിട്ടൊന്നുമില്ല എന്ന് കരുതി എന്ത് ചെയ്യണം? കുറയ്ക്കുക, കുറച്ച് നിർത്തുക. ഇനി ഭഗവാനിലേക്ക് ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കാം ശ്രദ്ധിക്കുമ്പോഴേ, അത്ര സന്തോഷത്തോടു കൂടി ഒന്നും ആവില്ല ആദ്യം ശ്രദ്ധിക്കുക. എന്നാലത് വേണ്ടതാ, അതില്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് ഇനി അമ്പലത്തിലേക്ക് തന്നെ വരണം, അധികം നേരം അവിടെ തന്നെ ചിലവഴിക്കുക, ഈ വക ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം, ഭാഗവതം ശ്രദ്ധിക്കണം എന്നൊക്കെ സ്വയം അങ്ങോട്ട് തീരുമാനം എടുക്കണം. അതല്ലാതെ ഇങ്ങനെ ഭാഗവതം നമ്മുടെ കയ്യിലേക്ക് പറന്നു വരുന്നു വിചാരിച്ചാൽ ഐക്യലനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ഈ ചിന്ത വേണം. അപ്പോൾ പറന്നു വരും ചിലപ്പോൾ. വേണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതാ വേണ്ടത്. ഇവൾക്കിപ്പോൾ ആ ചിന്ത ഉണ്ടായി. ആർക്ക്? ദേവഭൂതിക്ക്. നിർവിണ്ണ നിതരാം ഭൂമൻ അസതിന്ദ്രിയദർശനാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഈ കണ്ണും മൂക്കും നാക്കും ചെവിൻ തൊക്കും എന്നെ കൊണ്ടുപോയത് കൂരിരുട്ടിലേക്കാണല്ലോ. വിഷയങ്ങളുടെ പിന്നാലെ ഞാൻ പോയി ഇപ്പം ആകെ ഒരു നിരാശ. ഭോഗം അനുഭവിക്കുമ്പോൾ അങ്ങനെയാണ്. അനുഭവിക്കുമ്പോൾ സുഖമാണെങ്കിലും കഴിഞ്ഞാൽ ഒരു പ്രയാസം നമുക്ക് തോന്നും. ആ സമയം വെറുതെ ഇങ്ങോട്ട് കളഞ്ഞല്ലോ, ഒരു നിരാശ അനുഭവപ്പെടും. നേരെ മറിച്ച് ഭാഗവതം അങ്ങനെയല്ല. 7 ദിവസം കേട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഒരു തൃപ്തി, വേണ്ടതുപോലെ അനുഭവിച്ചുവല്ലോ, ഈ സമയം വേണ്ടതുപോലെ ചിലവാക്കിയല്ലോ. അതാണ് വ്യത്യാസം. ഇവൾക്ക് എന്താ വെച്ചാൽ വലിയ നിരാശ. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും നിരാശയാണ് ഫലമെങ്കിൽ
കണ്ടൂയനേന കരയോരിവ ദുഃഖം. തുച്ഛങ്ങളായ ഭോഗങ്ങൾ അതുപോലെയാണ്. അനുഭവിക്കുമ്പോൾ രസമാണ്, ചൊറിയണത് പോലെയാണ്. ചൊറിയുമ്പോൾ ഒക്കെ സുഖമാണ്. അത് ദുഃഖം ആണെന്ന് അറിയാൻ കുളിക്കുമ്പോഴാണ് എരിയും. അപ്പോഴാണ് അറിയാം, ആ ഉച്ചയ്ക്ക് ചൊറിയണ്ടില്ലായിരുന്നു, വെറുതെ ചൊറിഞ്ഞു, ഇത്രയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അന്ന് തോന്നിയില്ല. ചൊറിയുമ്പോൾ നല്ല രസമായിരുന്നു. കുളിക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായി മാറുന്നത് പോലെയാണ് ഇവിടെ പരദൂഷണം പറയുമ്പോഴുള്ള സുഖം, ടി വി കാണുമ്പോഴുള്ള സുഖം, കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴുള്ള സുഖം. പക്ഷെ ഭാഗവതം കേൾക്കുമ്പോഴുള്ള സുഖം അങ്ങനെയല്ല. ആണ് വ്യത്യാസം. മറ്റ് സുഖങ്ങളൊക്കെ അങ്ങനെയാണ്, ആധ്യാത്മിക ആനന്ദം അങ്ങനെയല്ല. അതുകൊണ്ട് ഇവിടെ ചിന്തിച്ചു മനസ്സിലാക്കി, ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ പിന്നാലെ പോയാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും, ഉറപ്പാണ്. തൻ്റെ മകൻ ഈ വക വിഷയങ്ങളിലൊന്നും ശ്രദ്ധ ഇല്ലാണ്ട് വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ മകൻ്റെ അടുത്ത് പോയി നമസ്കരിച്ചാലോ? താൻ അമ്മയല്ലേ, അമ്മയാണെങ്കിൽ എന്താ നമസ്കരിച്ചൂടെ? അറിവ് മകനാണുള്ളതെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം, അതിൽ സംശയമില്ല എന്ന് പറഞ്ഞ് ഇവൾ ഓടിച്ചെന്ന് ആ ദേവഭൂതി കപില വാസുദേവനെ തൊഴുതം കൊണ്ട് നമസ്കരിച്ചു. ആ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കാപിലേയം, കപിലോപദേശം. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായ മേ അത്യന്തോ പരതര്യത്ര ദുഃഖസ്യ ച സുഖസ്യ ച യോഗ. സ്വതവേ അമ്മ മക്കൾക്ക് ഉപദേശം കൊടുക്കുക പതിവ്. ഇത് തിരിച്ചാ, മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ പറയണത്? യോഗ ആധ്യാത്മിക പുംസാം. യോഗ എന്നാണ് ആരംഭിക്കുന്നത്, ഉപദേശം ആരംഭിക്കുകയാണ്. യോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പതഞ്ജലി പറയുക, യോഗസൂത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം പറയും യോഗം എന്ന് പറഞ്ഞാൽ താല്പര്യം എന്താ വെച്ചാൽ ചിത്തവൃത്തികളെ അടക്കുക, ചിന്തകളെ അടക്കണതിനെയാണ് എന്താ പറയുക, യോഗം എന്ന് പറയുന്നത്. ദുഃഖവും വേണ്ട, സുഖവും വേണ്ട. എന്താണ്? പക്ഷെ നമുക്ക് ദുഃഖം വേണ്ടാന്നേ ഉള്ളൂ, സുഖം വേണ്ടാന്നില്ല. അവിടെ കുഴപ്പം. ഈ സുഖം വേണമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ദുഃഖം ഉണ്ടാവുന്നത്. അതുകൊണ്ട് വിവേകിയായിട്ടുള്ളൊരു മനുഷ്യൻ എന്താഗ്രഹിക്കണം? സുഖവും വേണ്ട, ദുഃഖവും വേണ്ട. സുഖവും നമ്മൾ ഒഴിവാക്കണം, ആവശ്യമില്ല. എനിക്കിപ്പോൾ ഉള്ളത് മാന്യമായിട്ട് അങ്ങനെ ഇരുന്നാൽ മതി, സമാധാനമായിട്ട് ഇരുന്നാൽ മതി. ദുഃഖവും വേണ്ട, സുഖവും വേണ്ട. മനസ്സിനെ ഇങ്ങനെ സമമാക്കി നിർത്തുക, അതാണ് ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ സുഖം ആഗ്രഹിച്ചാൽ ദുഃഖം ഉണ്ടാവും. കാരണം ദുഃഖത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുള്ളൂ? സുഖമുള്ളൂ. സുഖം ആയിട്ടൊരു സാധനമില്ലല്ലോ. ഉണ്ടോ സുഖമായിട്ടൊരു? എന്നാൽ സുഖം എന്ന് പറഞ്ഞാൽ എന്താ പറയൂ? അങ്ങനെ പറയാൻ പറ്റില്ല. ദുഃഖത്തിൻ്റെ പശ്ചാത്തലത്തിലേ സുഖമുള്ളൂ. ഇന്നലെ നമ്മൾ ദുഃഖം അനുഭവിച്ചതുകൊണ്ടാണ് പിറ്റേ ദിവസം അത് ഇല്ലാണ്ടാകുമ്പോൾ സുഖം എന്ന് തോന്നുന്നത്. ആദ്യം അനുഭവിക്കച്ച് തോന്നും. ഇപ്പം നമ്മൾ പറയുന്നത് കുട്ടിക്കാലത്ത് എന്ത് സുഖമായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. അതിന്ന് പറയുക. ഇവർ കുട്ടിയാകുമ്പോൾ എന്താ പറയണത്? അല്ല, ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചോക്കെ എന്താ അഭിപ്രായം? ഒന്നും പറയണ്ട, ട്യൂഷൻ വേറെ, മറ്റത് വേറെ, സ്കൂളിൽ വേറെ, എന്തെല്ലാം കഥ. പ്രായമായാൽ മതിയായിരുന്നു. എന്ത് സുഖം, അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് സുഖം. ഒന്നും ആലോചിക്കേണ്ട, ഹോംവർക്ക് ചെയ്യണ്ട, ചീത്ത കേൾക്കണ്ട, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ദുഃഖം അനുഭവിക്കുമ്പോഴേ സുഖം അറിയണുള്ളൂ. ഇല്ലെങ്കിൽ സുഖം അറിയില്ല. ആദ്യം ബസ് കയറി സീറ്റ് കിട്ടിയ സുഖം അറിയോ? ഒന്നുമില്ല. പിന്നെ ആദ്യം ബസ് കയറി സീറ്റ് കിട്ടാണ്ടിരിക്കണം, അവിടെ നിന്ന് തൂങ്ങി ആകെ വേർത്ത കുളിച്ച് അവസാനം ഒരു സീറ്റ് കിട്ടുമ്പോൾ ഇത് ആദ്യം കിട്ടിയവരില്ല. ആ ദുഃഖം അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരുന്നപ്പോൾ സുഖം തോന്നിയത്. അല്ലാണ്ട് വാസ്തവത്തിൽ സുഖം ദുഃഖം അങ്ങനെ ഉണ്ടോ? കുറച്ച് നേരം ഇരുന്നപ്പോൾ എന്ത് തോന്നി? ഇപ്പം നിന്നാ ഒരു സുഖം ഉണ്ടാവും തോന്നണല്ലേ? ഒന്നും നീറ്റല്ല, അങ്ങനെ നിന്നു. സുഖം ഉണ്ടോ? 5 മണിക്കൂർ നിന്നു. അയ്യോ അന്നൊന്ന് ഇരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കിടന്നാൽ സുഖമാവും തോന്നണല്ലേ? കിടന്നാൽ സുഖമുണ്ടോ? 18 കൊല്ലമായിട്ട് കിടപ്പില്ല. അയ്യോ അങ്ങനെ ആയിസ വയ്യ എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ സുഖം തോന്നും, ഇരുന്നാൽ കിടന്നാൽ സുഖം തോന്നും, കിടന്നാൽ എണീറ്റാൽ സുഖം തോന്നും. ഇങ്ങനെ എന്ത് സുഖം, എന്ത് ദുഃഖം. കിടക്കലിന് സുഖമുണ്ടോ, ഇരിക്കലിന് സുഖമുണ്ടോ, നിൽക്കലിന് സുഖമുണ്ടോ? അങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവണേ. അങ്ങനെയല്ല. ചിലത് കഴിക്കുമ്പോൾ സുഖം ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഉണ്ടോ? എന്നും സുഖം. പായസം കഴിക്കുമ്പോൾ സുഖം, എന്നത് കഴിച്ചാൽ എല്ലാവർക്കും സുഖം ഉണ്ടാവണം. എല്ലാവർക്കും സുഖം ഉണ്ടാവണില്ല. ചിലർ നല്ല അഭിപ്രായം, ചിലർ മോശം അഭിപ്രായം പറയുന്നുണ്ട് ഒരേ വസ്തുവിന് തന്നെ. ചിലർ സാമ്പാർ കഴിച്ചു, നല്ല സാമ്പാർ എന്ന് പറഞ്ഞു. ചിലർ ഇത്ര പൊട്ട സാമ്പാർ ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഒരേ സാമ്പാറാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വസ്തു എല്ലാവർക്കും സുഖം കൊടുക്കണില്ല. ഒരു പാട്ട് കേട്ട് മകൻ ചാടി കളിക്കുക, വലിയ സന്തോഷം. അച്ഛൻ മുറ്റത്തിറങ്ങി നിൽക്കുക, ഇത് കേൾക്കാൻ വയ്യായിട്ട് ചെവി ഊതി നിൽക്കുകയാണ്. എന്തോ ഒരു ശബ്ദം, ഇവനോടത് ഓഫാക്കാനും പറയാൻ വയ്യ, പറഞ്ഞാൽ കേൾക്കൂല. ഒരേ പാട്ടാ. ഒരു പാട്ട് മകന് സന്തോഷവും അച്ഛന് ദുഃഖവും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പാട്ടിലാണോ പ്രശ്നം? ആണോ? ഇവിടെ ഒരു വസ്തുവും സുഖവും ദുഃഖവും കൊടുക്കണില്ല. അത് അവനവൻ്റെ മനോഭാവത്തിനനുസരിച്ചാണമ്മേ. അതുകൊണ്ട് സുഖവും ദുഃഖവും വേണ്ട.
അതിനെയാണ് എന്താ പറയുക? യോഗാഹ. അതാണ് യോഗം. ചിത്തവൃത്തി നിരോധ. മനസ്സ് ഒന്നിലേക്കും പോവാതെ അടങ്ങി അങ്ങനെ നിൽക്കുക. തിരമാലയില്ലാത്ത സമുദ്രം എന്ന് ഭാവന ചെയ്യൂ. അതുപോലെ തിരമാല പറഞ്ഞാൽ സുഖവും ദുഃഖവും ആണ്. അതില്ലാണ്ടിരിക്കുക പറഞ്ഞാൽ ശാന്ത സമുദ്രം. മനസ്സങ്ങനെ നിൽക്കട്ടെ, ഒന്നിനാലും ബാധിക്കപ്പെടാതെ. നല്ല വാർത്ത കേട്ടാലും ചിത്തവാർത്ത കേട്ടാലും ഒന്നും മനസ്സിനെ ബാധിക്കാണ്ടിരിക്കട്ടെ. അത് സാധിക്കുമോ? സാധിക്കണം. അതിനാണ് ഈ വക ശാസ്ത്രങ്ങളൊക്കെ. തമിമം തേ പ്രവക്ഷ്യാമി യമവോചം പുരാനഘേ. അതിനുള്ള വഴി ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, പണ്ട് മുതലേ ഋഷിമാർ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. ചേതഃ ഖല്ലു അസ്യ ബന്ധായ മുക്തയേ ച ആത്മനോമതം. ഈ ചേതസ്സാണ്. ചേതസ് പറഞ്ഞാൽ മനസ്സ്. ചേതഃ, ഈ മനസ്സാണ് നമുക്ക് ബന്ധനത്തിനും മുക്തിക്കും കാരണം. നമ്മളെ ബുദ്ധിമുട്ടിക്കണതും നേരെയാക്കണതും ആരാ? ഒരേ സംഗതിയാണ്. അത് നമ്മൾ നേരാവണ്ണാണ് അതിനെ വ്യവഹരിക്കണതെങ്കിൽ, അതിന് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മുക്തിക്ക് കാരണമാവും. അതിന് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയില്ല വിചാരിക്കുക, അത് തോന്നിയ പോലെ പോയിട്ട് നമ്മളെ വഷളനാക്കും. അതുകൊണ്ട് നമ്മൾ കരുതണം. ചേതാഹ, മനസ്സാണ് അതിന് കാരണം. ഈ മനസ്സിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വേണ്ടതുപോലെ കൊണ്ടു നടന്നാൽ അത് മുക്തിക്ക് കാരണമാവും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതെന്നെ ബന്ധനത്തിനും കാരണമാവും. മതിരിവ ഗുണസക്താ ബന്ധകൃത് തേഷു അസക്താതു അമൃതകൃതുപരുന്ധേ ആണ് കാബിലയത്തിൽ മെൽപ്പത്തൂരും പറയുന്നത്. മതിഹി, ബുദ്ധി അല്ലെങ്കിൽ മനസ്സ്. മനസ്സ് വിഷയങ്ങളോട് ചേർന്നാൽ അത് ബന്ധനത്തിന് കാരണമാവും. അത് ഏത് വിഷയങ്ങളോട് ചേർന്നാലും ബന്ധനത്തിന് കാരണമാണ്. ഭാര്യയിൽ ചേർന്നു, മക്കളിൽ ചേർന്നു, വീടിൽ അല്ലെങ്കിൽ കാശിൽ ഒക്കെ ചേർന്നാൽ അതെന്തായി മാറും? അത് ബന്ധനത്തിന് കാരണമാവും. അവർക്കൊരു നാശം വന്ന് നമ്മൾ ദുഃഖിക്കും, ഇല്ലേ? കാശിൽ മനസ്സ് വെച്ചാൽ കാശ് പോയാൽ ദുഃഖിക്കില്ലേ? ദുഃഖിക്കും. മനസ്സാവിൽ വെച്ച് ദുഃഖിക്കും. മനസ്സ് വയ്ക്കാത്തവനോ കാശ് പോയാലും കുഴപ്പമില്ല. അയാൾക്ക് അവിടെ ഇരിക്കുന്നതും പോയതും അയാൾ അറിഞ്ഞിട്ടില്ല. കാരണം അയാളുടെ മനസ്സ് അവിടെയല്ല, ഭഗവാനിലാണ്. അതുകൊണ്ട് മനസ്സ് വിഷയങ്ങളിൽ വെച്ചാൽ വിഷയത്തിൻ്റെ നഷ്ടത്തിൽ ദുഃഖിക്കേണ്ടി വരും. നേരെ മറിച്ച് അത് ഭഗവാനിൽ വെച്ചാലോ, മതിഹി ഇഹ ഗുണസക്താ ബന്ധകൃത് തേഷു അസക്ത. അവിടുന്ന് എടുത്തിട്ട് ഭഗവാനിലെ വെച്ചത് വെച്ചാൽ അമൃതകൃത്. അതേ മനസ്സിന് അമൃതത്വത്തിന് കാരണമാവും. മനസ്സിൽ ലോകവിഷയങ്ങൾ വെച്ചാൽ ദുഃഖവും, ഈശ്വരനെ വെച്ചാൽ സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് ഈശ്വരനെ വയ്ക്കൂ, ഭക്തി വയ്ക്കൂ, ഈശ്വര കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. അഹം മമാഭിമാനോത്തൈഹി. അഹം മമ, ഇത് രണ്ടുമാണ് മനസ്സിനെ കളങ്കമാക്കുന്നത്. മനസ്സിലുള്ള അഴുക്കാണ് ഈ രണ്ടെണ്ണം. അഹം മമ, ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ. ഇതാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഒന്നാലോചിച്ചാൽ മനസ്സിലാവും. ഇവിടെ നഷ്ടപ്പെടുന്നതൊന്നല്ല നമുക്ക് പ്രശ്നത്തിന് കാരണം. കാശ് നഷ്ടപ്പെട്ടാൽ ദുഃഖാവനുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? എൻ്റെ കാശാണ് നഷ്ടപ്പെട്ടത്, ദുഃഖമുണ്ട് നിങ്ങൾക്ക്? അതില്ല. അതാ പറഞ്ഞത്, കാശ് നഷ്ടപ്പെടുന്ന ദുഃഖമല്ല, അവനവൻ്റെ കാശ് നഷ്ടപ്പെടുന്ന ദുഃഖമുള്ളൂ ആണ് എന്ന് പറഞ്ഞ അർത്ഥം. എൻ്റെ എന്നുള്ളതാണ് പ്രശ്നത്തിന് കാരണം. തൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വരാൻ നേരം വൈകുമ്പോഴേ കുഴപ്പമുള്ളൂ. അടുത്ത വീട്ടിലെ കുട്ടി നാട് വിട്ടു പോയിട്ട് 4 മാസമായി, ഒരു കുഴപ്പം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം മമ ആണ്. എൻ്റെ മമതയാണ് ദുഃഖത്തിന് കാരണം. വീട് കത്തിപ്പോയി, വലിയ ദുഃഖം. അച്ഛൻ അങ്ങനെ പുറത്തു നിന്ന് കരയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മകൻ വന്ന് അടുത്ത് വന്ന് ചെവി പറയുകയാണ്, അച്ഛാ കരയൊന്നും വേണ്ട, നിർത്തിക്കോളൂ, പേടിക്കണ്ട, 2 ദിവസം മുന്നേ ഞാൻ അത് വിറ്റിട്ടുണ്ട് കേട്ടോ, 1.5 കോടി രൂപ ബാങ്കിലുണ്ട്. അതാണ് കേട്ടപ്പോൾ അച്ഛൻ തുടച്ചു കണ്ണീര്. നേരത്തെ പറയണ്ട, വെറുതെ കരഞ്ഞു. അത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാം അങ്ങോട്ട് അറിഞ്ഞപ്പോഴേക്കും പോയില്ലേ. ഭാര്യയ്ക്ക് തലവേദന വന്നു, വിഷമമുണ്ടോ? ഉണ്ടോ? ആരുടെയോ ഭാര്യയ്ക്ക് എന്ത് വിഷമം? അവനവൻ്റെ ഭാര്യയ്ക്ക് വന്ന വിഷമായി അല്ലേ? കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ വന്ന വിഷമമുണ്ടോ? ഉണ്ടോ? എന്ത് വിഷമം? അപ്പം ആ കാര്യം വരുന്നതല്ല വിഷമം, എൻ്റെ എന്നുള്ളതാണ് വിഷമത്തിൻ്റെ കാരണം. അതറിഞ്ഞാൽ പോരെ, അതാണ് ബുദ്ധിമുട്ടിൻ്റെ കാരണം. ഭാര്യയ്ക്ക് തലവേദന വന്നു, വിഷമായി. എൻ്റെ ഭാര്യയ്ക്കായതുകൊണ്ട് ഡൈവേഴ്സ് ചെയ്തു, വന്നപ്പോഴോ സന്തോഷമായി. ഒരേ കാര്യമാണ്. പക്ഷേ എൻ്റെതല്ല നിങ്ങോട്ടായപ്പോഴേക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതെന്നെ വിലയിരുത്തിയാൽ മതി, ഇതെന്നെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. അഹം മമ, ഇതന്നെയാണ് ദുഃഖത്തിന് കാരണം. അഹം മമാഭിമാനോത്തൈഹി. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയും കാമം, ക്രോധം, ലോഭം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. കാമലോഭാദിഭിർമലൈഹി. എന്നിട്ട് മനസ്സങ്ങോട്ട് കളങ്കമാവുകയാണ്, അധപ്പതിക്കുകയാണ്. ഒരു പ്രാവശ്യം വീണാൽ പിന്നെ പറയാനില്ലല്ലോ, മനസ്സ് പിന്നെ താഴ്ന്ന് കണ്ട് പോകും. ഒരു 2 ദിവസം നമ്മൾ സപ്താഹം കേൾക്കാണ്ടിരുന്ന അല്ലെങ്കിൽ ഭാഗവതം വായിക്കാണ്ടിരുന്നാൽ മതി. പിന്നെ നമ്മളെന്താവും? പിന്നെ വായിക്കാൻ തോന്നില്ല, അത് നിർത്തി വല്ല അങ്ങനെ നല്ല പടുക്കുഴി ചെന്നങ്ങോട്ട് ഇറങ്ങി നിൽക്കും. പിന്നെ തോന്നേ ഇല്ല. അത്രയുള്ളൂ. ഈ കാര്യം മാത്രമല്ല, എന്ത് നല്ല കാര്യം അങ്ങനെ തന്നെയാണ്. 2 ദിവസം വ്യായാമം ചെയ്യാണ്ടിരുന്നാൽ മതി, പിന്നെ
കഴിഞ്ഞു. പിന്നെ അത് ചെയ്യുക വലിയ പ്രയാസമാണ്. ഒന്ന് കൈ പൊന്തിക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ട്. എന്നും ചെയ്യുന്ന ആൾക്കത് കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ വിഷയം. അതുകൊണ്ട് എന്നും വേണ്ടതാണ് ഭക്തി. ഭഗവാനിൽ വെക്കണം. അതെങ്ങനെയുള്ള ഭക്തി? മഹദനുഗമലഭ്യാ ഭക്തി ഏവ അത്ര സാധ്യാ കപില തനുരിത്വം ദേവഹൂത്യൈനഗാദി. മഹദനുഗമലഭ്യാ ഭക്തി. എന്തെങ്കിലും ഗോഷ്ഠി കാണിച്ചിട്ട് അതിനെ ഭക്തി എന്ന് പറയരുതേ. മഹദനുഗമലഭ്യാ ഭക്തി, മഹാത്മാക്കളെ സംബന്ധിച്ച ഭക്തി, സജ്ജനങ്ങൾ ആദരിച്ച സംസ്കാരം ആണ് ആ സമ്പ്രദായം. അതാണ് നമ്മളും പിന്തുടരേണ്ടത്. അതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടു ചോദിച്ചാൽ അമ്മേ സജ്ജനങ്ങളുടെ കൂടെ ചേരുക. അപ്പോൾ മനസ്സിലാവും എന്താ ഭക്തി എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കില്ല, എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. താടി നീട്ടലാണ് ഭക്തിയെന്നും, കൂറിടലാണ് ഭക്തിയെന്നും, മാല ചാർത്തലാണ് ഭക്തിയെന്നും, നാം എഴുതി മുണ്ടിങ്ങനെ തോളിടുക അതാണ് ഭക്തിയെന്നും, അങ്ങനെയൊക്കെ ഓരോന്ന് വിചാരിക്കും. അതൊന്നും ഭക്തിയല്ല പറഞ്ഞിട്ടില്ല. അത് ഭക്തിയല്ല പറഞ്ഞിട്ടില്ല. പക്ഷെ ഉള്ളിൽ ഈ ഭാവം ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അതുകൊണ്ട് മഹദനുഗമലഭ്യാ ഭക്തി ഏവ അത്ര സാധ്യ. സജ്ജനങ്ങളുടെ കൂടെ ഇങ്ങനെ കഴിയുമ്പം എന്താണ് ഭക്തി എന്ന് മനസ്സിലാവും. അതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. എങ്ങനെ സജ്ജനങ്ങളെ തിരിച്ചറിയാൻ പറ്റുക? അതാരുടെ കൂടെ കൂടുമ്പോഴാണോ നമ്മുടെ മനസ്സ് ശുദ്ധമാവണത്. അപ്പോൾ മനസ്സിലാക്കാത്തത് ഇയാൾ സജ്ജന. ചിലരുടെ സാന്നിധ്യം കൊണ്ട് ഹൃദയം അങ്ങോട്ട് തെളിയും. മിണ്ടണമെന്നില്ല, അടുത്തേക്ക് ഇരിക്കണം എന്നില്ല, പക്ഷെ അവരുടെ സാന്നിധ്യത്തിൽ മനസ്സ് തെളിയും, അഹന്ത പോവും. അപ്പോൾ മനസ്സിലാക്കാം കുഴപ്പക്കാരനല്ല, ഇയാളുടെ കൂടെ ഇരിക്കാം. ചിലരടുത്ത് അങ്ങോട്ട് എത്തുമ്പോഴേക്കും കാമം, ക്രോധം, ലോഭം, ഈർഷ്യ, അസൂയ, കുരിഷ്ട്, കുശുമ്പൊക്കെ അങ്ങോട്ട് ബുദ്ധി വരും. മനസ്സിലാക്കാത്ത പ്രശ്നമാണ്. ഇയാളുടെ അടുത്തിരുന്നാൽ ബുദ്ധിമുട്ടാവും, മനസ്സ് കലുഷമാവുന്നുണ്ട് എന്നറിഞ്ഞ് മാറി നിൽക്കുക. ഇനി മഹാത്മാക്കൾക്ക്, ഭക്തന്മാർക്കുള്ള ഗുണങ്ങൾ പറയാം. തിദിക്ഷവഹ കാരുണികാഹ തിദിക്ഷ. ഈ ഗുണം അവർക്കുണ്ടാവും. ജീവിതത്തിൽ എന്ത് വന്നാലും അവർ പരാതി പറയില്ല. ശ്രദ്ധിച്ചാൽ മതി. പരാതി പറയുന്നവരാണെന്ന് വെച്ചാൽ അവർ ഭക്തന്മാരല്ല. നമ്മൾ കണ്ട ഭക്തന്മാർക്കൊക്കെ എന്നും പരാതിയാണ്. പരാതി പറയില്ല. തിദിക്ഷവഹ. എന്ത് വന്നാലും ഭഗവാന്റെ കാരുണ്യം, അത്രയേ ഉള്ളൂ. നല്ലത് വന്നാലും മോശം വന്നാലും ഒന്നും അവരെന്ത് പറയില്ല. ഒക്കെ ഭഗവാന്റെ ഓരോ ഈശ്വരൻ തരുന്നതല്ലേ, അത്രേ അവർക്കുള്ളൂ. അതിൽ പരാതിയില്ല. എന്നാൽ അവർക്ക് ചിന്താവിലാപരഹിത. അവർ ഭഗവാനെ മറക്കോ അതുമില്ല. എനിക്കിങ്ങനെ വന്നു, ഞാൻ ഈ ഭഗവാൻ ഉപാസിക്കില്ല, അങ്ങനെയൊന്നും പറയില്ല. അവർക്ക് ജീവിതത്തിൽ ദുഃഖം വന്നാലും സുഖം വന്നാലും ഒന്നും അവർക്കതൊന്നും ഒരു വിഷയമല്ല. അവർ ഭഗവാൻ ഉപാസിച്ചും കൊണ്ടേയിരിക്കും. കാരുണികാഹ. അവർക്ക് കാരുണ്യം മാത്രമേ ഉള്ളൂ. സഹജീവികളോടൊക്കെ നല്ല സ്നേഹമാണ്. എല്ലാവരിലും ഈശ്വരനെ കാണും അവർ. മനസ്സുകൊണ്ട് എല്ലാവരെയും നമസ്കരിക്കും. മനസാ ഏതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാനിതി. മനസ്സുകൊണ്ട് അവർ നമസ്കരിക്കും. അല്ല, അതേ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാവരിലും ഈശ്വരനെ കാണുന്നവർക്ക് മനസ്സുകൊണ്ടല്ലേ നമസ്കരിക്കാൻ പറ്റുള്ളൂ. ചിലരിൽ മാത്രം ഈശ്വരനെ കാണുന്നവർക്ക് ശരീരം കൊണ്ട് നമസ്കരിക്കാം. നിങ്ങളെല്ലാവരിലും ഞാൻ ഈശ്വരനെ കാണുന്നുണ്ട്, എനിക്ക് പിന്നെ ശരീരം കൊണ്ട് നമസ്കരിക്കാൻ പറ്റുമോ? ആ പ്രായോഗികമാണോ? ഇവിടെ കാണുന്ന സകല ജീവജാലങ്ങളിലും ഈശ്വരനെ കണ്ടാൽ പിന്നെ എങ്ങനെയാണ് ശരീരം കൊണ്ട് നമസ്കരിക്കുക? അതുകൊണ്ട് മനസ്സുകൊണ്ട് നമസ്കരിക്കാനേ പറ്റുള്ളൂ. അതേ വേണ്ടൂ. ഈ മനസ്സുകൊണ്ട് നമസ്കരിക്കലാണ് മുഖ്യം. മനസ്സിൽ നമസ്കരിക്കാണ്ട് ശരീരം കൊണ്ട് ഗോഷ്ഠി കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഉള്ളിൽ വേണ്ട ഭാവം പുറമേക്ക് ആളെ കാണിക്കാൻ നമസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അത് വ്യായാമം, കുംഭ കുറയും, അത് ശരിയാണ്, അത്രേ പറ്റുള്ളൂ. അതല്ലാതെ അതുകൊണ്ട് ഗുണമൊന്നും വിചാരിക്കണ്ട. മനസ്സിലല്ലേ ഉണ്ടാവേണ്ടത്. മനസാ ഏതാനി ഭൂതാനി. അവരങ്ങനെയാണ് അമ്മേ. അവർ മനസ്സുകൊണ്ട് എല്ലാവരെയും നമസ്കരിക്കും. അജാത ശത്രവഹ. അവർ ശത്രുക്കളായിട്ട് ആരെയും കാണാറില്ല. അവർക്ക് ആരോടും ദേഷ്യമില്ല. അങ്ങനെ ഒരു സ്വഭാവം. ആരും അവർ ശത്രുക്കളായിട്ട് കാണുന്നില്ല. അവർക്ക് ശത്രുക്കൾ ഉണ്ടാവില്ലേ? അവർ ശത്രുക്കളായിട്ട് ആരെയും കാണുന്നില്ല, അത്രയേ ഉള്ളൂ. അവർ ശത്രുക്കളായിട്ട് പലരും കാണുന്നത് ഇപ്പോൾ അവരെ കുറ്റാണോ? ആണോ? അത് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്നോട് ശത്രുത ഉണ്ട്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിങ്ങളോടില്ല, അത്രേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ പ്രഭാഷണം ചെയ്യുമ്പോൾ ചിലർക്ക് ശത്രുത തോന്നിയെന്ന് വരാം. ചില ആശയങ്ങളോടുള്ള തീർപ്പ് കൊണ്ടും ആ പറയണ ഭാഗവത്തുള്ളതാണ് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊക്കെ ചിലപ്പോൾ ചിലർക്ക് നമ്മളെ ഒരു ഇഷ്ടമായിക്കോളുന്നില്ല എന്ന് കരുതി നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് പറയാണ്ടിരിക്കാൻ പറ്റുമോ? എത്ര കണ്ട് നമ്മൾ നല്ലത് ചെയ്താലും ചിലരുടെ ഡയറിയിൽ നമ്മൾ വില്ലനായിരിക്കും. അതിലിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമുക്കെന്തില്ല, നമുക്ക് ആരോട് ശത്രുതയില്ല, ഇങ്ങനെ വയ്ക്കാവൂ. ഈ ഭാവമാണ് ഭക്തന്മാർക്ക്. അജാത ശത്രവഹ. അവർക്ക് ആരോട് ശത്രുതയില്ല. ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവർക്ക് പോലും പറ്റീച്ച ഉപകാരം ചെയ്യും. അവർക്കൊരാപത്ത് വന്നാൽ ഉപകാരം ചെയ്യാൻ ഒരു മടിയില്ല. ശാന്താഹ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശാന്തി എപ്പോഴും ഉണ്ടാവും. സാധവഹ സാധുഭൂഷണാഹ. ഇതാണ് അവരുടെ ഗുണങ്ങളമ്മേ. അവരെന്നെപ്പറ്റി മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും നാമം ജപിക്കാന്നല്ല.
ധാർമ്മികമായ കാര്യങ്ങളെ പറയുള്ളൂ. ലോക നന്മ മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. സതാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത് കർണരസായനാഹ കഥാഹ. അവരോരോ ചലനവും ലോകത്തിന് ഉപകാരമായിരിക്കും. അവരെൻ്റെ കഥകളാണ് പറയുക. ചിലപ്പം പറഞ്ഞു തുടങ്ങുമ്പോൾ ലോക വിഷയങ്ങളൊക്കെ ആയി വന്നേക്കാം. പക്ഷെ തിരിഞ്ഞു പറഞ്ഞ അവിടെ എത്തും. അധികമൊന്നും വൈകാതെ തന്നെ അവർ ഈശ്വര വിഷയങ്ങളിലെത്തും. അത് മാത്രമേ അവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളൂ. നമ്മൾ തിരിച്ചാ തുടങ്ങാൻ ഈശ്വര വിഷയമായിരിക്കും. എന്നിട്ട് പോയി എല്ലാ ദിക്കിലും രാഷ്ട്രീയവും സിനിമയും അതും ഇതും ഒക്കെ പറഞ്ഞ് ഗുരുവായൂരപ്പനെ മറന്നു. എൻ്റെ കഥകൾ കേട്ടാൽ എന്താ ലാഭം? ഹൃത് കർണ രസായനാഹ കഥാഹ. എൻ്റെ കഥകൾ കേട്ടാൽ ഹൃദയം പുഷ്ടിപ്പെടും, മനസ്സ് പുഷ്ടിപ്പെടും. ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം എന്താ? മനസ്സ് പുഷ്ടിപ്പെടാത്തതാണ് പ്രശ്നം. ശരീരം പുഷ്ടിപ്പെടാൻ പല മാർഗങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുമുണ്ട്. നല്ലോണം തേച്ച് കുളിക്കുന്നുണ്ട്. പല അരിഷ്ടവും കഷായും അതും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ നല്ലോണം കരുതുന്നുണ്ട്. ശരീരം പുഷ്ടിപ്പെട്ടാൽ മാത്രം പോരല്ലോ, മനസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണ്ടേ? മനസ്സ് ശോഷിച്ചു പോവല്ലേ? അതിനൊരു ബലം വേണ്ടേ? അതിനുള്ള വഴിയാണെന്ത്? ഹൃത് കർണരസായനാഹ കഥാഹ. ഈ കഥകൾ, ഭഗവാന്റെ കഥകൾ കേട്ടാൽ ഹൃദയം പുഷ്ടിപ്പെടും. അത് ചെയ്യണം. ഇതാണ് അമ്മേ ഭക്തി. അനിമിത്ത ഭാഗവതീ ഭക്തി. ഒരു കാരണമില്ലാണ്ട് ഭഗവാനെ സേവിക്കുക. ഒരു കാരണം ഉണ്ടാവരുത്. ഒരു കാരണമില്ലാണ്ട് സ്നേഹിക്കുക. വിവേകാനന്ദ സ്വാമി ഒരു കഥ പറയും ഭക്തി കാണിക്കാൻ. പണ്ടൊരു കുട്ടി അമ്മയും കൂടി നടന്നു പോകുമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് മുന്നിൽ കുട്ടി, പിന്നിൽ അമ്മ. ഒരു നായ അങ്ങോട്ട് ഓടി തൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അമ്മ അങ്ങോട്ട് ഓടി, പിന്നാലെ കുട്ടിയും. നായ കണ്ടിട്ടേ കുറച്ച് ദിവസം കഴിഞ്ഞു അമ്മയും കുട്ടിയും കൂടി നടന്നു പോവുകയാണ്. ആ സമയത്ത് മുന്നിൽ കുട്ടിയുണ്ട്, പിന്നിൽ അമ്മ ഉണ്ട്. നടന്നു പോകുമ്പോൾ ഒരു സിംഹം ആ കാട്ടിൽ നിന്ന് എവിടേക്ക് വന്നു? അടുത്തേക്ക് അങ്ങോട്ട് വന്നു കുട്ടിയുടെ നേരെ. 2 ദിവസം മുന്നേ പേടിച്ചോടിയ അമ്മ ഇന്ന് പേടിച്ചില്ല. ഇന്ന് ആ അമ്മ നടന്ന് ആ മുന്നിലുള്ള കുട്ടിയെ കൈകൊണ്ട് പിടിച്ച് തൻ്റെ പിന്നിലേക്ക് കണ്ടാക്കി നേരെ ആരുടെ നേരെ പോയി? ആ സിംഹത്തിൻ്റെ നേരെ നടന്നു. എന്നിട്ട് പറയാണ്, ആ അമ്മയ്ക്ക് കുട്ടിയോടുള്ള ഭാവത്തിൻ്റെ പേരാണ് ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ത്യജിച്ചും കുട്ടിയെ രക്ഷിക്കുക. മനുഷ്യരിലത് കാണുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ മൃഗങ്ങളിൽ ഇപ്പോഴും കാണാറുണ്ട്. മൃഗങ്ങളുടെ ചരിത്രം കാണിക്കുന്ന ചാനലുകളൊക്കെ ഇങ്ങനെയുള്ള കാഴ്ച ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഒരു മാൻകുട്ടിയുടെ പിന്നാലെ ഒരു സിംഹം പോയപ്പം അമ്മമാൻ എന്ത് ചെയ്യാണ്? അടുത്ത് പോയി നിൽക്കുക, ഓടുന്നില്ല. ആരെ രക്ഷിക്കാൻ? തൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ. തൻ്റെ കഴുത്തിൽ കടിക്കുകയാണ് ആര്? സിംഹം. അപ്പോഴും ഒരു പ്രശ്നവുമില്ല, അതങ്ങനെ നിൽക്കുകയാണ്. തൻ്റെ കുട്ടി രക്ഷപ്പെട്ടുമല്ലോ ഉള്ള സന്തോഷം മരിക്കുമ്പോഴും. ആ അമ്മയ്ക്ക് കുട്ടിയോടുള്ള ആ ഒരു സ്നേഹത്തിന് പറയുക ഭക്തി എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ തൻ്റെ ലാഭത്തിനല്ല എന്നർത്ഥം. നമ്മളിപ്പം ഭഗവാനെ ഭജിക്കുന്നത് തൻ്റെ ലാഭത്തിനാണ്. ഭഗവാന്റെ ലാഭത്തിനാണോ? ആണ്. ഭഗവാൻ നേരെയാവാൻ വേണ്ടി ഭജിക്കുക, ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി ഭജിക്കുകയാണോ? അല്ല, അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അതല്ല അമ്മേ ഭക്തി. അത് ഉത്തമ ഭക്തിയായിട്ട് പറയാൻ പറ്റില്ല. അത് പ്രാകൃത ഭക്തിയാണ്. അവർ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണും, തൻ്റെ നേട്ടത്തിന് വേണ്ടി ഭജിക്കും. അവർ പ്രാകൃതന്മാരാണ്. അവർ അമ്പലവാസിയായിട്ട് മാത്രമാണ് ഭഗവാനെ കാണുന്നത്. അമ്പലടച്ചാൽ പിന്നെ ഭഗവാൻ ഒന്നും കാണില്ല. ആ ഒരു വിചാരം അവർക്ക്. അവർ ഭാഗവതം വായിക്കില്ല, അത് സേവിക്കില്ല. ഭാഗവതം വായിക്കുന്നവരെ വലിയ ബഹുമാനമില്ല. അത് കേൾക്കുന്നവരെ വിഡ്ഢികളായിട്ടാണ് കണക്കാക്കുന്നത്. സമയം കളയാൻ വെറുതെ അങ്ങ് നോക്കിയിരിക്കുക ഒരു വെറുതെ. അതാണ് അവർ വിചാരിക്കുക. അമ്പലത്തിൽ വരുന്നുണ്ട്, അവർ പ്രദക്ഷിണം വയ്ക്കും, വഴിപാട് കഴിക്കും ഒക്കെ ഉണ്ട്. പക്ഷേ പുരാണങ്ങൾ ശ്രദ്ധിക്കില്ല. കാരണം അതിലൊന്നും ഈശ്വരനെ കാണുന്നില്ല. അവർ പ്രാകൃതന്മാരാണമ്മേ. അങ്ങനെയുള്ളവരെ ലോകത്ത് കാണാം. പിന്നെ മധ്യമന്മാരുണ്ട്. അവർ വിഗ്രഹത്തിൽ ഈശ്വരനെ കാണും, സജ്ജനങ്ങളിലും ഈശ്വരനെ കാണും, പുരാണങ്ങളൊക്കെ ശ്രദ്ധിക്കും, ഭഗവത് സംബന്ധമായ കാര്യമല്ലേ എന്ന് പറഞ്ഞതൊക്കെ പഠിക്കും, ഒക്കെ ചെയ്യും. അവർ മധ്യമന്മാരാണ്. അപ്പം അമ്മ ചോദിച്ചു, എന്താ ഉണ്ണി അവർ ഉത്തമന്മാരാവാഞ്ഞത്? അതെന്താ ചോദിച്ചാൽ അമ്മേ, അവരും ഭാഗവതം കേൾക്കാത്തവരെ പരിഹസിക്കും. എന്താണ്? ഭാഗവതം കേൾക്കാത്തവരെ നിന്ദിക്കും, ഈശ്വരനെ ആരാധിക്കാത്തവരെ എതിർക്കും. അവരിൽ ആരെ കാണുന്നില്ല? ഈശ്വരനെ കാണുന്നില്ല. സജ്ജനങ്ങളിലും ഭഗവാനിലും മാത്രമേ, അല്ലെങ്കിൽ വിഗ്രഹത്തിലും മാത്രമേ ഈശ്വരനെ കാണുള്ളൂ. ദുർജനങ്ങളിൽ കാണുന്നില്ലല്ലോ. ഉണ്ടോ? നമ്മളെയൊക്കെ പ്രശ്നം അതല്ലേ? അവിടെ വന്ന് ഭാഗവതം കേൾക്കും, കേൾക്കാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടില്ലേ, കേൾക്കാൻ തോന്നണില്ലല്ലോ അവർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഒരു കൂട്ടരുണ്ടമ്മേ, അവർക്ക് ദുർജനങ്ങൾ സജ്ജനങ്ങൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവരിലും ഈശ്വരനെ കാണുക. അതല്ലേ വലുത്. അതാണ് ഉത്തമ ഭക്തി. അതാണ് നിർഗുണ ഭക്തി. ഈ ഒരു ഭാവമാണ് വേണ്ടത്. അവിടേക്ക് ഉയരുകയാണ് വേണ്ടത്. ആദ്യം നമ്മളും പ്രാകൃതന്മാരാവും. കാര്യസാധനത്തിന് വേണ്ടിയിട്ടൊക്കെയാവും വരിക. ഭഗവാൻ ആരെ എന്തത് മനസ്സിലാക്കിയിട്ടൊന്നല്ല, വെറുതെ അവിടെ വന്ന് ചോദിച്ചാൽ കിട്ടും.
അങ്ങനെ കിട്ടിയ ചരിത്രണ്ടേ എന്നൊക്കെ പറഞ്ഞ് വരികയാണ് ചെയ്യുക. വലിയ ശക്തിയെന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരും. ആയിക്കോട്ടെ, ആദ്യമൊക്കെ അങ്ങനെ വന്നോളൂ. കുറച്ച് കഴിയുമ്പോൾ മാറണം. പ്രാകൃതം മധ്യമനാവണം. കുറച്ച് കഴിഞ്ഞാൽ ഭാഗവത്തിലും ശ്രദ്ധ വരണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കണം. അത് ഈശ്വരനെ വിശ്വസിക്കുന്നവരാണെങ്കിലും വിശ്വസിക്കാത്തവരാണെങ്കിലും ഈശ്വര നിഷേധികളാണെങ്കിലും അവരിലും ഈശ്വരനുണ്ട്. എല്ലാവരിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഈശ്വരനായിട്ട് കാണാനുള്ള ശേഷി, അതാണ് വേണ്ടത്. ഇതാണ് ഉത്തമ ഭക്തി. ഇങ്ങനെ ഭക്തിയെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും ഇങ്ങനെ ഭക്തി ഉണ്ടായിക്കോളണമെന്നില്ല, വേണ്ട. നേരെ അവൻ വേറെയും വഴിയുണ്ട്. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ശാസ്ത്രം അപഗ്രഥിച്ച് പഠിക്കുക, നല്ലോണം വായിച്ച് മനസ്സിലാക്കി ആ വഴിക്ക് സഞ്ചരിച്ചാലും ഈ ഈശ്വരനെ അറിയാൻ സാധിക്കും. ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെപ്പറ്റി നിരീക്ഷിച്ചാൽ മതി. തൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നോക്കിയാൽ മതി. നല്ലോണം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഈ പ്രപഞ്ചം നോക്കിയാൽ അതിൽ രണ്ടായിട്ട് നമുക്ക് കണക്കാക്കാം. ആദ്യം 2 വസ്തുക്കൾ. ഇനിയിപ്പോൾ നമ്മുടെ കാര്യം തന്നെ നോക്കിയാൽ 2 ഉണ്ടെന്ന് തോന്നും അധികം, ഇല്ലേ? ശരീരവും ശരീരമല്ലാത്തൊന്നും, ഇല്ലേ? ഇല്ല, ശരീരം നമ്മൾ അറിയുന്നുണ്ട്. ശരീരം അല്ലാത്തൊന്ന് എപ്പോഴാണ് അറിയണത്? മരിച്ചു കഴിഞ്ഞാൽ അറിയുന്നുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ശരീരം അവിടെ തന്നെ ഉണ്ട്. എന്തോ എന്നത് അല്ലാത്തെന്തോ ഒരു സാധനം കുറച്ച് കാലമൊക്കെ ഇവിടെ നിന്നു, പിന്നെ അങ്ങോട്ടത് ശരീരം ഉപേക്ഷിച്ച് പോയി എന്നുള്ള മട്ടിൽ നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ശരീരവും ചൈതന്യവും, ശരി, നമുക്ക് തൽക്കാലം ശരീരത്തെ പ്രകൃതി എന്ന് വിളിച്ചാലോ? എന്താ വിളിക്കുക? പ്രകൃതി എന്ന് പേരിടാം ശരീരത്തെ. അപ്പോൾ ആ ചൈതന്യത്തെ, അത് സാഖ്യമായതുകൊണ്ട് തൽക്കാലം പുരുഷൻ എന്ന് പേരിടുക. ഭക്തന്മാർ ഈശ്വരൻ എന്നൊക്കെ പറയും. ഇവിടെ സാഖ്യമായതുകൊണ്ട് പുരുഷൻ എന്ന് പേരിട്ടു. അപ്പം പുരുഷനും പ്രകൃതിയും. നമ്മളിൽ ആരൊക്കെയാണുള്ളത്? പുരുഷനും പ്രകൃതിയും. ശരിക്കും നമ്മൾ ആരാ? പുരുഷനാണ്. ചൈതന്യമാണോ ജഡമാണോ? നമ്മൾ ശരീരമാണോ ആത്മാവാണോ? ആത്മാവാണ്. പക്ഷേ എന്താ ചോദിച്ചാൽ, ഇത് നമ്മൾ ചോദിച്ചാൽ ഉത്തരം പറയുന്നല്ലാണ്ട് നമ്മൾ ഇത് വിശ്വസിച്ചിട്ടുമില്ല. ആ തരത്തിലല്ല നമ്മളുടെ വ്യവഹാരവും. അവിടെയാണ് ദുഃഖം. ഞാൻ പറയും ഞാൻ ആത്മാവാന്ന് ചോദിച്ചാൽ, പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് പറയണതൊക്കെ എന്താ? ഞാൻ ശരീരമാണ്. ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് എൻ്റെ ശരീരം തന്നെയാണ്. ഈ ശരീരമാണ് തേച്ച് കുളിപ്പിക്കുന്നതും മുടി കറുപ്പിക്കുന്നതും. ഒരു പറയും ശരീരം ഞാനല്ലാതെ. ഇതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് നടത്തുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ശരീരമാണെന്നുള്ള വിചാരം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ദുഃഖത്തിന് കാരണം. പ്രകൃതിയും പുരുഷനും ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞാൻ പ്രകൃതിയാണെന്ന്. പുരുഷനാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോവുകയാണ്. ഞാൻ പ്രകൃതിയിൽ ഞാനെന്ന് ആരോപിച്ച് ദുഃഖിക്കുകയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ 24 തത്വങ്ങളാണ്. അതൊന്നും ഞാനല്ല ശരിക്കും പറഞ്ഞാൽ. ഏതാ 24 തത്വങ്ങൾ? പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃതപിതസാക്ഷി പുരുഷ പഞ്ചവിംശ. മഹത്തത്വം അഹന്തത്വം എനിക്കാ പറയാം. ചുരുക്കി പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ. 5 തന്മാത്രകൾ: ശബ്ദം, സ്പർശം, രൂപം, രസവും, ഗന്ധം. അപ്പം എത്ര എണ്ണായി? 10 എണ്ണായി. ഇനി 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥ കർമ്മേന്ദ്രിയങ്ങൾ. ഇപ്പം എത്ര എണ്ണായി? 20 എണ്ണായി. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം 24 എണ്ണായി. ഇതിനെ പ്രകൃതി എന്ന് പറയും. ഈ 24 എണ്ണം ഉണ്ടായിട്ടും കാര്യമില്ല. അത് ചലിക്കണമെങ്കിൽ എന്ത് വേണം? അതിലൊരു ശക്തി വേണം. അതാണ് പുരുഷൻ. ഈ പുരുഷൻ ഉണ്ടെങ്കിലേ ചലിക്കുള്ളൂ. ജീവൻ ഉണ്ടെങ്കിലേ ശരീരം അനങ്ങുള്ളൂ പറയുന്നത് പോലെ. ജീവൻ ഉണ്ടെങ്കിലേ കണ്ണും മൂക്കും നാക്കും ചെവിയും ത്വക്കും ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ജീവൻ അങ്ങോട്ട് പോയി കണ്ണുണ്ടായിട്ട് കാര്യമുണ്ടോ? നല്ല കണ്ണ് നല്ല മൂക്ക് പറഞ്ഞ എന്താ കാര്യം? ജീവൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ. വൈദ്യുതി ഉണ്ടെങ്കിലേ ഫാൻ ഉണ്ടായിട്ട് കാര്യമുള്ളൂ, ബൾബുണ്ടായിട്ട് കാര്യമുള്ളൂ. ഫാനുണ്ട്, ബൾബുണ്ട്, സ്പീക്കറുണ്ട്, മൈക്കുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെയോ കറണ്ടില്ല, എടുത്ത് വലിച്ചെറിഞ്ഞോളൂ. ഇവിടെ വെച്ചിടുന്നതാ. അത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെയും കഥ. അപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാ? വൈദ്യുതിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളും പ്രാധാന്യം കൊടുക്കേണ്ടത് ചൈതന്യത്തിനല്ലേ? പക്ഷെ നമ്മൾ കൊടുക്കണില്ല. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണില്ല. മരിക്കുമ്പോഴാണ് നമ്മൾ അറിയണത്. അയ്യോ, ഈ കണ്ണിനെ നല്ല കണ്ണാക്കിയത് ചൈതന്യമായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളെ കാണുമ്പോഴും ഭർത്താവിനെ കാണുമ്പോഴും ഭാര്യയെ കാണുമ്പോഴൊക്കെ അതിനുള്ള ആ ചൈതന്യത്തെ നമസ്തേ, ആ ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു. എല്ലാവരും ഇരിക്കുന്നത് ആ ഭഗവാനാണ് എന്നറിഞ്ഞ് നമസ്കരിക്കല്ലേ വേണ്ടത്, അതറിയല്ലേ വേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ ദുഃഖം. ഇനി ശരീരമാണ് ഞാനെങ്കിൽ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഏത് അവയവാ ഞാൻ? ശരീരം എന്ന് പറഞ്ഞാൽ അവയവങ്ങളുടെ കൂട്ടാണ് ശരീരം. കണ്ണാണോ, മൂക്കാണോ, ചെവിയാണോ? ആണോ? ഞാൻ എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ കാണിക്കുക? ഞാൻ 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 എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയമാണോ? ഹൃദയം മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ. എന്താ ഈ ഞാൻ എന്ന് പറയൂ? പ്രാണനാണോ? മനസ്സാണോ? മനസ്സാണ് ഞാനെങ്കിലേ
ഞാൻ ഇടയ്ക്ക് എൻ്റെ മനസ്സെന്ന് പറയാറുണ്ടല്ലോ. എൻ്റെത് ഞാനാവുമോ? ആവുമോ? എൻ്റെ പുസ്തകം ഞാൻ പുസ്തകമാവുമോ? എൻ്റെ വീട് ഞാൻ വീടാവുമോ? എൻ്റെ ഭാര്യ ഞാൻ ഭാര്യയാവുമോ? പിന്നെ ഞാനെന്താ? ഇങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. ഇതാണ് ആത്മവിചാരം. ഇത് ചിന്തിക്കാൻ സാധിക്കണം. എൻ്റെ കയ്യ് ഞാൻ കയ്യാവുമോ? എൻ്റെ കാല് ഞാൻ കാലല്ല എന്നർത്ഥം. അതാണ് സ്ഥാപിക്കുന്നത്. എൻ്റെ കാലെന്ന് പറഞ്ഞാൽ ഞാൻ കാലല്ല. എൻ്റെ കണ്ണ് ഞാൻ കണ്ണല്ല. എൻ്റെ മൂക്ക് ഞാൻ മൂക്കല്ല. പിന്നെ ഞാനെന്താ? ഇതൊന്നല്ലാത്ത ചൈതന്യമാണ് ഞാൻ. പക്ഷെ ഞാൻ ആ ചൈതന്യമാണെന്ന കാര്യം ഞാൻ മറക്കുന്നു. അതാണ് ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് എപ്പോഴും അത് ഓർക്കണം. ഇതാണ് സാംഖ്യം എന്ന് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാവർക്കും പറ്റുമോ? പറ്റില്ല. കുറച്ച് ബുദ്ധിയുള്ളവർക്ക് ഈ പറഞ്ഞത് പറ്റുള്ളൂ. എന്താണ്? ഈ ആത്മവിചാരമൊക്കെ സാധാരണക്കാർക്ക് പ്രയാസമായിരിക്കാം. അപ്പോൾ സാധാരണക്കാരെന്ത് ചെയ്യും? അവർക്ക് കർമ്മയോഗം ചെയ്യുന്ന പ്രവൃത്തി എന്താ വെച്ചാൽ അത് തുടർന്നോളൂ. അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ ശ്രമിക്കൂ. സ്വധർമാചരണം ശക്തിയ വിധർമാച്ച നിവർത്തനം. ദൈവാൽ ലബ്ധേന സന്തോഷ ആത്മവിചരണാർച്ചനം. തനിക്ക് ഇപ്പം കിട്ടിയ ധർമ്മം ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടാവുമല്ലോ, ആ ജോലി എന്ത് ചെയ്യുക? ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അത് ഏത് ജോലിയായാലും കുഴപ്പമില്ല. ഇല്ല തിരുമേനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വീട്ടു ജോലിയാണ് ആയിക്കോട്ടെ. അതെന്താണ്? അത് ഈശ്വരാർപ്പണം. തനിക്ക് കിട്ടിയ ജോലി അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അതാണ് സ്വധർമാചരണം ശക്തിയ വിധർമാച്ച നിവർത്തനം. ഇപ്പം താൻ ആസ്വദിക്കുന്നില്ലെങ്കിൽ അത് ആസ്വദിക്കുക, അത്രേ വേണ്ടൂ. തീരെ പറ്റണില്ല, എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ജോലി വേറെ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ തിരഞ്ഞെടുത്തോളൂ. അതും ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതുകൊണ്ട് എന്ത് കിട്ടിയാലും അത് ആസ്വദിച്ച് അനുഷ്ഠിക്കാൻ സാധിക്കണം. അതിനുള്ള വഴി എന്താ ചോദിച്ചാൽ ഈശ്വരാർപ്പണമാക്കുക. താൻ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയെന്ന് കണക്കാക്കിയാൽ മതി. എന്നാൽ അത് നമ്മളിൽ ഒട്ടില്ല. ഏത് കർമ്മവും നമ്മൾ ഭഗവാന് വേണ്ടിയെന്ന് കണക്കാക്കുമ്പം പിന്നെ അതൊരു പ്രയാസം ഉണ്ടാക്കില്ല. ചായ ഉണ്ടാക്കുമ്പോൾ ഭഗവാന് വേണ്ടി വിചാരിച്ചാൽ കുഴപ്പമുണ്ടോ? ഇപ്പം നമ്മൾ ചെയ്യണം എന്തിനാ? ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, വിരുന്നുകാർക്ക് വേണ്ടിയൊക്കെയാണ്. നേരെ മറിച്ച് ഭഗവാന് വേണ്ടി എന്നങ്ങോട്ട് കണക്കാക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അത് നമ്മളിൽ ഒട്ടില്ല. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒട്ടുക എന്നുള്ളതാണ് വലിയൊരു പ്രയാസം. അതിനെയാണ് കർമ്മബന്ധനം എന്നാണ് പറയുക. ഒട്ടാണ്ടിരിക്കണമെങ്കിൽ നിസ്സംഗനായിട്ട് കർമ്മം ചെയ്യണം. ചെയ്യാണ്ടിരിക്കണില്ല, ചെയ്യുന്നു, പക്ഷേ അതെന്നെ ബാധിക്കുന്നില്ല. അതിനെന്താ വഴി ചോദിച്ചാൽ രാമകൃഷ്ണദേവൻ പറയും, ചക്കയ്ക്ക് പശണ്ടല്ലോ, വിളഞ്ഞിണ്ടല്ലോ, അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വിവരമുള്ളവരെന്ത് ചെയ്യും? എണ്ണ പുരട്ടിയിട്ടാണ് ചക്ക മുറിക്കുക. ഈ ചക്കയുടെ സ്വഭാവമാണ് വിളഞ്ഞി എന്നുള്ളത്. ഇത് അറിയാത്തവർ ചക്ക മുറിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർക്കിത് അറിയില്ല. ചക്ക വലിയ ഇഷ്ടമാണ്. ചുള കഴിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ആ ഒരു ഓർമ്മയിൽ കത്തിയെടുത്ത് പോയി ചക്ക മുറിച്ച് കഴിഞ്ഞാൽ വിളഞ്ഞി കത്തീൻ്റെ മുകളിലാവും. അത് ചുള എടുക്കുന്ന സമയത്ത് കയ്യുമ്പിലാവും, കഴിക്കുന്ന സമയത്ത് താടിയുമ്പിലാവും. അത് താടി പഠിച്ചു, പൊട്ട ചക്ക എന്നും പറഞ്ഞു. ചക്കയെ കുറ്റം പറയുകയാണ്. ചക്കയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഈ ലോകത്തിനൊരു സ്വഭാവമുണ്ട് ഒട്ടുക എന്നുള്ളത്. അത് മനസ്സിലാക്കി എന്ത് ചെയ്യണം? കരുതി വേണം ഇടപഴകാൻ. അത് അവനവൻ കരുതേണ്ടതാണ്. അതുകൊണ്ട് ചക്ക മുറിക്കാൻ പോകുമ്പോൾ എണ്ണ പുരട്ടില്ലേ? ഇവരുള്ളവരെന്ത് ചെയ്യും? എണ്ണയിട്ടാൽ പോവുക. എന്നിട്ട് ആദ്യം കത്തിയുടെ മുകളിൽ പുരട്ടും. നല്ല വകതിരിവുണ്ട്. ഇത് കഴിഞ്ഞാൽ കത്തി നേരെയാക്കേണ്ടതാരാ? നമ്മളല്ലേ. നമ്മൾ കത്തിയുടെ മുകളിൽ തേച്ചു. ചിലരുടെ കയ്യിൻ്റെ മുകളിൽ നല്ലോണം വിരലിലൊക്കെ തേച്ചു. ചില ചുണ്ടുമ്പിൽ തേക്കും. ഇനി കഴിക്കാൻ പൊട്ടി പോകണ്ട എന്ന് കരുതിയിട്ട്. എന്നിട്ട് ചക്ക മുറിച്ച് അങ്ങനെ ചുളയായിട്ട് വളരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഒരേ ചക്കയാണ് കിട്ടിയത് രണ്ടു പേർക്കും. പക്ഷെ ഒരാൾ പൊട്ടച്ചക്ക എന്ന് പറഞ്ഞ മറ്റാളോ നല്ല ചക്ക. ചക്കേൻ്റെ കുഴപ്പമില്ല, അവനവൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച്. ഒരേ വീട്ടിലാണ് താമസം, ഒരേ അച്ഛൻ്റെ മക്കളാണ്, ഇരട്ടക്കൂട്ടലാണ്, ഒരേ ഗ്രഹനില, സ്വഭാവം വേറെ വേറെയാണ്. കാഴ്ചപ്പാടിനനുസരിച്ചാണ് ഉള്ളിൽ അനുഭവിക്കുന്ന ശാന്തി. സ്ഥലം നോക്കിയിട്ടല്ല, വീട് നോക്കിയിട്ടോ സ്ഥലം നോക്കിയിട്ടോ ഒന്നുമല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടുപേരും ദുഃഖിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും സന്തോഷിക്കണം. അങ്ങനെയല്ല. ഒരാൾ ദുഃഖിക്കുന്നു, ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാം. അയാളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതയാണ്. അയാൾ എണ്ണ പുരട്ടിയിട്ട് ചക്ക മുറിക്കണത്. അതുകൊണ്ട് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ, തന്നെ ബാധിക്കില്ല. അങ്ങനെ കർമ്മം ചെയ്യുക, അതാണ് കർമ്മയോഗം. ഇതും സാധിക്കില്ലെങ്കിലോ അപ്പോൾ ധ്യാനയോഗം. ഏകാന്തത്തിലിരുന്ന് അല്പസമയമെങ്കിലും ഭഗവാന് വേണ്ടി സമയം മാറ്റിവെക്കുക. തിരക്കിട്ട ജീവിതം എന്നാലും മാറ്റിവെക്കുക. ഈ സമയമില്ല, ഊണഴിക്കാൻ സമയമില്ലേ? ഇല്ല. ഉറങ്ങാൻ സമയമില്ലേ? ഇല്ല. തിരക്കാതിരുമേനി ഉറങ്ങാറില്ല, എന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. അങ്ങനെ അത് രണ്ടും ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഉറങ്ങാൻ സമയമുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കാനും ധ്യാനിക്കാനും സമയമില്ലെങ്കിൽ എന്താ പിന്നെ അനുഭവിച്ചോളൂ ദുഃഖം. അത്രേ പറയാനുള്ളൂ. നമ്മുടെ സമയമില്ല എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ വെറുതെ പറയാണ്, ആവശ്യമില്ലാതെ പറയാണ്. അത് ശരിയല്ല. എത്ര ദുഃഖം ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാറില്ലേ? എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിക്കില്ലേ? എവിടെയും കുത്തിച്ചാരി ഉറങ്ങില്ലേ?
അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും, അതൊന്നും പോരാ, പക്ഷെ ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും ഭഗവാന് വേണ്ടി മാറ്റി വെച്ചില്ലെങ്കിൽ ബാറ്ററി ലോ ആവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫായി കഴിഞ്ഞ് പിന്നെ ഓണാവാൻ സമയം കുറേ എടുക്കും. ചിലപ്പോൾ ഇനി ഓണായില്ല എന്ന് തന്നെ വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഒരു 70% ആയാൽ കൊണ്ടുപോയി കുത്തി വെക്കണം, ചാർജ് ചെയ്യുക. കൊല്ലത്തിലൊരിക്കൽ നമ്മളിപ്പോൾ 7 ദിവസം ബാറ്ററി ഫുള്ളാക്കിയപ്പോൾ ഇരുന്ന് ഇങ്ങനെ ചാർജ് ചെയ്യും. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുറയരുത്. അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, അത് ചാർജ് മുഴുവനാക്കണം. അതുകൊണ്ട് ഏകാന്തത്തിലിരുന്ന് ഭഗവാനെ ധ്യാനിക്കുക, മനസ്സിനെ അടക്കുക എന്നർത്ഥം. ഭഗവാനെ ധ്യാനിക്കുക പറഞ്ഞാൽ മനസ്സിനെ അടക്കാനുള്ള വഴിയാണത്. മറ്റു ചിന്തകൾ ഇല്ലാണ്ടിരിക്കുക വേണ്ടത്. അത് ഇല്ലാണ്ടിരിക്കാൻ ഭഗവാന്റെ ചിന്ത കൊടുക്കുകയാണ്. ഒന്നും ചിന്തിക്കാണ്ടിരിക്കും പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഒന്നും ചിന്തിക്കാണ്ടിരിക്കൂ, അങ്ങനെ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് തൽക്കാലം ഭഗവാനെ ചിന്തിച്ചോളൂ. സ്വന്തം വയസ്സി കൈശോരേ, ഭഗവാന്റെ രൂപം. ഇളം പൈതലായിട്ട് ഭഗവാനെ കാണുക. നീലമേഘശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി പുഞ്ചിരിച്ചും കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചും കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ രൂപം അങ്ങനെ മനസ്സിൽ കാണുക. അത് നിത്യം അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒരു 10, 100, 108 ദിവസം അടുപ്പിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണടയ്ക്കേണ്ട തന്നെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. അത്രയാണ്. എവിടെ ഭഗവാൻ അങ്ങനെ നമുക്ക് മുന്നിൽ കാണാം. പിന്നെ ഭഗവാൻ മിണ്ടുന്നതായിട്ടും, ഭഗവാൻ മിണ്ടുന്നതല്ലത് നമ്മൾ തന്നെയാണ്, പക്ഷേ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. അതിനാണ് സിദ്ധി വരുത്തുക എന്നൊക്കെ പറയണത്. അങ്ങനെ ശീലിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ദേഹം വീണു പോകുന്നത് പോലും അദ്ദേഹത്തിന് എന്തല്ല, അതൊരു പ്രയാസമല്ല. മുഷിഞ്ഞ വസ്ത്രം അഴിഞ്ഞു പോണത് പോലെ ആണ്. ഒരു കണ്ണുകൂടിയൻ തൻ്റെ വസ്ത്രം അഴിഞ്ഞു പോകുന്നത് അറിയാതിരിക്കും പോലെ ഭഗവാനെ ധ്യാനിച്ചുറപ്പിച്ചൊരു വ്യക്തി തൻ്റെ ദേഹം വീണു പോകുന്നത് അറിയില്ല. ഇന്ന് പറഞ്ഞ് വലിയ പ്രയാസത്തോടു കൂടിയൊക്കെയാണ് ദേഹം വെടിയണത്. ഇങ്ങനെ ഈ പറഞ്ഞ ഏതെങ്കിലും യോഗം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദേഹം വെടിയുക എന്നുള്ള കാര്യം ഒരു വിഷമമുള്ള കാര്യമല്ല. അത് അവരെ ഒട്ടും ദുഃഖിപ്പിക്കില്ല. അവരിനി ദേഹം വിട്ടുകഴിഞ്ഞാലും പേടിക്കണ്ട, പിന്നെ അവർക്ക് ജന്മം ഉണ്ടാവില്ല, അവർക്ക് മുക്തിയാണ്. ഇങ്ങനെ കർമ്മയോഗവും ഭക്തിയോഗവും സാഖ്യയോഗവും ധ്യാനയോഗവും പറഞ്ഞു. ഈ പറഞ്ഞ യോഗങ്ങളൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താ, അതും കൂടി പറഞ്ഞാലല്ലേ അത് പൂർണ്ണമാവുള്ളൂ. അതും സൂചിപ്പിച്ചു. മനുഷ്യജന്മം കിട്ടിയിട്ട് ഈശ്വരനെ ചിന്തിക്കാതെ മറ്റ് പല വിഷയങ്ങളുടെ പിന്നാലെ ഓടിയാൽ അത് മറ്റു മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ സാധിക്കുന്ന വിഷയമല്ലേ. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ക്ലേശം അനുഭവിക്കേണ്ടി വരും ഭാവിയിൽ. മക്കളെയൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി അത് മാത്രമാണ് പഠിപ്പിച്ചത്. അവർ വലുതായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് പണം ഉണ്ടാക്കാനുള്ള കഴിവില്ലാതെ കണ്ടാൽ പിന്നെ അവരെ നോക്കുന്നത് നഷ്ടം തിരിച്ചറിയും. നഷ്ടം എന്ന് പറഞ്ഞാൽ പണം നോക്കുന്നവർക്ക് നഷ്ടമല്ലേ, എന്താപ്പുള്ളത്. അസുഖം കണ്ടാലും മാസം ഇപ്പോൾ എത്രയും അമ്മയ്ക്ക് വേണ്ടി ചിലവാക്കണമെന്ന് അറിയും. ഇങ്ങോട്ട് എന്താ കിട്ടണത്? ഒന്നും കിട്ടണില്ല, പെൻഷനും കുറവാണ്. ചിന്തിക്കില്ലേ? കാശാണ് മുഖ്യം എന്നുള്ളവൻ അങ്ങനെ ചിന്തിക്കും, സംശയമൊന്നുമില്ല കാര്യം. കാരണം അങ്ങനെ പഠിപ്പിച്ചാൽ അങ്ങനെ തന്നെയാണ് അവർ പെരുമാറുക. നേരെ മറിച്ച് സ്നേഹമാണ് പ്രധാനം, ബന്ധുക്കളൊക്കെ ഒപ്പം ഉണ്ടാവണം, അങ്ങനെയുള്ള പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നിൽക്കും. അത് മനസ്സിലാവും. ഇവിടെ കാശ് മാത്രം പ്രധാനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുടുംബഭരണാകൽപ്പോ മന്ദഭാഗ്യോ വൃഥോദ്യമഃ ശ്രിയാവിഹീനഃ കൃപണോ ധ്യായൻ ശ്വസതി മൂഢധീഹി. കുറച്ച് കഴിയുമ്പോൾ ദുഃഖം അനുഭവിക്കും, ശരീരമൊക്കെ ക്ഷീണിക്കും. മനസ്സോ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി മനസ്സിനുണ്ടേ, ബോധം പോണില്ല, അങ്ങനെ കിടക്കുകയാണ്. മക്കൾ പറയണ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. കീനാശായിവ ഗോചരം, കറവ പറ്റിയ പശുവിനെ പോലെയാവും അവസ്ഥ. കാണാതെ നമ്മുടെ പറയുന്നത്. പശു നിർത്താൻ വേണ്ടി സൗകര്യമുണ്ട്. കറവ പറ്റിയ പശുവിനെ പിന്നെ ആരും പഴയതുപോലെ ശ്രദ്ധിക്കില്ല. ചിലർ വിൽക്കുന്ന പറഞ്ഞാൽ ചിലർ അനാഥാലയത്തിൽ കൊണ്ടാക്കും. ചിലർ പിന്നെ അങ്ങനെ ചെയ്യില്ല, വീട്ടിൽ തന്നെ വെക്കും. ഇത്രയും കാലം പാല് നിന്ന പശുവല്ലേ, കൊല്ലാൻ കൊടുക്കണ്ട എന്ന് വിചാരിക്കും. എന്നാൽ തിന്നാൻ കൊടുക്കൂ, അതുമില്ല. പ്രായമായി കഴിഞ്ഞാൽ അവർ വല്ലാതെ തിന്നാനൊന്നും കൊടുക്കില്ല. പിന്നെ മാറ്റിക്കെട്ടും കുളമ്പ് രോഗം വന്നാൽ എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറ്റും. അടുത്ത് വേറെ അമ്മയ്ക്ക് താമസിക്കാനായിട്ട് ചെറിയൊരു വലിയ സൗകര്യമൊന്നും ഇല്ലാത്തൊരു വീട് ഉണ്ടാക്കും. അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ തന്നെ ഒന്നിനും പറ്റാത്തൊരു മുറി. ആർക്ക്? അമ്മയ്ക്ക് അല്ലെങ്കിൽ മുത്തശ്ശിക്ക്. പിന്നെ അങ്ങനെ മതിയല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു രീതി. അവിടെ പിന്നെ കുഴമ്പിൻ്റെ ദുർഗന്ധവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും അങ്ങോട്ട് പോവില്ല, പോകാൻ താല്പര്യമില്ല. അവിടെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരിക. ഒരു മനുഷ്യനെ പറ്റിയുള്ള, മനുഷ്യൻ സമൂഹ ജീവിയാണ്, ആരും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല മനുഷ്യന്. അല്ലെങ്കിൽ യോഗീശ്വരന്മാരാവണം, അവർക്ക് പിന്നെ ആരും വേണമെന്നില്ല, ആത്മാരാമന്മാരാവണം. പക്ഷെ സാധാരണ മനുഷ്യൻ അങ്ങനെയില്ലല്ലോ. എപ്പോഴും ആരെങ്കിലുമൊക്കെ അടുത്ത് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രായമാകുമ്പം, ശരീരം ക്ഷീണിക്കുമ്പം തിന്നാൻ കിട്ടണം എന്നല്ല ഉണ്ടാവുക. ബന്ധുക്കൾ അടുത്തുണ്ടാവണം, സ്നേഹമുള്ളവരടുത്ത് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അവർ മാന്യമായിട്ട് പെരുമാറണം, നല്ല വർത്തമാനം പറയണം, ആശ്വാസ വാക്കുകൾ പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ആരടുത്തേക്ക് വരാൻ? ജോലി തിരക്കും മറ്റു കാര്യങ്ങളുമായിട്ട് മക്കളടുത്തേക്ക് വരില്ല.
അവർ മറ്റു പല വിഷയങ്ങളും ശ്രദ്ധിക്കണതും അതിന് കാണിക്കുന്ന ഉത്സാഹമൊക്കെ അവിടെ കിടന്ന് കാണും അച്ഛനും അമ്മയും. പക്ഷേ എന്ത് പറയാൻ പറ്റും? പണ്ട് കാശുള്ളപ്പോൾ ഇവർക്കൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഇപ്പോൾ കാശില്ലാത്തതുകൊണ്ട് ആരും ബഹുമാനിക്കുന്നില്ല. പണ്ട് വീട്ടിൽ വല്ല പണിയൊക്കെ എടുക്കെങ്കിൽ വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ തനിക്കൊന്നും വയ്യ, അതോടുകൂടി വേണ്ടത്ര ബഹുമാനിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിച്ച് കഴിയും. കുറച്ച് കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. മനുഷ്യന് പല ജന്തുക്കളുടെയും അവസ്ഥ ഉണ്ടെന്നാണ് പറയുക. ആദ്യം കുറച്ച് കാലമൊക്കെ ആമയെ പോലെയാവുന്നാണ് പറയുക. പിന്നെ ആടിനെ പോലെ കൊമ്പ് കുറക്കും. പിന്നെ കുതിരയെ പോലെ ലോകം ശരിയില്ല പറഞ്ഞ് ഓടി നടക്കും. പിന്നെ കഴുതയെ പോലെ കല്യാണം കഴിഞ്ഞു പിന്നെ ഭാരം ചുമക്കും. പിന്നെ നായയെ പോലെ പേരക്കുട്ടിയായി പിന്നെ വീടിന് കാവൽ നിൽക്കല പണി. മക്കളൊക്കെ പേരക്കുട്ടികളെ അടുത്ത് തരും. അവർ സിനിമയ്ക്ക് പോകുമ്പോൾ കുട്ടിയെ ആരെടുത്താ കൊടുക്കുക? മുത്തശ്ശിക്ക് കുട്ടി മതി, കുട്ടിക്ക് വലിയ കാര്യമാണ് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. അതല്ല, ഇത് കീപ്പേന്ന് പറഞ്ഞ സിനിമ കാണാൻ പറ്റില്ല. പിന്നെ മുത്തശ്ശിയെ കൊണ്ടുപോയി കൂടെ, അതുമില്ല. മുത്തശ്ശിക്ക് പിന്നെ സിനിമ ഇഷ്ടമല്ല. ആര് പറഞ്ഞു? മുത്തശ്ശിക്ക് ഇഷ്ടമല്ല, ഇത് കൊണ്ടോണ്ടേ. ഇങ്ങനെ എന്ത് പറയാൻ പറ്റും? അവസാനം ആ കുട്ടിയെയും കൂടി നോക്കാൻ പറ്റാതെ അയച്ചാൽ പിന്നെ പറയേണ്ട അവസ്ഥ. അവസാനം ഇവർക്കൊക്കെ വേണ്ട സമയത്ത് ആ ഭഗവാനെ കൊടുക്കാൻ താൻ വിട്ടുപോയല്ലോ എന്നുള്ള ദുഃഖത്തിൽ അങ്ങോട്ട് കണ്ണടയ്ക്കും. അങ്ങനെ ആവരുതിച്ചിട്ടാണ് പറയണത്. എന്ത് ഭഗവാനെ കൊടുക്കൂ, ഭഗവാനെ കൊടുക്കൂ. ആർക്ക്? മക്കൾക്കേ. കൊടുത്തില്ലെങ്കിൽ കാശ് കൊടുക്കണ്ടില്ല എന്നല്ല, കുട വാങ്ങിക്കൊടുക്കണ്ട്, ബാഗ് വാങ്ങിക്കൊടുക്കണ്ട്, പുസ്തകം വാങ്ങിക്കൊടുക്കണ്ട്. കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഭാഗവതം കൂടി ഒന്ന് വാങ്ങിക്കൊടുക്കൂ. അതില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. പിന്നെ ദുഃഖിക്കുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെ അവരുടെ തലവര, അത്രയേ ഉള്ളൂ. പറയേണ്ടത് പറയാ, പറയേണ്ടത് പറയാ, അത്രേ പറ്റുള്ളൂ. അതല്ലേ ഭഗവാൻ കാണിച്ചിരുന്നത്. ഭഗവാൻ പറയേണ്ടത് പറഞ്ഞു, എന്നിട്ട് മക്കൾ തമ്മിൽ തല്ലി മരിക്കേണ്ടായത്. പിന്നെ ദുഃഖിക്കേണ്ട. പറയേണ്ടത് പറഞ്ഞതിലുള്ള കൃതാർത്ഥത ഉണ്ടല്ലോ. ഞാൻ കൊടുക്കാണ്ടിരുന്നിട്ടില്ല, ഞാൻ കൊടുത്തതാവാൻ വലിച്ചെറിഞ്ഞ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് പിന്നെ പ്രാരബ്ധം, അവരുടെ തലവര. പക്ഷെ കൊടുക്കാണ്ടിരിക്കണ്ട, അത്രയേ ഉള്ളൂ. കൊടുക്കാണ്ടിരുന്നാൽ എന്താ കുഴപ്പച്ചാൽ വഴി തെറ്റുമ്പോൾ ഞാൻ കൊടുക്കാനായിട്ടാണല്ലോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ആ സാധ്യത വരാണ്ടിരിക്കാനാണ് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഏതായാലും അവസാനം കണ്ണടച്ചു, മരിച്ചു. മരിച്ചാൽ തീർന്നു വിചാരിക്കണ്ടല്ലോ, അങ്ങനെ വിചാരിക്കണ്ട. ചില കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്കേണ്ടി വരും. നരകത്തിൽ നിന്നൊരു ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നു ക്രമത്താലെ നരജാതിയിൽ ചെന്നു പിറന്നിട്ട് ചന്ദ്രനിൽ നിന്ന് മഴ പെയ്ത് ഭൂമിക്ക് വന്ന് സസ്യമായി മുളച്ച് അച്ഛനാമായി യോഗ്യനായിട്ടുള്ള ആൾ ഭക്ഷിച്ച് അത് അവിടുന്ന് അങ്ങനെ രേതസ്സായി. പിന്നെ അമ്മയാവാൻ യോഗ്യയായിട്ടുള്ളവളുടെ ഗർഭത്തിലെത്തി. അവിടുന്ന് വളർന്നു 2 മാസം 3 മാസം 4 മാസം. പിന്നെ ബോധം വന്നു. പിന്നെ ജന്തുരുവാച, നമ്മളെ പറ്റി നമ്മളെ പേരെന്നെ വെച്ചിട്ടുണ്ട്, ജന്തു. പിന്നെ അവിടെ ഇരുന്നിട്ട് ഓർമ്മ വരികയാണ്. താൻ ചെയ്ത കർമ്മങ്ങളൊക്കെ അങ്ങനെ ഓർമ്മ വരും, അപകടങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് താൻ മടങ്ങനെ ജനിച്ചത്? ഇപ്പം ഗർഭത്തിൽ കടന്ന് ഈ ക്ലേശിക്കാൻ കാരണം എന്താ എന്ന് മനസ്സിലാക്കി. ഇനി ചെയ്യില്ല ഭഗവാനെ, ഞാൻ കരുതിക്കോളാം, ഒരു ജന്മം തരൂ, ഞാൻ പുറത്തെത്തട്ടെ, ഞാൻ അങ്ങനെ മാത്രമേ സ്മരിക്കുള്ളൂ, ഇനി കഴിയുന്നതും നല്ല രീതിയിലേ കഴിയുള്ളൂ, ആരെയും ഉപദ്രവിക്കില്ല, ലോകധർമ്മം മാത്രം, അങ്ങനെ കഴിയാം ഉറപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ എന്താ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞ് പുറമേക്ക് വിടും. പക്ഷേ പുറമേക്ക് വിട്ട് കഴിഞ്ഞാൽ ഒക്കെ മറക്കുകയാണ്. അതെന്നുവെച്ചാൽ മായാഭഗവതി വന്നിട്ടേ ഡോക്ടർ മായാദേവി ഇഞ്ചക്ഷൻ വയ്ക്കും. ചോദിക്കുക ഇവിടുന്ന്, എല്ലാ ഇഞ്ചക്ഷനും കൊടുത്തുവോ? കൊടുത്തു. ആ മറക്കാനുള്ളത് കൊടുത്തുവോ? അത് കൊടുത്തില്ല. എന്നാ കൊടുക്കൂ. ആ മറക്കാനുള്ള ഇഞ്ചക്ഷൻ അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ നമുക്കൊന്നും ഒക്കെ മറന്നുപോയില്ലേ? ഗർഭത്ത് കിടന്ന ഓർമ്മ ഉണ്ടോ? ഉണ്ടോ? ആർക്കാ ഓർമ്മ? കൈ ബന്ധിക്കും. ഗർഭത്ത് കിടന്നത് ഓർമ്മ ഉണ്ടെങ്കിൽ ഇല്ല, മറന്നു. എന്നാൽ കടന്നില്ല പറയാൻ പറ്റുമോ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ കടന്നില്ല പറഞ്ഞാൽ പറ്റുമോ? അത് ഓർമ്മയില്ല പറഞ്ഞാൽ മതി, സമ്മതിക്കാണ്ടിരിക്കേണ്ട. അതുപോലെ തന്നെയാണ് പൂർവ്വജന്മം, ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി. ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇന്നലല്ലേ? ഇല്ലേ? ഇന്നും ഉണ്ട്. നാളെയോ? ഇല്ല. ഇതുപോലെ തന്നെയാണ്. അതൊക്കെ ഉണ്ടല്ലോ. തിങ്കളുണ്ട്, ചൊവ്വുണ്ട്, ബുധനുമുണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇനി ജന്മം തന്നെയല്ലേ ഉള്ളത്, വേറെ വിഷയം. അത്ര വലിയ തലത്തിലെത്തിയവരെ സംബന്ധിച്ച് എന്തില്ല. പണ്ടൊരു വേദാന്തിയോട് ചോദിച്ചു, പുനർജന്മത്തെ പറ്റി എന്താ അഭിപ്രായം എന്ന്. അയാൾ പറഞ്ഞു, എനിക്ക് ജന്മത്തിനെ പറ്റി തന്നെ വലിയ അഭിപ്രായം ഇല്ല. പിന്നെ ഒന്നും പറയാനില്ല. അവർ ജന്മത്തിനെ സമ്മതിച്ചിട്ടില്ല, ജനിച്ചു തന്നെ സംഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ പുനർജന്മം എന്നാണ്. അത് വേറെ വിഷയം. കർമ്മത്തിൻ്റെ ഫലത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ പിന്നെ നമ്മളാരെങ്കിലും ധർമ്മം അധർമ്മം അങ്ങനെ
നമ്മളൊക്കെ എന്തൊക്കെ വൃത്തികേട് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ഇതിപ്പോൾ ആ ഒരു പേടിയുള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒന്ന് കരുതുന്നത്. ശരി, എന്തായാലും അങ്ങനെ പുറമെത്തി കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ വീണ്ടും ഭഗവാനെ മറന്നും കൊണ്ട് കഴിയും. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഠരേ ശയനം. ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്നാണ്. അമ്മ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒറ്റ വഴിയുള്ളൂ. ഇമം പ്രാപ്യ ഭജസ്വ മാം. ഇവിടെ എത്തിയോ എന്നെ ഭജിച്ചോളാം, വേറെ വഴിയില്ല. ഈ ചക്രത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ. കയറാണ്ടിരിക്കുന്നു വേണ്ടത്, പക്ഷെ കയറിപ്പോയില്ലേ. അത് കേമാച്ച് കയറിയതാ. യന്ത്രൂഞ്ഞാൽ കണ്ടപ്പോൾ അങ്ങനെ തിരിയണത് കണ്ടപ്പോൾ വലിയ മോഹം, ഒന്ന് കയറണം. വേണ്ട, ആ കയറിയ അപകടം. പക്ഷെ തോന്നണ്ടേ, ആ കറങ്ങണതൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ആ രാവിലെ കഴിച്ച ഉപ്പുമാവൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്രയൊന്ന് വിചാരിച്ചു. ഇനി നമ്മളുപ്പുമാവല്ല, മുകളിലുള്ള ആൾ കഴിച്ചതിൻ്റെ ഉപ്പുമാവും ഔ ഇത്ര ഭീകര വിചാരിച്ചില്ല. 300 റുപ്യ കൊടുത്തത് ഇതനുഭവിക്കാൻ. എന്താ അവിടെ ഇരുന്നാൽ പോലെ ചുറ്റിയും കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് ചാടാൻ പറ്റുമോ? ചാടിയാൽ നട്ടല് പോവും. എന്താ വഴി? പിന്നെ ഒറ്റ വഴിയുള്ളൂ. ആ സ്വിച്ചിട്ട് ആളോട് അപേക്ഷിക്കുക, കരഞ്ഞും കൊണ്ടൊന്ന് ഓഫാക്കണോ, ഒന്ന് ഓഫാക്കും. ഞാൻ പുറത്തെത്തിയാൽ 2000 റുപ്യ തരാം, എന്നാലും സാരമില്ല, ഒന്ന് ഓഫാക്കണോ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അയാൾ പറയും 300 റുപ്യക്ക് ഇത്ര പ്രാവശ്യം, 15 പ്രാവശ്യം ചുറ്റണം. ആവൂ, പ്രാരബ്ധം തീർന്നവരെ ചുറ്റിച്ചല്ലേ പറ്റൂ. അവസാനം കുറേ കരഞ്ഞാൽ അയാൾക്ക് പാവം തോന്നി ചിലപ്പോൾ എന്ത് ചെയ്യും? ആ ശരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓഫാക്കും. വേറെ വഴിയില്ല. നമ്മളതാ ചെയ്യുന്നത്. തീർത്തു തരണേ, ഇനി അത്ര ഉണ്ടെന്ന് നിശ്ചയില്ല, തൽക്കാലം ഇനി കരുതാ, തീർത്തു തരില്ലേ. ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദുഃഖിക്കാണ്ട കഴിയാം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗം അനുഷ്ഠിക്കണം. കർമ്മയോഗോ, ജ്ഞാനയോഗോ, ഭക്തിയോഗോ, ധ്യാനയോഗോ, നമ്മളുടെ സ്വാധീനമനുസരിച്ച്, നമ്മളുടെ സമ്പ്രദായത്തിനനുസരിച്ച്. എനിക്കിപ്പോൾ ഏത് യോഗ ചേരാനുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഭക്തിയോഗമാണോ എൻ്റെ സ്വഭാവത്തിന് വെച്ച് ചേരുക, എന്നാൽ അത് ചെയ്യുക. ഞാൻ കർമ്മയോഗമാണോ എനിക്ക് പറ്റുക, എന്നാൽ അത് ചെയ്യുക. അല്ല, എനിക്ക് ജ്ഞാനയോഗമാണ് സൗകര്യം, എന്നാൽ അത് ഏതെങ്കിലും ഒന്ന് വേണം. ഏത് നടയിൽ കൂടെ കടക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അല്ലേ, പടിഞ്ഞാറ് നടയിൽ കൂടെ പ്രവേശിക്കണോ, കിഴക്കൻ നടയിൽ കൂടെയാണ്. ആ വീട്ടിലുള്ളവർക്ക് അതാ സൗകര്യം, ഇവിടെ ഉള്ളവർക്കോ അതാ സൗകര്യം. അവിടെ ഉള്ളവരെന്താണ് സൗകര്യം എന്ന് പറഞ്ഞാൽ വയ്യാതാണ്, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഓരോ യോഗങ്ങളാണ്. പക്ഷേ അകത്ത് കയറിയ എല്ലാവരും ഒരു മഹാദേവനെ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഏത് വഴിക്ക് വന്നാലും എത്തിച്ചേരുക ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ്, ഭഗവാനിലേക്ക് തന്നെയാണ്. അതാണ് താല്പര്യം. ഏതായാലും ആ അമ്മയുടെ ഭൗതികമായ ശരീരം പോലും ലോക നന്മയ്ക്കായും കൊണ്ടൊരു നദിയായിട്ട് ഒഴുകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രകരണം അവിടെ സമർപ്പിക്കുന്നത്. ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധം ശിവൻ്റെ മഹിമ വർണ്ണിക്കുകയാണ് ആദ്യത്തെ കഥ. ശിവൻ്റെ മഹിമ വർണ്ണിക്കുക മാത്രമല്ല, ശിവനും വിഷ്ണുവും ഒന്നും രണ്ടല്ല, പലതല്ല എന്ന് കാണിക്കുകയാണ്. നമുക്കുള്ള ചില പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ, നമ്മുടെ സ്വഭാവം ഭഗവാനിലങ്ങോട്ട് ആരോപിക്കും. നമ്മളെപ്പോലെ വിദ്വേഷം ഭഗവാനും ഉണ്ട് എന്നങ്ങോട്ട് പറയും. എന്നിട്ട് ശിവന് വിഷ്ണുവിനെ കണ്ടുകൂടാ, വിഷ്ണു ഭഗവാൻ ശിവനെ കണ്ടുകൂടാ. അങ്ങനെ വെച്ചാൽ രണ്ടുപേരുടെ ഒരുമിച്ചിരിക്കുമോ? ഇവിടുത്തെ പ്രത്യേകത തന്നെ അതാ. ശിവൻ അപ്പുറത്ത് വിഷ്ണു ഭഗവാൻ, ഒരു പ്രശ്നവുമില്ല, വളരെ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളാണത്. ഈ ഒരു ചിന്ത പണ്ട് ആർക്കും ഉണ്ടായിരുന്നു? ദക്ഷനുണ്ടായിരുന്നു. അത് തീർത്തു കൊടുത്ത കഥ. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഈ ദക്ഷന്മാർ, അജ്ഞാനമാകുന്ന ദക്ഷന്മാർ നമ്മുടെ ഉള്ളിലുണ്ട്. അതങ്ങോട്ട് തീരണം, എന്നാലേ സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. പലരും പറയാറുണ്ട്, ഗുരുവായൂർ പോയി തൊഴുതിട്ട് ഇനിയിപ്പോൾ മമ്മിയൂരപ്പനെ തൊഴുതില്ലെങ്കിൽ മമ്മിയൂരപ്പൻ എന്താ വിചാരിക്കുക, പോയി തൊഴുതേക്കാം. മമ്മിയൂരപ്പൻ എന്താ വിചാരിക്കാമെന്ന് വിചാരിച്ച് പോയി തൊഴുതൊന്നും വേണ്ട, തൊഴുന്നുണ്ടെങ്കിൽ പോയി തൊഴുതാൽ മതി. അതല്ലാതെ മമ്മിയൂരപ്പൻ ഒന്നും വിചാരിക്കില്ല, നമ്മളെ ശല്യം ഇല്ല എന്നേ വിചാരിക്കുള്ളൂ. നന്നായതായാലും അയാൾ വരാണ്ട കഴിഞ്ഞു എന്നേ വിചാരിക്കുള്ളൂ. ശിവസ്യ ഹൃദയം വിഷ്ണുഹോ വിഷ്ണോഹോ ഹൃദയം ശിവ. ശിവൻ്റെ ഹൃദയമാണ് വിഷ്ണു, വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവൻ. ഈ ഭാഗവത്തിൽ തന്നെ പറയും, വൈഷ്ണവാനാം യഥാ ശംഭു. വൈഷ്ണവന്മാരുടെ കൂട്ടത്തിൽ ശംഭുവിനെ പോലെ ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ ആരാ ചോദിച്ചാൽ അത് ശിവനാണ്. ഏറ്റവും വലിയ ശിവഭക്തനോ അത് വിഷ്ണുവാണ്. ഇനി ശരിക്കും അങ്ങോട്ട് നോക്കിയാൽ ശിവനും വിഷ്ണു രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഈ വിഷ്ണു പുരാണത്തിൽ ശിവൻ്റെ മഹിമ ഇവിടെ പറയണം. അതിനുണ്ടായ സന്ദർഭം എന്താണ്? കഥ പറയണം. സ്വയംഭുവനുവിൻ്റെ മക്കളുടെ കഥയാണല്ലോ കാണുന്നത്. അതിൽ ദേവഭൂതിയുടെ കഥ കേട്ടു. ഇനി പ്രസൂതി, ഒരു പെൺകുട്ടി കൂടിയുണ്ട്, പ്രസൂതി എന്നാണ് പേര്. ആരാവളെ വിവാഹം കഴിച്ചത്? ദക്ഷൻ, ദക്ഷ പ്രജാപതി. ആരാ ദക്ഷൻ? ബ്രഹ്മാവിൻ്റെ മകനാണ്. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധ. ദക്ഷനെ കുറച്ചധികം ലാളിച്ച് വളർത്തിയാൽ ബ്രഹ്മാവ്. ലാളിച്ച് വളർത്തിയപ്പോൾ എന്തായി? അഹങ്കാരം കണ്ട് കൂടി. ബ്രഹ്മാവിനെ തന്നെ വക വയ്ക്കാതെയായി. ചെറുപ്പത്തിലേ കണ്ട് ലാളിച്ചത്, കേമനാണ് എൻ്റെ മകനെ, കേമനാണ് എന്നൊക്കെ പറഞ്ഞിട്ടെ
മൊബൈലൊക്കെ നല്ലോണം നോക്കും. ഇതൊക്കെ നിശ്ചണ്ടെന്ന് അറിയോ? നമ്മളൊക്കെ പറയല്ലേ, കുട്ടിക്ക് മൊബൈൽ അങ്ങോട്ട് കിട്ടിയാൽ മതി, ഒക്കെ അറിയാം. ഭാഗവതം വായിക്കുക, അതില്ല, അത് കൊടുക്കുക. മറ്റുള്ളതിൽ അഭിമാനിക്കുകയല്ല. മറ്റതൊക്കെ വലിയ അഭിമാന സിനിമ കാണും, എന്താ കഥ ഒക്കെ കാണും, അടിയും കുത്തുള്ള സിനിമയൊക്കെ കാണും. പേടിയൊന്നുമില്ല. ഇല്ല, കിട്ടും പറയും. നമുക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും എന്ത് വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം. ഈ വക കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് അഭിമാനം. ബ്രഹ്മാവ് ഇങ്ങനെ ഇരുന്നു. ദക്ഷൻ എൻ്റെ മകനെ സമർത്ഥന. ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നർത്ഥം. സമർത്ഥം എന്ന് പറഞ്ഞാൽ സാമർഥ്യം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം കണക്കാക്കേണ്ടത്? ഭഗവാനെ കിട്ടുന്നതിലാണ് സാമർഥ്യം കാണിക്കേണ്ടത്. അതല്ല ഫസ്റ്റ് ട്രിപ്പിൽ ഊണ് കഴിക്കാൻ സമർത്ഥന, അതല്ല വേണ്ടത്. അതിലാണ് അദ്ദേഹത്തിന് അഭിമാനം. എൻ്റെ മകനെ അങ്ങനെയാ, നല്ലോണം കാശുണ്ടാക്കും, ആരെ പറ്റിച്ചും കാശുണ്ടാക്കും, ആരെയും ഇയാൾക്ക് പറ്റിക്കല്ല, ആർക്കും ദക്ഷിണ പറ്റിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവസാനമല്ല അഹങ്കാരിയായിട്ട് മാറി. ഒരിക്കലും എന്താ ഉണ്ടാക്കിച്ചാൽ പ്രജാപതിമാരുടെ സത്രത്തിന് മുഖ്യാതിഥി ദക്ഷനാണ്. പലരും അങ്ങോട്ട് വന്നു. അവസാനം ദക്ഷൻ കയറി വരികയാണ്. ദക്ഷൻ വരുമ്പോൾ എല്ലാവരും നോക്കി. എല്ലാവരും തന്നെ കണ്ടിട്ട് വേണ്ടതുപോലെ ആദരിക്കുന്നില്ലേ നോക്കി. എല്ലാവരും ദക്ഷനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. കാരണം പേടി എല്ലാവർക്കും. കാരണം ബഹുമാനിച്ചില്ലെങ്കിൽ ഇയാൾ ചീത്ത പറയും. ഉള്ളുന്നല്ല എന്നർത്ഥം. ചീത്ത പറയേണ്ട കരുതിയിട്ട് ബഹുമാനിക്കുകയാണ്, പിടിച്ചു വാങ്ങുകയാണ് ബഹുമാനം. അവിടെ ഉള്ളവരൊക്കെ അവിടെ എഴുന്നേറ്റു. പക്ഷെ 3 പേര് എഴുന്നേറ്റില്ല. ആരൊക്കെയത്? ബ്രഹ്മാവും ശിവനും വിഷ്ണു ഭഗവാനും എഴുന്നേറ്റില്ല. കാരണം അവർ ജ്ഞാനികളാണ്. അവരെല്ലാവരിലും ഈശ്വരനെ കാണുന്നുണ്ട്. എല്ലാവരിലും ഈശ്വരനെ കാണുന്നവർ പിന്നെ എഴുന്നേറ്റ് നമസ്കരിക്കില്ല എന്ന് നേരത്തെ തന്നെ ആര് പറഞ്ഞിട്ടുണ്ട്? കപിലൻ പറഞ്ഞു. ശ്രദ്ധിച്ചില്ലേ? അത് അവർ മനസ്സുകൊണ്ടാണ് നമസ്കരിക്കുക, ശരീരം കൊണ്ടല്ല. മനസായതാനി ഭൂതാനി. ദക്ഷിണ അങ്ങോട്ട് വരുമ്പം തന്നെ മനസ്സുകൊണ്ട് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും നമസ്കരിച്ച് കഴിഞ്ഞു. പക്ഷേ ശരീരാഭിമാനിയായിട്ടുള്ള ദക്ഷിണ അത് മനസ്സിലാവുമോ? ഇഷ്ടപ്പെട്ടില്ല. 3 പേരെന്നെ കണ്ടിട്ട് എഴുന്നേറ്റില്ലല്ലോ. അതിലൊരാളാരാ? ഒരാൾ തൻ്റെ അച്ഛൻ ബ്രഹ്മാവാണ്. അച്ഛനാണെങ്കിൽ എന്താ എണീക്കണ്ടേ? അത്ര കേമത്തില്ല എനിക്ക്. അച്ഛനാ പറഞ്ഞു മിണ്ടാണ്ടിരിക്കുക. ഇതാണ് അഹങ്കാരം. പിന്നെ പോട്ടെ, അച്ഛനാ കരുതി ക്ഷമിക്കാം. മറ്റാളോ? വിഷ്ണു ഭഗവാൻ ആരാ? മുത്തച്ഛനാ, അച്ഛൻ്റെ അച്ഛനാ. എന്നാലും എണീക്കൊക്കെ വേണം, പോകട്ടെ, എന്നാലും മുത്തച്ഛനല്ലേ, ക്ഷമിക്കാം. അടുത്ത ആളാരാ? ശിവൻ. വലിയച്ഛനോ അമ്മാവനോ? ആരാത്? തൻ്റെ മകളെ കല്യാണം കഴിച്ച ആളല്ലേ, തൻ്റെ മരുമകനാണ്. അദ്ദേഹം തന്നെ കണ്ട് എണീക്കാതിരുന്നത് കുറച്ചധികം ദേഷ്യത്തിന് കാരണമായി. ആ സിംഹാസനത്തിൽ അങ്ങോട്ട് ഇരുന്നെങ്കിലും ഇരിപ്പുറപ്പിക്കണില്ല, ഉറക്കണില്ല. കുറേ പേര് തന്നെ കണ്ട് ബഹുമാനിച്ചു, അതൊന്നും നല്ല വിഷയം. ഇവർ ബഹുമാനിച്ചില്ല. അവസാനം മൈക്കങ്ങോട്ട് വാങ്ങി ഇയാളുടെ പ്രസംഗം തുടങ്ങി. അവിടെ കുട്ടികൾ നിൽക്കുക ഈശ്വര പ്രാർത്ഥനയ്ക്ക്. ആര് കേൾക്കണു? സ്വാഗതം പറയാനൊക്കെ ആളുണ്ടാവും, ഒന്നുമില്ല. ഇയാൾ വാങ്ങി പ്രസംഗം കണ്ട് തുടങ്ങി. അല്ലയോ ദേവർഷികളെ, ബ്രഹ്മർഷികളെ, ശ്രൂയതാം ബ്രഹ്മർഷയോ മേ സഹദേവാ സഹാഗ്നയ സാധൂനാം ബ്രുവലോ വൃത്തം നാജ്ഞാനാത്മച മത്സരാത്. ഞാൻ ഈ പറയണത് എനിക്ക് ശിവനോട് ദേഷ്യമുള്ളതുകൊണ്ട് പറയല്ല, എനിക്ക് അറിവില്ലാത്തത് കൊണ്ടും പറയല്ല. മനസ്സിലായി? ഈ മുഖവരയുടെ ആവശ്യമില്ലായിരുന്നു. ഇപ്പം മനസ്സിലായി എന്താ ഇയാൾ പറയണമെന്നുള്ളത്. ശിവനോട് ദേഷ്യമുള്ളത് കൊണ്ടും വിവരമില്ലാത്തതുകൊണ്ടും പറയുക. എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്ത്? ഈ ശിവൻ്റെ പെരുമാറ്റം കണ്ടില്ലേ? അദ്ദേഹം ആരാ? എൻ്റെ മകളെ കല്യാണം കഴിച്ച ആളാണ്. എന്നെ കണ്ട് എണീറ്റുവാ. വാചാവി അകൃതനോചിതം. നല്ലൊരു വർത്തമാനം പറഞ്ഞു ഇല്ല. ഇവൻ്റെ സ്വഭാവം പണ്ട് എനിക്കറിയാം. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്തിനാന്ന്? എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമില്ല. എൻ്റെ അച്ഛൻ ബ്രഹ്മദേവൻ നിർബന്ധിച്ചിട്ട് മനസ്സോടെ ഞാൻ എൻ്റെ മകളെ കൊടുക്കേണ്ടായത്. മൃഗശാപാക്ഷിയ. എൻ്റെ മകള് സുന്ദരിയാണ്. അദ്ദേഹം എന്ത് സൗന്ദര്യമായി ശിവനുള്ളത്. ലുപ്തക്രിയായ ആശുചയേ മാനിനെ ഭിന്നസേതവേ അനിച്ഛന്നപ്യതാംബാലാം ശൂദ്രായേവോശതീം ഗിരം പ്രേതാവാസേഷു ഘോരേഷു പ്രേതൈഃ ഭൂതഗണൈർവൃതഃ. എവിടെയാണ് അയാൾ താമസം? ശ്മശാനത്തിലാണ്. എല്ലാവർക്കും അവിടെ പോകുമ്പോൾ പേടിയാണ്. അദ്ദേഹം താമസം തന്നെ എവിടെയാണ്? ആരാ തൻ്റെ കൂട്ടുകാർ? ഭൂതഗണൈർവൃതഃ. ഭൂതഗണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതും ഭസ്മസ്നാനാണ്. കുളിക്കൊന്നുമില്ല, ഭസ്മം തേക്കും ശരീരത്തിൽ. മുടിയൊന്നും ആടുമില്ല, ജടാമുടിയാണ്. കഴുത്തിലാരാ? കഴുത്തിൽ വാസുകിയും പിന്നെ കയ്യിലും കാൽമിലൊക്കെ വാസുകിൻ്റെ ഫാമിലി. അങ്ങനെയാണ്. ഇങ്ങനെയൊരു സ്വരൂപം. പ്രേതാവാസേഷു ഘോരേഷു പ്രേതൈഃ ഭൂതഗണൈർവൃതഃ അടതി ഉന്മത്തവൻ നഗ്നഃ. എന്താ അയാൾ ഉടുത്തതെന്ന് വെച്ചിട്ടുണ്ടോ? തോൽമുണ്ട്, ആനത്തോലോ പുലിത്തോലോ എന്തെങ്കിലുമൊക്കെ ഉടുക്കും. ഇടയ്ക്കൊന്നും ഉടുക്കൂല. അടതി ഉന്മത്തവൻ നഗ്നഃ യുക്തകേശോ ഹസന്തുതൻ. ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് അട്ടഹസിക്കും. ഇങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ 12:30 ചുടലപ്പറമ്പ് പോയിട്ട് നിർത്തണ്ട്. പേര് താണ്ഡവം. കാണാനൊരു മനുഷ്യല്ല, അതിൻ്റെ പേര് താണ്ഡവം. ചിതാഭസ്മകൃതസ്നാനഃ.
പ്രേതസ്രംസ്തിഭൂഷണ ശിവാപദേശോ ഹ്യശിവ മത്തോ മത്തജനപ്രിയ. ആരാ അദ്ദേഹത്തിൻ്റെ ഫാൻസ്? മത്തജനപ്രിയ, ഉന്മത്തന്മാർ, ഭ്രാന്തന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ. അങ്ങനെ ഭ്രാന്തന്മാരുടെ ചക്രവർത്തിയായിരിക്കുന്ന തസ്മാ ഉന്മാദനാഥായ, ഉന്മാദന്മാരുടെ ചക്രവർത്തിയായിരിക്കുന്ന ഇവന് കൊടുത്തുപോയല്ലേ എൻ്റെ മകളെ. എൻ്റെ കുട്ടി കഷ്ടപ്പെടുന്ന ആലോചിച്ച് എനിക്കിപ്പോൾ വിഷമം തോന്നുകയാണ്. പറ്റിപ്പോയി. ശിവൻ എന്നാ പേരിട്ടത് ഇയാൾക്ക്. ആരാ ഈ പേരിട്ടത്? ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപി എന്നർത്ഥം. എന്ത് മംഗള അയാൾക്കുള്ളത്? അശിവൻ എന്നാണ് പേരിടേണ്ടത്. ആര് പറയാണ്? ദക്ഷൻ പറയണം. ഇങ്ങനെ പണ്ട് ഇതേപോലെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശിവനെ നിന്ദിക്കാൻ തോന്നും. പക്ഷേ സ്തുതിക്കുന്ന രീതിയിൽ പല കവികളും എഴുതിയിട്ടുണ്ട്. പണ്ടൊരു കവി ചോദിച്ചിരുന്നു, പരമശിവ അങ്ങ് എന്തിനാണ് ഇങ്ങനെ തോൽമുണ്ട് ഉടുക്കണത്? ഇഷ്ടം പോലെ മുണ്ട് വീട്ടിലുണ്ട്, എന്നിട്ട് അതൊന്നും എടുക്കാതെ കണ്ടേ നല്ല കറുപ്പുമുണ്ട്, ഒരു കറുപ്പുമുണ്ടുണ്ടല്ലോ, ഒരു മുറി സോമൻ ജടാന്ധസ്ഥലേ. പിന്നെ സോമൻ മുണ്ട്, തമിഴ്നാട്ടിൽ കിട്ടുന്നൊരു മുണ്ടുണ്ട്, അത് സോമൻ, അതുമുണ്ട്. പിന്നെയോ പിന്നെ പണ്ടേയുള്ളൊരു വെള്ളമുണ്ട്, പണ്ടേയുള്ളൊരു വെള്ളമുണ്ട് കയ്യിലുണ്ട്, എന്നിട്ടും അതൊന്നും എടുക്കണില്ല. തലയിൽ കണ്ടാലതും വിസ്മയം ഉണ്ടേ നിങ്കലൊരെട്ടു കരമുണ്ട്, ഒരെട്ട് കരമുണ്ടുണ്ട്, എന്നിട്ടും എന്നല്ല രുദ്രാവല്ലി ശ്രീകണ്ഠേശ്വര പിന്നെയും വെറുതെ നീ തോൽമുണ്ടുടുത്തിയിടല. ഇത്രയൊക്കെ കരമുണ്ടും സോമനും ഒക്കെ ഉണ്ടായിട്ടും അങ്ങെന്താ ഈ തോൽമുണ്ട് ഉടുക്കണമെന്നാണ്. കേട്ട് കഴിഞ്ഞാൽ മുണ്ടനെ പറ്റി പറയാൻ തോന്നും. അല്ല, അതല്ല പറഞ്ഞത്. കണ്ഠേ നല്ല കറുപ്പും ഉണ്ട് ആണ്, മുണ്ടല്ല കറുപ്പും ഉണ്ട്. കറുപ്പ് പറഞ്ഞ വേഷം, കഴുത്തിൽ വേഷമുണ്ട്. കണ്ഠേ നല്ല കറുപ്പുമുണ്ട്. ഒരു മുറി സോമൻ ചന്ദ്രൻ, സോമൻ മുണ്ടിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഒരു മുറി സോമൻ ജടാന്തസ്ഥലേ ആണ്. ജട ഒതുക്കി വെച്ചത് സോമനെ കൊണ്ടാണ്, ചന്ദ്രനെ കൊണ്ടാണ്. പണ്ടേയുള്ളൊരു വെള്ളം ഉണ്ട് ആണ്. വെള്ളമുണ്ടല്ല, പണ്ടേയുള്ള വെള്ളം ശിരസിലുണ്ട്, ഗംഗ. പണ്ടേയുള്ളൊരു വെള്ളമുണ്ട് തലയിൽ കണ്ടാലതും വിസ്മയം ഉണ്ടേ നിങ്കലൊരെട്ട് നല്ല കരമുണ്ട്. കരം എന്ന് പറഞ്ഞാൽ കൈ, 8 കൈകൾ. ഉണ്ടേ നിങ്കലൊരെട്ട് നല്ല കരമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കരം ഉണ്ട്, 8 കൈകളുണ്ട്. എന്നല്ല രുദ്രാവലി ശ്രീകണ്ഠേശ്വര. പിന്നെ അദ്ദേഹത്തിൻ്റെ വക ഒരു സരസമായിട്ട് തമാശ. എന്നിട്ടും അങ്ങ് ഈ തോൽമുണ്ട് എടുക്കുന്നുണ്ടല്ലോ. ആ ഭഗവാന്റെ മഹിമ അറിയുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് എന്താ അറിയാം. ഇവിടെ ദക്ഷൻ കുറേ ചീത്ത പറഞ്ഞു, പരമശിവനൊന്നും മിണ്ടിയില്ല. കാരണം എന്തൊക്കെ പറഞ്ഞു, തൻ്റെ പത്നിയുടെ അച്ഛനല്ലേ, ഒന്നും മിണ്ടിയില്ല, തൽക്കാലം ക്ഷമിച്ചു. പക്ഷെ അത് അങ്ങനെ ക്ഷമിക്കാൻ ആർക്ക് പറ്റിയില്ല? അവിടെ നന്ദികേശ്വരന് പറ്റിയില്ല. നന്ദികേശ്വരൻ അങ്ങോട്ട് എണീറ്റു, ഇങ്ങനെ ശിവനെ ചീത്ത പറയും. ശിവൻ തന്നെ ശപിക്കാണ്ടിരുന്നപ്പം ദക്ഷൻ ശിവനെ ശപിച്ചു എന്നാണ്. ഒന്നും മിണ്ടാണ്ടിരുന്നപ്പം ദേഷ്യം കിട്ട് കൂടി. തനിക്കിനി മുതൽ യാഗത്തിൽ ഭാഗം കിട്ടാണ്ട പോട്ടെ എന്ന് പറഞ്ഞാൽ ശപിച്ചു, ദക്ഷൻ ശപിച്ചു. അത് കേട്ടപ്പം നന്ദികേശ്വരൻ സഹിച്ചില്ല. നന്ദികേശ്വരൻ അങ്ങോട്ട് എഴുന്നേറ്റു. ഇങ്ങനെ തലയില്ലാത്ത വർത്തമാനം പറയുന്ന ദക്ഷ തൻ്റെ തല അധികം വൈകാണ്ട് വീണു പോട്ടെ. അപ്പോഴേക്കും ദക്ഷൻ്റെ പാർട്ടിക്കാരെണീറ്റു, അവരിങ്ങോട്ട് ജപിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞ ശാപം പ്രതിശാപം, അങ്ങനെ ആ സഭ അങ്ങോട്ട് പിരിച്ചുവിട്ടു. പരമശിവൻ തിരിച്ച് തൻ്റെ കൈലാസത്തിലേക്ക് വന്നു. സതിയോട് ഈ വിഷയമൊന്നും പറഞ്ഞതുമില്ല, കാരണം അത് പറഞ്ഞാൽ അവൾക്ക് വിഷമാവും. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ പറ്റി ഉള്ളതാണെങ്കിലും കുറ്റം പറഞ്ഞത് ഇഷ്ടാവും മക്കൾക്ക്, ഉള്ള കാര്യമായിരിക്കും, ഞാൻ പറഞ്ഞത് ഇഷ്ടാവില്ലല്ലോ, അതുകൊണ്ട് പറയണ്ട കരുതി. ദിവസങ്ങൾ കഴിഞ്ഞു, ആരും യാഗം ചെയ്യാണ്ടായി. യാഗം ചെയ്താൽ ദക്ഷൻ അലോഗ്യാവും. യാഗം ചെയ്താൽ ആരെ വിളിച്ചാൽ? ശിവനെ വിളിച്ചാൽ. ശിവനെ വിളിക്കാണ്ട് യാഗം ചെയ്താൽ യാഗമാവുമോ? ഈശ്വര പൂജയാവുമോ? അവർ വിചാരിച്ചു കഴിക്കണ്ടാച്ചാൽ കഴിഞ്ഞില്ലേ, എന്നാൽ യാഗം ചെയ്യണ്ട. ആരും യാഗം ചെയ്യാതെയായി. താൻ ശപിച്ചത് ഇപ്പോഴും സത്യമായിട്ടില്ല. ദക്ഷൻ ശപിച്ചിട്ടുണ്ടെന്ന് യാഗത്തിൽ ഭാഗം കിട്ടാണ്ട പോട്ടെന്ന്. പക്ഷെ അതൊന്നും സത്യമാവണ്ടേ, ആരും പോകുന്നത് വരും. അങ്ങനെ ശിവനെ കൊടുക്കാണ്ട് യാഗം ചെയ്തിട്ടില്ല. താൻ തന്നെ ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കാം. ശിവന് കൊടുക്കാതെ യാഗം എന്ന് പറഞ്ഞ് ദക്ഷൻ തന്നെ ഒരുങ്ങി ഒരു യാഗത്തിന്. അതാണ് ബൃഹസ്പതി സവം നാമ. ആ യാഗത്തിൻ്റെ പേരാണ് ബൃഹസ്പതി സവം. എല്ലാവർക്കും കത്തയച്ചു, കൈലാസത്തിലേക്ക് മാത്രം കത്തയച്ചില്ല. എല്ലാവരും പുറപ്പെട്ട് പോവുകയാണ് ദക്ഷൻ്റെ യാഗശാലയിലേക്ക്. നല്ല സദ്യ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഈശ്വരനെ നിന്ദിക്കുകയാണ്, ശിവനെ നിന്ദിക്കുന്ന സ്ഥലമാണ്, എന്നാലും സദ്യ കിട്ടല്ലോ കരുതി പോയി എന്നാണ്. അതിൻ്റെ ഫലമൊക്കെ അവരനുഭവിച്ചു. ഈശ്വരൻ നിന്ദ ചെയ്യണ സ്ഥലത്തേക്ക് നീ എന്തൊക്കെ നീ അവാർഡ് തരുമെന്ന് പറഞ്ഞാലും തീയരുത്, പോകരുത്. കാശും തൽക്കാലത്തേക്കുള്ള ആ ഒരു പദവിയോടുള്ള ഭ്രമം കൊണ്ടൊക്കെ
ധർമ്മത്തിനെതിരെ നിന്നാൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. അവരെല്ലാവരും കൂടി അങ്ങനെ പുറപ്പെട്ടു പോകുന്നത് ആര് കണ്ടു? സതീദേവി കണ്ടു. നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. നീ പുറപ്പെട്ടിട്ടില്ലേ? ഞങ്ങൾ കരുതി 2-3 ദിവസം മുന്നേ നീ അവിടെ ഉണ്ടാവുന്ന വിചാരിച്ചത്, ഉത്സാഹമൊക്കെ ആയിട്ടെ. അച്ഛൻ്റെ യാഗം നടക്കണില്ലേ അവിടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഗതി ആരറിയണത്? സതി അറിയണത്. അതോടുകൂടി ദേഷ്യം ആരോട്? പരമശിവനോട്. അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഇങ്ങനെ അച്ഛൻ യാഗം നടത്തുന്ന കാര്യം, അറിഞ്ഞിട്ടും മിണ്ടിയില്ലല്ലോ. പിന്നെ ഓഫീസ് തിരക്കൊണ്ടായിരിക്കും, വിട്ടുപോയതാവും എന്നൊക്കെ കരുതി അടുത്ത് ചെന്നു. ശിവനോട് പറഞ്ഞു, പ്രജാപതേസ്തേ ശുശുരസ്യ സാമ്പ്രതം നിര്യാപിതോ യജ്ഞമഹോത്സവ കില. പ്രജാപതേസ്തേ, അതേ മഹാദേവ, അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ യാഗം ചെയ്യുന്നുണ്ട് പോലും. എന്തിനാ അങ്ങനെയൊക്കെ പറയണോ? എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പോരാ. അതുപോലെ എന്നോട് പറഞ്ഞില്ലല്ലോ, അങ്ങ് അറിഞ്ഞിട്ടും മിണ്ടിയില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വളച്ച് പറയണത്. അങ്ങേക്ക് പോകേണ്ട ചുമതല ഉണ്ടെന്ന് കാണിക്കാനാണ് അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞത്. വയം ച മതി, അങ്ങയുടെ ആ ധ്യാനമൊക്കെ ഒഴിവാക്കുക, വേഗം പുറപ്പെടുക. വയം ച തത്ര അഭിസരാമ, നമുക്ക് വേഗം അങ്ങോട്ട് പോകണം. നമ്മളാണ് അവിടെ പോയിട്ടൊക്കെ ഭംഗിയിൽ നടത്തേണ്ടത്. ശിവനൊന്നും മിണ്ടിയില്ല. മിണ്ടാണ്ടിരുന്നപ്പം ദേവി ചോദിച്ചു, ഓ അങ്ങക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ടേ സ്വയംഭൂവാണല്ലോ. അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ. അച്ഛനും അമ്മയോടുള്ള സ്നേഹം പറഞ്ഞാൽ അങ്ങക്ക് മനസ്സിലാവും. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്കൊന്ന് പോകാൻ പറ്റുക? ഇങ്ങനെയൊക്കെ വല്ല ചടങ്ങും ഉണ്ടാകുമ്പോഴൊക്കെ പോകാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണുന്നത്. അവരെ കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞാൽ ബന്ധുക്കൾ ഉണ്ടാവണം, അപ്പോഴേ അവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ന് വീണ്ടും ശിവനെ കുത്തുകയാണ്. ഒന്നും മിണ്ടിയില്ല, കണ്ണടച്ചു. ഓം എന്ന് പറഞ്ഞു. അപ്പം ദേവി ചോദിക്കുക, ക്ഷണം പോരായിട്ടാലേ? അച്ഛൻ വിളിച്ചില്ല, ഫോൺ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇവിടേക്ക് കത്ത് തന്നിട്ടില്ല എന്നൊക്കെയാണോ? ചില അങ്ങനെയൊക്കെ പറയുമല്ലോ. ഒന്നും ഉണ്ടായില്ലത്. ക്ഷണം പോരായിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? ഭാര്യ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നില്ല. ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, ഭാര്യയുടെ വീട്ടിലേക്ക്, അച്ഛൻ്റെ വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക്, ഗുരുനാഥൻ്റെ വീട്ടിലേക്ക്, സത്സംഗം നടക്കുന്ന വീട്ടിലേക്ക് ഒന്നും ക്ഷണിക്കണമെന്നില്ല. കയറിച്ചല്ല. ഇതവിടെ സത്സംഗം നടക്കണത്, യാഗ നടക്കണത് എന്ന് മാത്രമല്ല, ഭാര്യ വീടുമാണ്. പോയിക്കൂടെ? ക്ഷണിച്ചില്ല പരാതി അത് വേണോ? ഇത്രയും കേട്ട സമയത്ത് ശിവൻ മിണ്ടാതിരുമാനിച്ചു. ത്വയോദിതം ശോഭനമേവ ശോഭനേ, നീ പറഞ്ഞത് ശരിയാ സതി. ക്ഷണിച്ചില്ലെങ്കിലും പോകണം. എവിടേക്ക്? സജ്ജനങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും പോകണം. പക്ഷേ നിന്റെ അച്ഛനെ പോലുള്ള ദുർജനങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാലും പോകരുത്. അതങ്ങോട്ട് കേട്ടപ്പോൾ ഉള്ളിൽ കൊണ്ടു. എന്താ അപ്പം എൻ്റെ അച്ഛനെ പറ്റി അങ്ങനെ പറയാൻ കാരണം? ഞാൻ മിണ്ടണ്ട കരുതിയിരുന്നതാ, നീ ഇപ്പം ചോദിച്ചു വാങ്ങിയതപ്പോൾ അത്. അന്നൊരു ദിവസം ഞാൻ കുറച്ച് വൈകി വന്നില്ലേ, 2-2:30 വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിനോട്, ആ പൊന്നി അരി കുക്കറിൽ അങ്ങോട്ട് വെച്ചോളൂ പറഞ്ഞില്ലേ, ഊണ് കഴിക്കാണ്ട വന്നു. അതെന്താ അച്ഛൻ എന്നെ അപമാനിച്ചു? ആരും എന്നെ അങ്ങോട്ട് ഇറക്കി വിടേണ്ടായത് അവിടുന്ന്, നിൻ്റെ അച്ഛനെ. അതിനെന്തോ നിസ്സാര കാര്യം പറഞ്ഞു. എത്തിയപ്പോൾ എണീറ്റില്ല അത്രേ. ഞാൻ മാത്രമല്ല എണീക്കാത്തത്, പിന്നെയോ ബ്രഹ്മാവ് എണീറ്റിട്ടില്ല, വിഷ്ണു ഭഗവാൻ എണീറ്റിട്ടില്ല. എന്നാൽ ശപിക്കുക വെച്ചാൽ 3 പേരെയും ശപിക്കണം. അതാച്ചാൽ ന്യായമുണ്ട്. ഇതല്ല, ഇത് വിഷ്ണു ഭഗവാനെ ശപിച്ചിട്ടില്ല, ബ്രഹ്മാവിനെ ശപിച്ചിട്ടില്ല, എന്നെയാണ് ശപിച്ചത്. ഞാൻ നിന്നോട് പറയണ്ട കരുതിട്ടാ. അദ്ദേഹത്തിന് പണ്ടേ എന്നോടൊരു, എന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടമല്ല ഉണ്ട്. നമ്മളിപ്പോൾ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആളെ പിന്നാലെ എങ്ങനെ പോകണം? ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? അതുപോലെ അത്ര പോരെ. പിന്നെ അവിടേക്ക് എങ്ങനെ എന്നെ ബഹുമാനിക്കൂ പറയണം എന്തിനാ? അതുകൊണ്ട് ഞാനില്ല. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, അങ്ങെന്താ എഴുന്നേൽക്കാഞ്ഞു? ഈ സതി എഴുന്നേൽക്കുക പറഞ്ഞാൽ എഴുന്നേൽക്കണം എന്നുണ്ടോ? നമ്മൾ ബഹുമാനിക്കുക പറഞ്ഞാൽ എഴുന്നേൽക്കണം എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഉള്ളിലുണ്ടാവുക വേണ്ടത്, അതാണ് മുഖ്യം. ഇനി പുറമേക്ക് ഇങ്ങനെ നാട്ടിച്ചൊക്കെ അങ്ങനെയൊക്കെ നാട്യം കാണിക്കും, ഒന്നും ഉണ്ടാവില്ല ഉള്ളിൽ. എന്ത് കാര്യം അത്? ഉള്ളിലല്ലേ വേണ്ടത്. ഉള്ളിൽ ഞാൻ സത്യമായിട്ടും ഞാനും വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും മനസ്സുകൊണ്ട് അദ്ദേഹം നമസ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് ആ സ്റ്റേജിലേക്ക് കയറി ആ സമയത്ത് തന്നെ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്ക് ഇല്ലാണ്ട് പോയി. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ പോകണ്ടെന്നാണ് ഞാൻ പറയുക. അവിടെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുക. നിന്നെ അയാൾ കാണുന്നത് ഇപ്പം മകൾ എന്നുള്ള മട്ടിലൊന്നുമല്ല, പിന്നെയോ ശത്രുവായ ശിവൻ്റെ ഭാര്യ എന്നുള്ള മട്ടില്ല. അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിന് അഹങ്കാരം. നിനക്കത് മനസ്സിലാവായിട്ടാണ്. അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ദുർനോട്ടം ആണ്. നിന്നെ അങ്ങോട്ട് നോക്കും അദ്ദേഹം, പുരികൊക്കെ വളച്ച് കണ്ണൊക്കെ അങ്ങനെ നോക്കും. ചിലരെ നോട്ടം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. അസ്ത്രം ഹൃദയത്തിൽ കൊണ്ടാൽ അത് 2 ദിവസം കഴിഞ്ഞാൽ മാറും, ഉണങ്ങും. പക്ഷെ ചിലരുടെ വർത്തമാനവും നോട്ടമൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും അന്ന് 1986 ദിവാനിശം തപ്യതി മർമ്മതാടിത, രാവും പകലും അങ്ങനെ വേദനിക്കും. അതുകൊണ്ട് നല്ലതെന്താ വെച്ചാൽ ആ സന്ദർഭത്തിൽ അത് ഒഴിവാക്കല് നന്നാവുക. അവിടെ ഒരു അപകടം വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്കതങ്ങോട്ട് ഒഴിവാക്കിയാലോ, അങ്ങോട്ട് പോകണ്ട.
എന്ന് പറഞ്ഞെങ്കിലും ദേവി കേട്ടില്ല. ഞാൻ പോകുന്നതാണ് ദേവിയുടെ ഭാവം കണ്ടാൽ തോന്നുന്നത്. ഭഗവാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയിക്കോട്ടെ, ഇനിയിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ ദേവി ഇവിടെ ഇരിക്കുമ്പോഴും മനസ്സിലെന്തായിരിക്കും? ദുഷ്ട, താൻ വിട്ടില്ലല്ലോ, എന്നെ വിട്ടില്ലല്ലോ, അവിടെ അച്ഛനെ യാഗം നടത്തുമ്പോൾ പോകാൻ സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ശപിച്ചും കൊണ്ടും ദക്ഷനെ സ്തുതിച്ചും കൊണ്ടാവും മരിക്കാനുള്ള സമയം എന്ന് ആർക്ക് മനസ്സിലായി? ശിവനറിയില്ലേ? പത്ന്യംഗനാശം ഹി ഉഭയത്ര ചിന്തയൻ. സതി ദേഹം ധരിക്കേണ്ട സമയമായെന്ന് മനസ്സിലാക്കി. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ശപിച്ചും കൊണ്ടും ദക്ഷനെ സ്തുതിച്ചും കൊണ്ടും കണ്ണടയ്ക്കും. എന്താണോ നമ്മൾ അവസാന കാലത്ത് എന്താണോ സ്തുതിക്കുന്നത് അതായിട്ട് ബന്ധം ഉണ്ടാവുന്ന പറയുക. അപ്പം വീണ്ടും ദക്ഷനായിട്ട് ബന്ധം ഉണ്ടാവും. അത് വേണ്ട. വിട്ടെന്താ ഗുണം വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ സ്തുതിക്കും. ശിവനെ നിന്ദിക്കുന്നത് കാണുമ്പോൾ ശിവനെ വന്ദിച്ചും കൊണ്ടും ശിവനെ സ്തുതിച്ചും കൊണ്ടും ദക്ഷനെ ശപിച്ചും കൊണ്ടും കണ്ണടച്ചാൽ വീണ്ടും ഈ സതി എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതി പരമശിവൻ പോട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. കണ്ണടച്ച് അവിടെ ഇരുന്നു. വരൂ എന്ന് പലതവണ പറഞ്ഞു. ശിവൻ വരില്ല എന്ന് ഉറപ്പായപ്പം ദേവി ശിവനെ വിട്ട് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. പിത്രോരകാത് സ്ത്രൈണവിമൂഢധീർഗൃഹാൻ പ്രേംണ ആത്മനോയോ അർദ്ധമതാത് സതാം പ്രിയ. എല്ലാവർക്കും ഏറ്റവും പ്രിയം അവനവൻ്റെ ദേഹമല്ലേ. പരമശിവൻ ഈ പത്നിക്ക് എന്താ കൊടുത്തത് ഇഷ്ടമുണ്ടോ? സാധാരണ കല്യാണം കഴിഞ്ഞാൽ സമ്മാനമായിട്ട് ഭർത്താവ് എന്താ കൊടുക്കുക? അല്ല പട്ടുസാരിയോ സ്വർണ്ണ വളയോ? ഇദ്ദേഹം എന്താ കൊടുത്തത്? യോ അർദ്ധമതാത്, തൻ്റെ പകുതി കൊടുത്ത മഹാത്മാവാണ് ആര്? എന്തൊരു സ്നേഹമാണ് പത്നിയോട്. എന്നിട്ടും ആ പത്നി ഇത് മനസ്സിലാക്കിയില്ലല്ലോ. ആ ശിവനെ വിട്ട് സതി പോയില്ലേ? പരമശിവൻ ഒന്ന് കണ്ണു തുറന്ന് നോക്കുകയാണ്. സതി അങ്ങോട്ട് പോയിന്ന് കണ്ടപ്പോൾ അവൾ പോയില്ലേ, എൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ പോയില്ലേ. അതിൻ്റെ ഫലം ആരനുഭവിച്ചു? അവൾ അനുഭവിച്ചു. അച്ഛനോടുള്ള മമത കൊണ്ട് ശിവനെ വിട്ടു. ശവത്തിൻ്റെ പിന്നാലെ ആര് പോയി? അതാണർത്ഥം. ശരീരാഭിമാനിയാണ് ദക്ഷൻ. അദ്ദേഹം ശിവനെയല്ല കാണുന്നത്, ശവത്തെയാണ് കാണുന്നത്. അയാളുടെ അവിടെ നടക്കണ കർമ്മങ്ങളും അങ്ങനെയുള്ളതായിരിക്കും. ഈശ്വരനെ നിന്ദിച്ചുകൊണ്ടുള്ള ഏർപ്പാടാണ്. അവിടേക്ക് ആര് പുറപ്പെട്ടു? സതി പോയി. അവിടെ എത്തിയ സമയത്ത് ദക്ഷൻ വരുന്നത് സതിയെന്ന് കണ്ടതും പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ലേ. നോക്കിയാലേ ബുദ്ധിമുട്ടുള്ളൂ. സതിക്ക് മനസ്സിലായി ഇപ്പം തന്നെ കാണുന്നത് മകളായിട്ടല്ല മനസ്സിലായി. ബന്ധുക്കളൊക്കെ വന്നു ലോക്യം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാപ്പി പിടിക്കാനൊക്കെ പറയുന്നുണ്ട്. കഴിച്ചോളൂ, ഇഡ്ഡലി അവിടെ ഉണ്ട്, കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. കഴിക്കണം വെച്ചാൽ തൻ്റെ ഭർത്താവിനെ നിൽക്കുന്ന ഭക്ഷണം കഴിക്കാൻ പതിവ്രതകൾക്ക് പറ്റുമോ? അത് ശരിയാണോ? എല്ലാവരും അവിടെ ഭർത്താവിനെ പറ്റി കുറ്റം പറയുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ നല്ലോണം കഴിക്കുക, അത് പാടില്ലല്ലോ. അവൾ പറഞ്ഞു കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, ഇഡ്ഡലിയൊക്കെ കഴിക്കാം. എവിടെ? യാഗശാല എവിടെ? യാഗഭാഗം ത്രിമൂർത്തികൾക്ക് എന്തായാലും കൊടുക്കും. എന്തായാലും 3 വിളക്ക് കത്തിച്ച് വെക്കേണ്ടതാണ്. ഒന്ന് ശിവനും, ഒന്ന് വിഷ്ണുവിനും, ഒന്ന് ബ്രഹ്മാവിനും. സ്ഥലം ഒന്ന് കാണട്ടെ പറഞ്ഞു. എന്നിട്ട് ശിവന് കൊടുക്കണമെങ്കിൽ ചായ കുടിക്കാം, ഇല്ലെങ്കിൽ ഇല്ല. അവിടെ പോയി നോക്കിയ സമയത്ത് 2 വിളക്കേ കത്തിച്ചിട്ടുള്ളൂ. വിഷ്ണു ഭഗവാനും ബ്രഹ്മാവിനും സ്ഥാനമുണ്ട്, ശിവന് അരുദ്രഭാഗം. അപ്പോഴാണ് മനസ്സിലായത് പരമശിവൻ വെറുതെ പറഞ്ഞതല്ല. ശരിക്കും അച്ഛൻ എന്ത് ദേഷ്യമുണ്ട്? പരമശിവന് വലിയ ദേഷ്യമാണ്. അരുദ്രഭാഗം, രുദ്രഭാഗം ഇല്ല എന്നങ്ങോട്ട് അറിഞ്ഞതും ദേവി പിന്നെ എല്ലാവരും കേൾക്കെ ആ സദസ്സിൽ വന്ന് ശിവൻ്റെ മഹിമ അങ്ങോട്ട് പാടാൻ തുടങ്ങി. അച്ഛാ, അങ്ങയുടെ ദേഷ്യം ആരോടാ അങ്ങ് ദേഷ്യപ്പെടുന്നത്? പരമശിവൻ്റെ നേരെ ദേഷ്യപ്പെടുക പറഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യാറില്ല. കാരണം വകവയ്ക്കുന്നവരോട് ദേഷ്യപ്പെടേണ്ടേ കാര്യമുള്ളൂ. അദ്ദേഹത്തിനാവുന്നൊരു വിഷയമല്ല. തന്നെ നിന്ദിച്ചാലും സ്തുതിച്ചാലും അതൊന്നും ആരെ ബാധിക്കാറില്ല, ശിവനെ ബാധിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സ്നേഹിക്കുന്നത് ശിവനെയാണ്, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. നമ്മളൊക്കെ സ്നേഹിക്കുന്നത് പലരെയാണ് നമ്മൾ പറയായിരിക്കും. പക്ഷേ അവരിലൊക്കെ ശിവനുള്ളതുകൊണ്ടാണ്. ഭർത്താവിനെ സ്നേഹിക്കാൻ കാരണം ഭർത്താവിൽ ആരുള്ളതുകൊണ്ടാണ്? ശിവനുള്ളത് കൊണ്ടാണ്. ശിവൻ അങ്ങോട്ട് പോയാൽ പറയുക ശവം എന്നാ പറയുക, പേര് പോലും പോകും. പിന്നെ പേരിന് തന്നെ പ്രസക്തിയില്ല. ഗോപാലേട്ടൻ മരിച്ചു, പിന്നെ ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ എന്താ ചോദിക്കുക? നമ്മളൊക്കെ വീട്ടിൽ പോയിട്ട് എന്താ ചോദിക്കുക? ഗോപാലേട്ടനെ കൊണ്ടുവരേണ്ടത് ചോദിക്കുമോ? എപ്പോഴാണ് ബോഡി കൊണ്ടുവരിക? കഴിഞ്ഞു, ഒക്കെ പോയി. എന്താ അത് പോകാൻ കാരണം? ശിവൻ പോയത് കൊണ്ടാണ്. പിന്നെന്താ വിളിക്കുക? ശവം എന്നാ വിളിക്കുക. ആ ശവത്തെ പിന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് കത്തിക്കുക ചെയ്യുക. ഒന്ന് പറഞ്ഞു നോക്കൂ. ഇന്നൊരു ദിവസം കൂടി ഗോപാലേട്ടൻ അവിടെ കിടന്നോട്ടെ, ആ കട്ടുമ്പൽ എവിടെ? അല്ല, ഇന്നലെ മിനിയൊന്നൊക്കെ എവിടെയാണ് കിടന്നു വെച്ചാൽ ആ കട്ടുമ്പൽ. നിങ്ങളോ സൈഡിൽ കിടന്നോളൂ. ഇന്നലെയൊക്കെ എവിടെയാണ് കിടന്നു വെച്ചാൽ അവിടെ തന്നെ പറ്റുമോ? എന്താ പറ്റാത്തത്? അതേ കണ്ണ് അതേ മൂക്കൊക്കെ അവിടെ ഉണ്ടല്ലോ. അതുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താ ഇല്ലാത്തത്? ശിവൻ പോയി. അപ്പം ഇന്നലെ വരെ സ്നേഹിച്ചത് ആരായിരുന്നു? ശിവനെ ആയിരുന്നു. അത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ, അതുവരെ മനസ്സിലായില്ല. അതുകൊണ്ട് കഷ്ടം തന്നെ. എല്ലാവരും സ്നേഹിക്കണത് ഈ ശിവനെയാണെന്നുള്ള സത്യം അങ്ങ് അറിയണില്ലല്ലോ. പിന്നെ അങ്ങ് പറഞ്ഞു സൗന്ദര്യമില്ല എന്ന്. ആര് പറഞ്ഞു?
അതെനിക്കല്ലേ അറിയുള്ളൂ, അങ്ങേക്ക് അറിയാം. അപ്പോൾ ശിവന് സൗന്ദര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ദേവന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരൻ ആരാ ചോദിച്ചാൽ അത് ശിവനാണ്. ശിവൻ്റെ പേരാണ് സുന്ദരേശ്വരൻ. ഈശ്വരന്മാരിൽ വെച്ച് സുന്ദരൻ എന്ന അർത്ഥം. പിന്നെ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ പിന്നെ അതൊന്നും വലിയ താല്പര്യമില്ല. സൗന്ദര്യം കണ്ട ആളുകൾ ചുറ്റും കൂടിയ വിഷമാണ് ആർക്ക്? എല്ലാവരും സെൽഫി എടുക്കാൻ വന്നാലേ ബുദ്ധിമുട്ടാവില്ലേ കരുതി അദ്ദേഹം വെണ്ണീര് പൊത്തും മുഖത്തൊക്കെ. നല്ലവണ്ണം വെണ്ണീര് പൊത്തി നടക്കുകയാണ്. എന്ത്? ആരും തൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മുടി മാടാതെ ജട പിടിച്ചും കൊണ്ട് കഴുത്തിൽ പാമ്പിനെ ചുറ്റി. എന്നാൽ പിന്നെ ആളുകളുടെ അടുത്തേക്ക് വരില്ല. അതിനു വേണ്ടിയാണ്. എന്നിട്ടാണ് വിട്ടു നിന്ന് ദൂരത്ത് പോയി നിൽക്കുക കൈലാസത്തിൽ. എന്നാൽ പിന്നെ വിഷമമില്ലല്ലോ. അതാണ് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ഏകാന്തത്തിൽ ആത്മവിചാരം തന്നെ തന്നെ സ്മരിച്ച് സ്വരൂപത്തിലിരിക്കുകയാണ് ആ പരമശിവൻ. അതങ്ങ് മനസ്സിലാക്കണില്ലല്ലോ, കഷ്ടം തന്നെ. യദ്വക്ഷരം നാമ ഗിരേരിതം നൃണാം. ആ ശിവ നിങ്ങൾ 2 അക്ഷരം ജപിച്ചാൽ മതി ഹൃദയം ശുദ്ധമാവാൻ, മനസ്സ് ശാന്തമാവാൻ. വലിയ വിഷമം വരുമ്പോഴേ പണ്ടുള്ളവരൊക്കെ കാണാം, എന്തെങ്കിലും കേൾക്കുമ്പോൾ വിഷമം വന്നാൽ ശിവ ശിവ മനസ്സിനെ അടക്കാൻ പറയാണ്. അത്രയും ഉണ്ടോ? 2 അക്ഷരം ജപിച്ചാൽ മനസ്സ് ശാന്താവും. നമ്മുടെ മനസ്സ് കൈലാസത്തിലേക്ക് പോകും, പരമശിവന്റെ പാദത്തിലെത്തും, ദുഃഖം നീങ്ങും. ആ പരമശിവൻ അങ്ങ് നിന്ദിച്ചില്ലേ? യത്പാദപത്മം. ആ പരമശിവന്റെ പാദധൂളി ശിരസിൽ ധരിച്ചിട്ട് വേണം വിഷ്ണു ഭഗവാനാവാൻ, ബ്രഹ്മദേവനാവാൻ പരമശിവന്റെ പാദധൂളി വേണം. എന്നിട്ട് അങ്ങെന്ത് കളിയാക്കിയില്ലേ ശിവന്റെ താണ്ഡവത്തെക്കുറിച്ച്? കഷ്ടം തന്നെ. ഇവിടെ വൈരുദ്ധ്യങ്ങളുടെ നടുക്കും ഒരു പ്രശ്നമില്ലാതെ പരമശിവൻ ഇരിക്കുന്നത് കാണാം. അതുകൊണ്ട് എല്ലാ ഗൃഹസ്ഥന്മാരും തങ്ങളുടെ സകല പ്രശ്നങ്ങളും തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെ ഭരിക്കണം? ഈ ശിവനെ ഭരിക്കണം. കാരണം ശിവൻ അവിടെ ശരിക്കും നോക്കിയാൽ ഒക്കെ പ്രശ്നങ്ങളാണ്. ശിവന്റെ വാഹനം അത് കാളയാണ്, ഭാര്യയുടെ വാഹനം അത് സിംഹമാണ്. സിംഹവും കാളിയും എങ്ങനെയാ? പ്രശ്നമാണ്. തൻ്റെ കഴുത്തിൽ പാമ്പ്, തൻ്റെ മകൻ സുബ്രഹ്മണ്യൻ, അയാളുടെ വാഹനം മയിലും പാമ്പും പ്രശ്നമാണ്. തൻ്റെ കഴുത്തിൽ പാമ്പ്, തൻ്റെ വേറൊരു മകന് ഗണപതി, അയാളുടെ വാഹനം എലിയും പാമ്പും പ്രശ്നമാണ്. കൈലാസത്തിലൊരു കുടുംബസംഘം ഉണ്ടാകുമ്പോൾ വണ്ടി എവിടെ പാർക്ക് ചെയ്യുക? കാളയും സിംഹവും എലിയും പാമ്പും എല്ലാവരും കൂടി എങ്ങനെ ശരിയാവും? എലിയെ പാമ്പ് തിന്നും, പാമ്പിനെ മയിൽ തിന്നും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു. കാളയെ സിംഹം തിന്നും, തീർന്നില്ലേ കഥ? എന്നിട്ടൊരു കുഴപ്പമില്ലാണ്ടിരിക്കണത് എന്തുകൊണ്ടാ പറയട്ടെ? അവിടെ ശിവനിരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരാൾക്കും ഉള്ളിൽ എന്ത് വരില്ല? കാമവും ക്രോധവും ഒന്നും വരില്ല. എന്നിട്ടും അങ്ങേക്ക് വന്നു. അതാണ് അത്ഭുതം. സമ്മതിക്കണം. എത്ര കണ്ട അഹന്ത അങ്ങേക്കുണ്ട്. പരമശിവന്റെ മഹത്വം അങ്ങ് മനസ്സിലാക്കണില്ലല്ലോ. അങ്ങ് പറഞ്ഞ സമ്പത്തില്ലാന്ന്. ആർക്ക്? ശിവന് സമ്പത്തില്ലാന്ന്. ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചിട്ടുണ്ടോ? കുബേരൻ. കുബേരൻ ആരാ? കുബേരൻ്റെ പണി എന്താണെന്നറിയോ? കുബേരൻ എങ്ങനെയാണ് പണക്കാരനായത്? കുബേരൻ്റെ പണി പരമശിവന്റെ നഖം വെട്ടല. അവിടെ പോയാൽ നഖം വെട്ടി അങ്ങനെ ഇരിക്കും. അതിൻ്റെ ശമ്പളം കൊണ്ടാണ് അയാളിപ്പം ഇത്ര വലിയ സമ്പന്നനായത്. അപ്പോൾ ശിവന്റെ കഥ എന്താ? പിന്നെ കാണിച്ചു നടക്കാറില്ല. അത് അയാളുടെ ഒരു ഗുണമാണത്. അല്പന്മാരാണ് ലേശം കിട്ടുമ്പം അങ്ങനെ കാണിച്ചു നടക്കുക. ഉള്ളവരധികം കാണിക്കാറില്ല. അവരതൊന്നും അങ്ങനെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കാറുമില്ല. അതുകൊണ്ട് വലിയൊരു സമ്പന്നൻ, അമേരിക്കയിലെ വലിയൊരു ബിസിനസ്സുകാരൻ, ഹെൻറി ഹോഡ് എന്ന പേര്. അദ്ദേഹം ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടെ വന്ന് സാധാരണ ഓർഡിനറി റൂം എടുത്ത സമയത്ത് അവിടുത്തെ റിസപ്ഷനിലുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ ഇത്ര വലിയ സമ്പന്നനായിട്ട് ഇത്ര വലിയ മുതലാളി വന്നിട്ട് ഈ ചെറിയ റൂമിൽ താമസിക്കാൻ പറഞ്ഞാൽ അങ്ങയുടെ മകൻ ഇവിടെ താമസിക്കേണ്ട ഏറ്റവും കേമമായിട്ടുള്ള മുറിയിലാണ്. വന്നാൽ ആദ്യത ചോദിക്കുക, എന്നിട്ട് അവിടെ പോയി താമസിക്കുക ചെയ്യുക. എന്നിട്ട് അങ്ങ് വന്നിട്ട് ഈ സാധാരണ മുറി താമസിക്കുക പറഞ്ഞാൽ ഇത് ശരിയാവുമോ ചോദിച്ചു. അദ്ദേഹം ചിരിച്ചും കൊണ്ട് പറഞ്ഞു, എൻ്റെ മകന് വലിയ മുറി താമസിക്കുക, കാരണം അയാളുടെ മകൻ വലിയ ബിസിനസ്മാനാണല്ലോ, അല്ല അയാളുടെ അച്ഛൻ വലിയ ബിസിനസ്മാനാണല്ലോ. പക്ഷെ എനിക്ക് സാധാരണ മുറി മതി, കാരണം എൻ്റെ അച്ഛൻ സാധാരണ കൃഷിക്കാരനാണ്. അയാൾക്കാവാം, അയാളച്ഛനാരാ? താനാണ്. അയാളച്ഛൻ വലിയ പണക്കാരനാണ്, പക്ഷെ എൻ്റെ അച്ഛൻ സാധാരണ കൃഷിക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് സാധാരണ മുറി മതി. ഇത്രയൊക്കെ കാശുണ്ടായിട്ട് അദ്ദേഹം അതാ പറഞ്ഞത്. എന്നാൽ മകനോ നല്ലൊരു ധൂർത്തനാണ്, അച്ഛൻ്റെ കാശ് കൊണ്ട് കഴിയാണ്. ഇതാണ് ലോക സ്വഭാവം. അങ്ങനെ ഉണ്ടാവുക. ധാരാളം കാശുള്ളവർക്ക് ചിലപ്പം അതൊക്കെ എത്രയേ ഉള്ളൂ എന്നുള്ള വിചാരം ഉണ്ടായെന്ന് വന്നേക്കാം. എൻ്റെ വിഷമം എന്താ ചോദിച്ചാൽ, അച്ഛാ ഒറ്റ കാര്യമുള്ളൂ, അങ്ങയുടെ മകളായി പോയില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. ഇടയ്ക്ക് ഞാൻ ചില ദുസ്വഭാവമൊക്കെ കാണിക്കുമ്പം
ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടുമ്പോഴൊക്കെ എന്നെ മഹാദേവൻ ഒരു പേര് വിളിക്കാറുണ്ട്. ആ പേരെന്തെന്നറിയോ? ദാക്ഷായണി എന്നാ വിളിക്കുക. എന്താ അർത്ഥം? ദക്ഷൻ്റെ മകളെ. എന്താ അർത്ഥം? ദക്ഷൻ്റെ കുനിഷ്ഠ നിനക്കുണ്ടല്ലോ. അത് പറയാണ്ട് പറയുകയാണ് ഈ പേര് വിളിച്ചിട്ട്. എനിക്ക് ആ പേര് കേൾക്കാൻ വയ്യനി. അങ്ങനെ നിന്ന് കിട്ടിയതല്ലേ ഈ ശരീരം, എനിക്കത് വേണ്ട. അങ്ങ് ഭാഗം കൊടുക്കില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് രുദ്രന് ഭാഗം. എന്ത്? ഈ ശരീരം ഞാൻ രുദ്രന് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സത്യപ്രജ്വാല സമാധിജാഗ്നിന ഹര ഹര മഹാദേവ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് തൻ്റെ ദേഹം ഇത് കർപ്പൂരം കത്തുന്ന പോലെ അങ്ങോട്ട് കത്തി. നന്ദികേശ്വരനൊക്കെ അടുത്തേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞു. അവിടെ വെച്ച് ഭൂതഗണങ്ങളും ഭൃഗു മഹർഷിക്കോട് പറഞ്ഞയച്ച ആഭിചാര കൃത്യങ്ങളും തമ്മിലുള്ള യുദ്ധം. അതിൽ ഭൂതഗണങ്ങൾ തോറ്റു തിരിച്ചു വരികയാണ്. അപ്പോഴേക്ക് ഈ വാർത്ത പരമശിവൻ്റെ അടുത്ത് വന്ന് നാരദ മഹർഷി പറഞ്ഞു, സതി ദേഹം ധരിച്ച വിഷയം. അതങ്ങോട്ട് കേട്ടതും സമാധിയിലിരിക്കുന്ന പരമശിവൻ സംഹാരമൂർത്തിയായിട്ട് മാറി. തൻ്റെ ആ ജടാമുടി എടുത്ത് നിലത്തങ്ങോട്ട് അടിച്ചു. ക്രുദ്ധസുദഷ്ടോഷ്ടപുട സധുർജടാം തടിത് വന്യസടോഗ്രരോജിഷം ഉത്കൃത്യ രുദ്ര സഹസോദ്ധിതോഹസൻ ഗംഭീരനാദോ വിസർജ താം ഭുവി. ജടാമുടി നിലത്തങ്ങട് അടിച്ചപ്പോഴേക്കും അവിടുന്ന് ആകാശം മുട്ട വലിപ്പം. 1000 കൈകൾ. വീരഭദ്രപ്പെരുമാൾ തം കിങ്കരോമീതി. എന്താ അച്ഛാ ഞാൻ അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? നീ പോയിട്ട് ദക്ഷൻ്റെ അഹങ്കാരം നശിപ്പിച്ചു വരൂ. നേരെ വീരഭദ്രൻ പോയി അവിടെ എത്തി. യാഗശാല മുഴുവൻ നശിപ്പിച്ചു. പലതരത്തിൽ ശിവനെ നിന്ദിച്ചവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുത്തു. ശിവനെ നിന്ദിക്കുന്ന സമയത്ത് പ്രോത്സാഹിപ്പിച്ചു പലരും ദക്ഷനെ. ഒരാൾ താടി ഒഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു, നന്നായി ദക്ഷ, നല്ലോണം ചീത്ത പറഞ്ഞു, ശിവന് കുറച്ച് കിട്ടണം എന്നുള്ള മട്ടിൽ ഈശ്വരൻ എന്തൊക്കെ കൂട്ടുനിന്നു. ആ താടി ഒഴിഞ്ഞ ആളുടെ താടി പിടിച്ചങ്ങോട്ട് കുറച്ചു. വേറൊരാൾ പല്ലുകൊണ്ട് ചിരിക്കുകയുണ്ടായി, നന്നായിട്ടുണ്ട് ദക്ഷ, ഞങ്ങളുണ്ട് കൂടെ. ആരെ നിന്ദിക്കാൻ? ശിവനെ നിന്ദിക്കാൻ. അയാളുടെ പല്ല് കുത്തി പൊട്ടിച്ചു. കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ച ആളുടെ കണ്ണ് കുത്തി പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശ്വര നിന്ദയ്ക്ക് എന്ത് ചെയ്യരുത്? തൽക്കാല ലാഭം നോക്കി കൂട്ടു നിൽക്കരുത്, അനുഭവിക്കേണ്ടി വരുന്ന അർത്ഥം. തല കൊണ്ട് തന്നെ ഉപദ്രവിക്കല്ലേ ഉണ്ടായത്. ദക്ഷൻ തല പിരിച്ചെടുത്ത് ആ ഹോമകുണ്ടത്തിലിട്ട് ആര് പോന്നു? വീരഭദ്രൻ തിരിച്ചു പോന്നു. പിന്നെ ഒരു വികലാംഗ ജാഥ നേരെ ബ്രഹ്മാവിനടുത്തേക്ക്. തലയില്ല വെച്ചരണം, കൈയില്ല വെച്ചരണം, കാലില്ല വെച്ചരണം, പല്ലില്ല വെച്ചരണം, താടിയില്ല വെച്ചരണം എന്ന് പറഞ്ഞ കുറേ പേര് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഇതൊന്നും പറ്റില്ല, ഇതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്, ശിവനന്ദയ്ക്ക് ഞാൻ ഇവിടെ ചികിത്സിക്കില്ല, നമുക്ക് കൈലാസത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി നേരെ കൈലാസത്തിലെത്തി. അവിടെ പരമശിവനെ കണ്ടു, തൊഴുതു നമസ്കരിച്ചു. ഇവർക്ക് വേണ്ട പരിഹാരമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണേ എന്ന് പറഞ്ഞു. താടി പോയ ആളെ ഭഗവാൻ അടുത്തേക്ക് വിളിച്ചു. ഭൃഗു മഹർഷിക്ക് ആടിൻ്റെ താടി വെച്ചു കൊടുത്തു. ഇതാണ് പരിഹാരം. എന്താണ് ഇത്? നല്ല വെക്കാണ്ടിരിക്കുകയായിരുന്നു. നല്ല താടിയുള്ള ആൾക്ക് ആടിനെ പോലത്തെ താടി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വിഷമായി എന്നർത്ഥം. ഈശ്വര നിന്ദയ്ക്ക് പരിഹാരമില്ല, ബാക്കിയുള്ള നിന്ദയ്ക്കൊക്കെ പിന്നെയും പരിഹാരം ഉണ്ടാവും. സജ്ജന നിന്ദയ്ക്കും ഈശ്വര നിന്ദയ്ക്കും അനുഭവിക്കുക ആണ്, വേറെ വഴിയില്ല. അനുഭവിക്കാനുള്ള ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം, അതല്ലാതെ പരിഹാരമില്ല. പല്ല് പോയ ആൾ ചോദിച്ചു, എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. താൻ ബ്രെഡൊക്കെ പാലിൽ മുക്കി കുടിച്ചോളൂ, കഴിച്ചോളൂ, അതല്ലാതെ അപ്പം അത്രയേ ഉള്ളൂ, പരിഹാരമില്ല. അട കഴിക്കാമെന്നാണ് പറഞ്ഞത്. എന്താണ്? ഇലയട ഉണ്ടല്ലോ, ഇലയട കഴിക്കാം, അങ്ങനെ കഴിച്ചാൽ മതിയല്ലോ, പല്ല് വേണമെന്നില്ല, ഉള്ളിൽ വെച്ച് അങ്ങനെ ഇറക്കുക തന്നെ. കണ്ണ് കാണാത്ത ആൾ ചോദിച്ചു, എൻ്റെ കാര്യമോ കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് നടന്നോളൂ. എന്താണ്? കണ്ണ് വെച്ചു കൊടുത്തിട്ടില്ല, അതല്ലാണ്ട് വേറെ വഴിയില്ല. തല പോയ ദക്ഷനോ ഭഗവാൻ ആടിൻ്റെ തലയെടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇതിലും വലിയ അപമാനമുണ്ടോ? മനുഷ്യൻ്റെ തലയുടെ സ്ഥാനത്ത് ആടിൻ്റെ തല. എന്താ കാരണം? അല്ല, നീ ആടിൻ്റെ സ്വഭാവമാണ് കാണിച്ചത്. മേ 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 എന്നാണ് എപ്പോഴും പറയാറ്. മേ എന്ന് പറഞ്ഞാൽ എൻ്റെ, സംസ്കൃതത്തിൽ മേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ മൈ ആണ്. എൻ്റെ എന്നാണ് അർത്ഥം. എൻ്റെ 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 വീടെൻ്റെ, പറമ്പൻ്റെ, സ്വത്തൻ്റെ. ധാരായി മേ മേ, തനയായി മേ മേ, ഈ കാണുന്നതൊക്കെ എൻ്റെ, ഇതൊക്കെ ഞാൻ എൻ്റെതാക്കും, എന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം എൻ്റെതായി മാറും. ഈ ഒരു ചിന്ത മാത്രമായിരുന്നു ആർക്ക്? ദക്ഷനുള്ളത്. ഇങ്ങനെ എൻ്റെ 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 എന്ന് പറഞ്ഞ സ്വഭാവം മനുഷ്യന് ചേരുന്നതല്ല. മൃഗത്തിന് ആ സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെയും പോട്ടെന്ന് വയ്ക്കാം, മൃഗമല്ലേ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യാൻ ശേഷിയുള്ളവനല്ലേ. അവൻ പറയേണ്ടത് എന്താണ്? യാഗത്തിലെ മന്ത്രം ശരിക്ക് ഇതം ന മമാ നമേന്നാ പറയേണ്ടത്. ഇതെനിക്കായിട്ടല്ല, എനിക്കായിട്ടല്ല, ഇതെൻ്റെ അല്ല എന്ന് പറയേണ്ട സ്ഥാനത്ത് നീ പറഞ്ഞത് എന്താ? യാഗം എന്ന് പേരിട്ടിട്ട് ചെയ്യണത് എന്താ? എൻ്റെ 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 പറഞ്ഞ സ്വാർത്ഥത വളർത്തല്ലേ, മമത വർദ്ധിക്കല്ലേ ഉണ്ടായത്. അതുകൊണ്ട് നിനക്ക് ആടിൻ്റെ തലയായിട്ട് ചേരുക. അങ്ങനെയാണ് ആടിൻ്റെ തല വെച്ചു കൊടുത്തത്. തെറ്റ് മനസ്സിലാക്കി ആര്? ആ ദക്ഷൻ. ശിവനോടുള്ള വിദ്വേഷം ഉള്ളെന്ന് പോയി.
പോയ സമയത്ത് ആര് വന്നു? വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴേ വന്നിട്ടുള്ളൂ. അതുവരും കാത്തിരിക്കുകയാണ്. ശിവദ്വേഷം പോട്ടെ എന്നിട്ട് പ്രത്യക്ഷപ്പെടാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. ശിവദ്വേഷം കണ്ട് പോയപ്പോഴേക്കും, ശിവനോടുള്ള വൈരം പോയപ്പോഴേക്കും വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ദക്ഷനെ അടുത്തേക്ക് വിളിച്ചു, ഉപദേശിച്ചു. ദക്ഷ, ഇപ്പം നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ നിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത്? ഞാൻ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ, എന്നാലും ഒന്ന് പറയാം. അഹം ബ്രഹ്മാച സർവശ്ച, ഞാനും ബ്രഹ്മാവും ശിവനും ജഗത്തിൻ്റെ കാരണമാണ്. നിനക്ക് ശിവനോട് ദേഷ്യവും എന്നോട് ഇഷ്ടമുണ്ട്, എനിക്കറിയാം. എന്നെ നീ ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയാം. പക്ഷെ എന്തിനാ ഈ ശിവനോട് നീ ദ്വേഷം വയ്ക്കണത്? അത് ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളാണിത്. ചില ദേവന്മാരോട് ഇഷ്ടം, മറ്റ് ദേവന്മാരോടൊരു ഇഷ്ടക്കേട്. ഇഷ്ടമാവാം, കുഴപ്പമില്ല, ഇഷ്ടക്കേട് വേണ്ട. കാരണം ഒരേ ഈശ്വരൻ്റെ പല വേഷങ്ങളാണെന്ന് അറിയണം. നമുക്കിഷ്ടം ഒരു വേഷം ഇഷ്ടമായി എന്ന് വന്നേക്കാം എന്ന് കരുതി മറ്റുള്ളത് മോശമെന്ന് പറയരുത്. എനിക്ക് ശിവനെ ഇഷ്ടമാണ് കേട്ടോ, വിഷ്ണു ഭഗവാനെ നന്നല്ല പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ പറയാൻ നമ്മളായിട്ടില്ല. ശിവൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ശിവൻ. ഇതൊക്കെ ഒന്ന് തന്നെയാണ്, പല വേഷം കെട്ടുന്നേ ഉള്ളൂ. ആർക്ക് വേണ്ടി? ഭക്തന്മാർക്ക് വേണ്ടി. അത് മനസ്സിലാക്കണം. അഹം ബ്രഹ്മാച സർവശ്ചാച കഥക്കാരണം പരം. പല പേരിൽ വിളിക്കുകയാണ് ഞങ്ങളെ പലരും. ഇനി സഹസ്രനാമം നോക്കിയാൽ ഒരേ പേര് കാണാം എല്ലാ സഹസ്രനാമത്തിലും, ഓർഡർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ശിവസഹസ്രനാമം നോക്കിയാൽ അതിൽ വിഷ്ണു എന്ന് കാണാം. വിഷ്ണു സഹസ്രനാമം നോക്കിയാൽ അതിൽ പേര് കാണാം. വിഷ്ണുവിൻ്റെ പേരെന്താ കാണുക? സർവശിവസ്ഥാണുഹു. ഏതിലാതുള്ളത്? ഇത് വിഷ്ണു സഹസ്രനാമത്തിലുള്ളതാ. സർവശിവസ്ഥാണുഹു. അതൊക്കെ ആരുടെ പേരാ? ശിവൻ്റെ പേരായിട്ടാണ് പറയണത്. എന്ന് പറഞ്ഞാൽ അർത്ഥം പേരിങ്ങനെ വിളിക്കണമെന്നേ ഉള്ളൂ. വസ്തു ഒന്നാണ്. പല പേര് വിളിക്കുക. വിഷ്ണു വിളിക്കും, ശിവൻ എന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ വിളിക്കാം. പക്ഷെ മനസ്സിലാക്കണം, ഒക്കെ ഒന്നാണ്. നീ അതല്ല, നീ വേറെ 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 ആയിട്ട് കാണുകയാണ്. അതാണ് നിൻ്റെ ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് ഇനി അത് മാറ്റണം. ഒരാളെ പല പേര് വിളിക്കാറില്ലേ? പല ദിക്കിൽ വീട്ടിൽ നിന്നൊരു പേരാവും വിളിക്കുക, ഓഫീസിൽ നിന്ന് വേറൊരു പേര്, നാട്ടുകാർ വേറൊരു പേരാവും. അപ്പോൾ പുറമെ പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പല പേരും ഒരാൾക്ക് ഉണ്ടാവുമായിരിക്കും. ആൾ മാറണുണ്ടോ? ഉണ്ടോ? ഇതുപോലെയാണ്. പല പേരും വിളിക്കും. ഗുരുവായൂരപ്പ എന്ന് വിളിക്കും ചിലർ, ശ്രീകൃഷ്ണ എന്ന് വിളിക്കും, എൻ്റെ കൃഷ്ണ, കണ്ണ എന്നൊക്കെ വിളിക്കും. പല പേര് വിളിക്കും. ഒക്കെ ഒന്ന് തന്നെ, ഒക്കെ ഒന്ന് തന്നെ. മകൻ അയാളെ അച്ഛാന്നാ വിളിക്കുക, അയാളുടെ അച്ഛനോ അയാളെന്താ വിളിക്കുക? മോനെ എന്നാ വിളിക്കുന്നത്. ഒരാളെ തന്നെയാണ്. അയാളുടെ അനിയത്തെ അയാളെ ഏട്ടാന്നാണ് വിളിക്കുന്നത്, അയാളെ ചേച്ചി അയാളെ അനിയാന്നാണ് വിളിക്കുന്നത്. പല പേരല്ലേ ഇപ്പം? അതെ, പക്ഷെ ഒരാളെ തന്നെയാണ് വിളിക്കുന്നത്. ഇതുപോലെ ഒരേ ഒരു ഈശ്വരനെ പല പേര് വിളിക്കണു. ഈ സത്യം തിരിച്ചറിയണം. നീ അത് അറിഞ്ഞില്ല, അതാണ് നിൻ്റെ ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് ഇനി ഈ അബദ്ധം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ ദക്ഷൻ്റെ അജ്ഞാനമില്ലാണ്ടിയാക്കിയ കഥ. അതാണെന്ത്? അതാണ് ദക്ഷചരിത്രം. കസ്തൂരി തിലകം നാരായണം, കസ്തൂരി തിലകം നാരായണം, കമലനയനം നാരായണം, കമലനയനം നാരായണം, കമലനയനം നാരായണം, കമലനയനം നാരായണം, കസ്തൂരി തിലകം നാരായണം, കസ്തൂരി തിലകം നാരായണം, ഗുരുവായൂർപുര നാരായണം, ഗുരുവായൂർപുര നാരായണം, ഗുരുവായൂർപുര നാരായണം, ഗുരുവായൂർപുര നാരായണം, കലിയുഗ അവതാരം നാരായണം, കലിയുഗ അവതാരം നാരായണം, കലിയുഗ അവതാരം നാരായണം, കലിയുഗ അവതാരം നാരായണം, ഗോവിന്ദ ഗോവിന്ദ നാരായണം, ഗോവിന്ദ ഗോവിന്ദ നാരായണം, ഗോവിന്ദ ഗോവിന്ദ നാരായണം, ഗോവിന്ദ ഗോവിന്ദ നാരായണം, കസ്തൂരി തിലകം നാരായണം, കസ്തൂരി തിലകം നാരായണം, കമലനയനം നാരായണം, കമലനയനം നാരായണം,
കസ്തൂരി തിലകം നാരായണം കസ്തൂരി തിലകം നാരായണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ